ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ +2 വിഷയത്തിലെ ബോട്ടണി വിഷയത്തിലാണ് ഇന്ന് ക്ലാസ്. പ്രിയപ്പെട്ട മുഹമ്മദ് ഫവാസ് സാറാണ് നിങ്ങൾക്കിന്ന് ക്ലാസ് എടുക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. BSc അഗ്രികൾച്ചറൽ, MSc ബയോടെക്നോളജി, അതുപോലെ തന്നെ മെഡിക്കൽ എൻട്രൻസ് ട്യൂട്ടർ കൂടിയാണ് പ്രിയപ്പെട്ട ഫവാസ് സാറ്. കേരളത്തിലെ ഒരുപാട് വിവിധ എൻട്രൻസ് കോച്ചിങ് സ്ഥാപനങ്ങളിൽ ക്ലാസ് എടുക്കുന്ന അദ്ദേഹം, പ്രിയപ്പെട്ട ഇക്ബാൽ മാഷ് വളരെ താല്പര്യത്തോടു കൂടിയാണ് അദ്ദേഹത്തെ നമ്മൾക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ളത്. വളരെ സന്തോഷത്തോടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, ഇന്നത്തെ ബോട്ടണി +2 സയൻസിലെ ബോട്ടണി വിഷയം വീക്ഷിക്കുന്നതിനും അത് പഠിക്കാനും ഗ്രഹിക്കാനും നിങ്ങളെ മലപ്പുറം ജില്ലാ MSF കമ്മിറ്റിയുടെ സ്റ്റേ അറ്റ് ഹോം സ്റ്റഡി അറ്റ് ഹോം എന്ന ഈ ചടങ്ങിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട അധ്യാപകൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നേരത്തെ തന്നെ ജില്ലാ MSF കമ്മിറ്റിക്ക് വേണ്ടി പ്രത്യേക നന്ദിയും കടപ്പാടും മാഷോട് അറിയിക്കുന്നതോടൊപ്പം തന്നെ ഈ പരിപാടി നിങ്ങൾ വീക്ഷിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളത് മനസ്സിലാക്കി പഠിക്കണം. പഠനത്തോടൊപ്പം തന്നെ നിങ്ങൾ അതിനെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മറ്റു കാര്യങ്ങളൊക്കെ കുറിച്ചെടുക്കാനും അതുപോലെ തന്നെ നോട്ട് ചെയ്യാനും നിങ്ങൾ പെന്നും പുസ്തകങ്ങളൊക്കെ റെഡിയാക്കി നിൽക്കണം. പ്രിയപ്പെട്ട അധ്യാപകൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മലപ്പുറം ജില്ലാ MSF കമ്മിറ്റിയുടെ സ്റ്റേ അറ്റ് ഹോം സ്റ്റഡി അറ്റ് ഹോമിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട ഫവാസ് സാറെ വളരെ ആദരവോടു കൂടി ജില്ലാ MSF കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ജയ് ഹിന്ദ്, അസ്സലാമു അലൈക്കും. ഓക്കെ, ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മുടെ സ്റ്റുഡൻസ് നമ്മുടെ കൂടെ ഈ ഒരു MSFൻ്റെ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഈ ഒരു ക്ലാസ്സിൽ നിങ്ങളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ശരിക്കും +2 ബോട്ടണിയുടെ ഏരിയാസാണ് നമ്മൾ കവർ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, +1 ബോട്ടണിയും +2 ബോട്ടണിയും നമ്മൾ ശരിക്കും കമ്പയർ ചെയ്യുമ്പം +1 കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടിയും ടെക്നിക്കലായിട്ടുള്ള ടേംസുകൾ കൂടുതലും അതുപോലെ തന്നെ കുറച്ചും കൂടി ബൈഹാർട്ടഡ് സെക്ഷൻസ് വരുന്ന ഒരു ഏരിയയാണ്. പക്ഷേ +2 നമ്മൾ എടുക്കുകയാണെങ്കിൽ +2ൽ മാക്സിമം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഏരിയാസാണ് വരുന്നത്. കുറച്ചധികം ചാപ്റ്റേഴ്സ് ഉണ്ട്, പക്ഷേ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മാക്സിമം പോർഷൻസാണ് വരുന്നത്. ഇന്ന് ഞാനിവിടെ നമ്മുടെ ഏകദേശം ഒരു 5 to 6 ചാപ്റ്റേഴ്സിൽ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ് അത് മാക്സിമം കവർ ചെയ്യാന്നുള്ളൊരു ഐഡിയയിലാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. പ്രീവിയസ് ആയിട്ടുള്ള ഞാൻ പറയുന്ന ഓരോ കൺസെപ്റ്റും അത് പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ അത് അനുസരിച്ച് നിങ്ങൾ അതിനെ മാക്സിമം പഠിക്കാൻ ശ്രമിക്കാം. കാരണം നിങ്ങളൊരു എക്സാമിന് പോകുന്നതിന് മുമ്പായിട്ട് എത്രയാണോ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആ ചാപ്റ്ററിൽ നിന്ന് വന്നിരിക്കുന്നത് അത് മാക്സിമം നിങ്ങൾ ചെയ്തിരിക്കേണ്ടതാണ്. അപ്പോൾ അത്രയും ഏരിയ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. ശ്രദ്ധിക്കാം, നമ്മളിന്ന് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഫസ്റ്റ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. സ്റ്റാർട്ടിങ് ഫ്രം ദ സെക്കൻഡ് ചാപ്റ്റർ ഈസ് ആക്ച്വലി ബയോടെക്നോളജിയുടെ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സ് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്റർ. ദെൻ സെക്കൻഡായിട്ട് ടെക്നോളജിയുടെ തന്നെ അപ്ലിക്കേഷൻ എന്ന് പറയുന്ന രണ്ടാമത്തെ ഏരിയ. Then the third chapter will be strategies for enhancement in food productions. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എക്കോളജിയിലെ പോർഷൻസ് നമുക്ക് സമയം ഉണ്ടാകുകയാണെങ്കിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ശരിക്കും എൻവിറോൺമെൻറ്റൽ ഇഷ്യൂസ് എന്ന് പറയുന്ന ചാപ്റ്റർ. കാണുമ്പോൾ ഭയങ്കര ഈസിയാണ്, എൻവിറോൺമെൻറ്റൽ ഇഷ്യൂസ് ആണ്, പൊല്യൂഷൻ കാര്യങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. ബട്ട് ഈവൻ ദോ ഇറ്റ് ഇൻക്ലൂഡ്സ് എ ലോട്ട് ഓഫ് പോർഷൻസ് വിച്ച് ഈസ് മച്ച് മോർ ഇമ്പോർട്ടൻറ്റ് ഫോർ ദ എക്സാമിനേഷൻസ്. എനിവേ വി വിൽ സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് ചാപ്റ്റർ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ sexual reproduction
ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അത് നമുക്ക് ആൻജിയോസ്പേംസ് എന്ന് പറയാം അല്ലേ. ഫ്ലവറിംഗ് പ്ലാന്റ്സിലാണ് നമ്മൾ ആൻജിയോസ്പേംസ് എന്ന് പറയുന്നത്. നമുക്ക് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഉണ്ട്. ജിംനോസ്പേംസ് ഉണ്ട്, ആൻജിയോസ്പേംസ് ഉണ്ട്, ടെറിഡോഫൈറ്റ്സ് ഉണ്ട്. ബട്ട് നമുക്കിവിടെ പഠിക്കേണ്ടത് ആൻജിയോസ്പേംസിലെ സെക്ഷൽ റീപ്രൊഡക്ഷൻസ് എങ്ങനെയാണ് നടക്കുന്നത്, അതിൻ്റെ സ്റ്റെപ്സ് എങ്ങനെയാണ്, എന്തൊക്കെയാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൽ സാധാരണ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ശരിക്കും മൈക്രോസ്പോറോജനസിസ് എന്ന് പറയുന്നൊരു ഏരിയ, അതുപോലെ മാക്രോസ്പോറോജനസിസ് എന്ന് പറയുന്ന ഏരിയ, പിന്നെ നമുക്ക് എങ്ങനെയാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ, എന്താണ് ട്രിപ്പിൾ ഫ്യൂഷൻസ്, എന്താണ് സിംഗമി, അത് റിലേറ്റഡ് ആയിട്ടുള്ള അതിൽ ഓരോ സെല്ലുകളെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമുക്ക് നോർമലായിട്ട് വരുന്നത്. അത് കഴിഞ്ഞ് ലാസ്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പോളിനേഷൻസ്, പിന്നെ എല്ലാം കഴിഞ്ഞ് ആ ചാപ്റ്ററിൻ്റെ എൻഡിൽ വരുന്ന ഒരു 3 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസുകൾ. ആ ടേമുകൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാർത്തനോജനസിസ്, അപ്പോമെക്സിസ്, അതുപോലെ വരുന്ന ദ ലാസ്റ്റ് ടേം ഇസ് പോളി എംബ്രിയോണിക് കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഈ 3 ഏരിയകളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത് നമ്മളിപ്പോൾ പ്രീവിയസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ. നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് എനിവേ വി ഗോൺ ഡിസ്കസ് അബൌട്ട് ഫ്ലോറൽ സ്ട്രക്ചറിനെ കുറിച്ചിട്ട് ഒരു ചെറിയ ഐഡിയ ഞാൻ നിങ്ങൾക്ക് തരാം. ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് ഫ്ലവർ ഡെവലപ്പ് ചെയ്യുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്ലവർ ഡെവലപ്പ് ചെയ്യുന്നത് നമുക്കറിയാം ഒരു സ്വെല്ലൻ ആയിട്ടുള്ള സ്ട്രക്ചറിൽ നിന്നിട്ടാണ്. അതിന് വിളിക്കുന്ന പേരാണ് തലാമസ് എന്ന് പറയുന്നത്. ഈ തലാമസിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ഒരു സ്റ്റോൾക്കിലേക്ക് സ്ട്രക്ചർ നമ്മൾ വിളിക്കും പെഡിസെൽ. ആൻഡ് ദിസ് വൺ ഈസ് നത്തിങ് ബട്ട് തലാമസ്. ഇതാണ് തലാമസ് എന്ന് പറയുന്നത്. സ്വെല്ലൻ ആയിട്ടുള്ള സ്ട്രക്ചറാണ് അല്ലേ. ഇനി തലാമസിൻ്റെ മുകളിലാണ് ഫ്ലോറൽ വേൾഡ്സുകളുടെ. നിങ്ങൾക്കറിയാം ഏതൊക്കെ ഫ്ലോറൽ വേൾഡ്സുകൾ എന്നുള്ളത്. നമുക്ക് ഫസ്റ്റ് ഫ്ലോറൽ വേൾഡ്സ് ഐ എം ഷോയിങ് ഹിയർ. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് അതെന്താ വിളിക്കുക, കാലിക്സ്. ഇതിന് വിളിക്കുന്ന പേരാണ് കാലിക്സ്. കാലിക്സിൻ്റെ സിമ്പിൾ യൂണിറ്റ് ആണ് നത്തിങ് ബട്ട് സെപ്പൽ. കാലിക്സിൻ്റെ സിമ്പിൾ യൂണിറ്റ് ആണ് സെപ്പൽ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ അടുത്ത പാർട്ട് എന്ന് പറയുന്നത് കുറച്ചും കൂടിയും കളേർഡ് ആയിട്ടുള്ള അട്രാക്ഷന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. ഏതാണ് ആ പാട്ട് എന്ന് പറയുന്നത്? കൊറോള. നത്തിങ് ബട്ട് കൊറോള. കൊറോളയ്ക്ക് നമ്മൾ വിളിക്കുന്ന അതിൻ്റെ സിമ്പിൾ യൂണിറ്റിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പെറ്റൽസ് അല്ലെങ്കിൽ പെറ്റൽ എന്ന് പറയും. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതൊക്കെ അസസറി ഓർഗൻസ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സ്ട്രക്ചറാണ് സെക്ഷൽ റീപ്രൊഡ്യൂസിങ് സ്ട്രക്ചർ എന്ന് പറയുന്നത്, റീപ്രൊഡക്ഷൻ ഓർഗാനിസംസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ നോക്കുക മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആയിട്ട് വരുന്നത്. മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആണ് നത്തിങ് ബട്ട് ആൻഡ്രീഷ്യം. അതുപോലെ മറ്റൊന്നാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആയിട്ട് വരുന്നത്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആണ് ഗൈനീഷ്യം എന്ന് പറയുന്ന സ്ട്രക്ചർ. സോ ദിസ് ഈസ് ആൻഡ്രീഷ്യം, ദിസ് ഈസ് ഗൈനീഷ്യം. ആൻഡ്രീഷ്യത്തിൻ്റെ സിമ്പിൾ യൂണിറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാമൻ എന്ന് പറയുന്നത്. ക്ലിയർനോ? ഗൈനീഷ്യത്തിൻ്റെ സിമ്പിൾ യൂണിറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഈതർ കാർപ്പൽ എന്ന് വിളിക്കും, അല്ലെങ്കിൽ നമുക്ക് പറയാം പിസ്റ്റിൽ. ഒന്നുകിൽ കാർപ്പൽ അല്ലെങ്കിൽ പിസ്റ്റിൽ, രണ്ടും നമ്മൾ വിളിക്കാറുണ്ട്. ഇതിൽ നമുക്ക് കാലിക്സിനെ നമുക്ക് ആവശ്യമില്ല, കൊറോളനെ നമുക്ക് ആവശ്യമില്ല. കാരണം കഴിഞ്ഞ ഇയറിൽ നമ്മൾ മോർഫോളജി എന്ന് പറയുന്ന ഒരു ചാപ്റ്റേഴ്സിൽ തന്നെ വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ഓൾ ഡിഫറെൻറ്റ് പാർട്സ്. ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻറ്റ് മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറുമാണ്, ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം. സോ വിൽ ഡിസ്കസ് വിത്ത് ദാറ്റ്. ഓക്കെ, ചോദിച്ചിരുന്നാൽ മതി. നമ്മൾ ഇതിൻ്റെ കൺസെപ്റ്റ് ഒരു സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻഡ് വരെ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ചാപ്റ്റർ പോകുന്നത്. അപ്പോൾ കൺസെപ്റ്റ് മാക്സിമം ക്യാച്ച് ചെയ്യാനുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം. നോക്കിക്കോ, നമ്മളൊരു ആൻഡ്രീഷ്യത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിനെ കുറിച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ 2 ഭാഗമാണ് മെയിനായിട്ടുള്ളത്. ഈ ഒരു സ്റ്റോൾക്ക് ലൈക്ക് ആയിട്ടുള്ള സ്ട്രക്ചർ നമ്മൾ വിളിക്കുന്ന പേരാണ്, ശരിക്കും നോക്കിയാൽ 2 പോർഷൻസ് ഉണ്ട്. അതിൽ ഈ ഒരു സ്ട്രക്ചർ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിലമെൻറ്റ്. ഓക്കെ, ഇനി ദ ഡിസ്റ്റൽ എൻഡ് കാരണം ഈ ഒരു എൻഡാണ് ശരിക്കും നമ്മുടെ തലാമസിൻ്റെ മുകളിൽ കാണുന്നത്. അതുകൊണ്ട് നമ്മൾ ഇത് പ്രോക്സിമൽ എൻഡാണ്. ഈ ഒരു പോർഷനാണ് ഡിസ്റ്റൽ എൻഡ് എന്ന് പറയുന്നത്. ഈ ഡിസ്റ്റൽ എൻഡിൽ കാണുന്ന ആളാണ് ആൻതർ. ഓൾ റൈറ്റ്, ആൻതർ. നോക്കിക്കോ, ഇവിടെ ശ്രദ്ധിച്ചിരിക്കുന്ന സമയത്ത് ആൻതർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസിക്കലി ഒരു ലോബ് ഇവിടെയുണ്ട്. ദിസ് ഈസ് എ സെക്കൻഡ് ലോബ് ഈസ് ദർ. അതുകൊണ്ട് തന്നെ ആൻതറിനെ നമുക്ക് വിളിക്കാം ആൻതർ ഈസ് നത്തിങ് ബട്ട് ബൈലോബ്ഡ് ആണ്. എത്രയാണുള്ളത്? ബൈലോബ്ഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ്. ഇറ്റ് ഈസ് ബൈലോബ്ഡ്. ആൻതർ ഈസ് ബൈലോബ്ഡ്. ബൈലോബ്ഡിന് നമ്മൾ മറ്റൊരു പേരുകൂടി നമ്മൾ വിളിക്കുന്നുണ്ട്. എന്താ വിളിക്കുക? ഡൈതീക്കസ്. ബൈലോബ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് വാട്ട്? ഡൈതീക്കസ്. നോക്കുക, ഇപ്പോൾ ആൻതറിൻ്റെ ഒരു ചെറിയ സ്ട്രക്ചർ ഞാനിവിടെ വരക്കുകയാണ്. ശ്രദ്ധിച്ചിരുന്നു? ഈ ഒരു സ്ട്രക്ചറിനെ ഞാനിവിടെ വരക്കുകയാണ്. ഇതാണ് ആൻതറിൻ്റെ ഒരു പോർഷൻ എന്ന് പറയുന്നത്. നോക്കുക, ഈ ആൻതറിൻ്റെ നമ്മൾ ശരിക്കും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് കംപ്ലീറ്റ് ഒരു ലോബാണ്. ദിസ് ഈസ് ദി അനദർ ലോബ്. ഈ 2 ലോബിനെയും പരസ്പരം കണക്ട് ചെയ്യുന്ന ഈ ഒരു ടിഷ്യൂവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കണക്റ്റീവ് ടിഷ്യൂ അല്ലെങ്കിൽ കണക്റ്റിംഗ് ടിഷ്യൂസ് എന്ന് പറയും. കണക്റ്റീവ് ടിഷ്യൂസ്. ഇതാണ് ഈ 2 ലോബിനെയും പരസ്പരം കണക്ട് ചെയ്യുന്ന ടിഷ്യൂ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ലോബിലും ഇതാണ് ഫസ്റ്റ് ലോബ് എന്ന് പറയുന്നത്, ഇതാണ് സെക്കൻഡ് ലോബ് എന്ന് പറയുന്നത്. ഓരോ ലോബിലും ആക്ച്വലി ഇതൊരു കോണാണ് അല്ലേ, ഇത് മറ്റൊരു കോണാണ്, ഇത് വേറൊരു കോണാണ്, ഇത് വേറൊരു കോണാണ്. എത്ര എണ്ണം ഉണ്ട്? 1 2 എണ്ണം. വിച്ച് മീൻസ് ടോട്ടലായിട്ട് ബൈലോബ്ഡ് ആണ്. 4 കോൺസ് ഉണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ആക്ച്വലി ടെട്രാഗണൽ. ഇതിനെന്ത് വിളിക്കാം? ടെട്രാഗണൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ളത്. ബൈലോബ്ഡ് ആണ്, ഡൈതീക്കസ് ആണ്, ടെട്രാഗണലാണ്. ഇനി ഇവിടുന്ന് നിങ്ങൾക്ക് എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻതറിൻ്റെ വാളിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുള്ളത്.
നോക്കുക ആന്തറിന് മെയിനായിട്ട് 4 വാൾസ് ഉള്ളത്. നമുക്ക് ഫസ്റ്റായിട്ട് എപ്പിഡെർമിസ്, ഏറ്റവും പുറമെ ആന്തറിൻ്റെ ഏറ്റവും പുറമെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു സിംഗിൾ ലെയർ ആയിട്ടുള്ള ഒരു സിംഗിൾ ലെയർ അവിടെ കാണുന്നുണ്ട്. ആ ലെയർ നമ്മൾ വിളിക്കുന്ന പേരാണ് എപ്പിഡെർമിസ്. സാധാരണ പ്രൊട്ടക്ഷനാണ് ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമതായിട്ട് വരുന്ന ആളാണ് നോക്കിക്കോ എൻഡോത്തീസിയം. സെക്കൻഡ് വൺ ഈസ് എൻഡോത്തീസിയം. ദെൻ തേർഡ് വൺ ഈസ് മിഡിൽ ലെയർ ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലാസ്റ്റ് വൺ ആണ് ടെപ്പീറ്റം എന്ന് പറയുന്നത്. ദ വെരി ഇമ്പോർട്ടൻറ്റ്, ദ ലാസ്റ്റ് വൺ ഈസ് ആക്ച്വലി നത്തിങ് ബട്ട് ടെപ്പീറ്റം. ക്ലിയർ? സോ നോക്കിക്കോ എപ്പിഡെർമിസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ദിസ് ഈസ് എ സിംഗിൾ ലെയർ, ഒറ്റ ലെയർ മാത്രമേ കാണുള്ളൂ, സിംഗിൾ ലെയർ ആണ്. സിമിലർലി എൻഡോത്തീസിയംസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ എ സിംഗിൾ ലെയർ. എന്ത് കൈൻഡ് ഓഫ് സിംഗിൾ ലെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി റേഡിയലി അറേഞ്ച്ഡ് ആയിട്ടുള്ള സെല്ലുകളാണ് ഇതിൽ വരുന്നത്. ക്ലിയർ? ഇനി അടുത്ത് മിഡിൽ ലെയേഴ്സിൽ, മിഡിൽ ലെയർ ഇറ്റ് ഈസ് നോട്ട് സിംഗിൾ ലെയർ, ഇറ്റ് ഈസ് ബേസിക്കലി 3 to 4 layers ഓഫ് പാരൻകൈമാറ്റസ് സെൽസ് ആണ്. 3 മുതൽ 4 ലെയർ ഓഫ് പാരൻകൈമാറ്റസ് സെൽസ് ആണ് മിഡിൽ ലെയേഴ്സിൽ മെയിനായിട്ട് വരുന്നത്. ഇനി നോക്കിക്കോ അവസാനത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെയർ ആണ് ടെപ്പീറ്റം. സിംഗിൾ ലെയർ ആണ്, പക്ഷേ പോളിഗണലി അറേഞ്ച്ഡ് സെൽസ് ആണ് ടെപ്പീറ്റിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാളാണ് ശരിക്ക് ഇറ്റ് ഈസ് എൻറിച്ച്ഡ് വിത്ത് ഫുഡ് മെറ്റീരിയൽസ് ആണ്. അതുകൊണ്ട് തന്നെ പോളൻ ഗ്രെയിൻസിന് ഫുഡ് കൊടുക്കുന്ന ആളെന്ന് പറയുന്നത് ടപ്പീറ്റമാണ്, വിച്ച് ഈസ് നറിഷിങ് ദ ഫുഡ് മെറ്റീരിയൽസ് ഫോർ ദി പോളൻ ഗ്രെയിൻസ്. അപ്പോൾ അതാണ് ടപ്പീറ്റത്തിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഈ 4 വാളുകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? എപ്പിഡെർമിസ് ഉണ്ട് ഫസ്റ്റ് വൺ, പിന്നെ ഏതാ എൻഡോത്തീസിയം, മൂന്നാമത്തേതാ മിഡിൽ ലെയർ. മിഡിൽ ലെയർ എത്ര ഉണ്ടെന്ന് പറഞ്ഞേ? 3 മുതൽ 4 കാണുന്നുണ്ട് മിഡിൽ ലെയർ. ഏതാ ടൈപ്പ് സെല്ല്? പാരൻകൈമാറ്റസ് സെൽസാണ്. അവസാനത്തെ ആളാണ് ആര്? ടെപ്പീറ്റം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലെയറാണ് ഇത് ടെപ്പീറ്റം എന്ന് പറയുന്നത്, ഇന്നർ മോസ്റ്റ് ആണ്. അത് മാത്രമല്ല ടെപ്പീറ്റത്തിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി നറിഷിങ്. ആരെ നറിഷ് ചെയ്യുന്നത്? പോളൻ ഗ്രെയിൻസിനെയാണ് നറിഷ് ചെയ്യുന്നത്. കാരണം പോളൻ ഗ്രൈൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് ആവശ്യമുള്ള ആളെന്ന് പറയുന്നത് ആണല്ലോ. പോളൻ ഗ്രെയിൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാ മെയിൽ ഗാമറ്റോഫൈറ്റ്. എക്സാമിന് ചോദിക്കും റൈറ്റ് അബൌട്ട് മെയിൽ ഗാമറ്റോഫൈറ്റ്, അല്ലെങ്കിൽ റൈറ്റ് ദി ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഫോർമേഷൻ ഓഫ് മെയിൽ ഗാമറ്റോഫൈറ്റ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പിള്ളേർ ഡൗട്ടിലായിരിക്കും എന്താ ഈ മെയിൽ ഗാമറ്റോഫൈറ്റ്. അപ്പോൾ മെയിൽ ഗാമറ്റോഫൈറ്റ് എന്താണുള്ളത്? ആക്ച്വലി പോളൻ ഗ്രെയിൻസ് ആണ്. വിൽ ഡിസ്കസ് അബൌട്ട് ഇറ്റ്. ക്ലിയർ അല്ലേ? അപ്പോൾ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ നമ്മൾ എന്താണ് അതിൻ്റെ വാൾസ്, എങ്ങനെ അത് കാണുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. 4 വോൾ എന്താണ് ഞാൻ വരയ്ക്കുന്നില്ല, ഒരുപാട് സമയം എടുക്കും അതിന്. എനിവേ നോക്കാം, നമ്മൾ നേരത്തെ പറഞ്ഞ ആന്തറിനെ ഞാൻ ഒന്നുകൂടി ഒന്ന് കാണിക്കാം. ആന്തർ ഞാൻ നേരത്തെ പറഞ്ഞില്ല 4 വാൾസ് ആണ് കാണുന്നത്. അതുപോലെ ഷേപ്പ് എന്ന് പറയുന്ന ടെട്രാഗണൽ ഷേപ്പാണ് ആന്തറിന് എന്ന് പറഞ്ഞിരുന്നു അല്ലേ. ടെട്രാഗണൽ ഷേപ്സ് എന്ന് പറയാനുള്ള കാരണം ശരിക്കും 4 കോണുകൾ കാണുന്നുണ്ട്. ഈ 2 ലോബിനെയും പരസ്പരം കണക്ട് ചെയ്യുന്നത് ആക്ച്വലി ആരാണ്? കണക്റ്റീവ് ടിഷ്യൂസ് ആണ് 2 ലോബിനെയും കണക്ട് ചെയ്യുന്നത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 കോണുകളിലും ദർ ഈസ് മൈക്രോസ്പൊറാഞ്ചിയംസ് ആർ പ്രസൻറ്റ്. സീ ഹിയർ, മൈക്രോസ്പൊറാഞ്ചിയംസ് ആർ പ്രസൻറ്റ്. സോ നൗ വാട്ട് ഈസ് മൈക്രോസ്പൊറാഞ്ചിയം? സ്പൊറാഞ്ചിയം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം? നമുക്കൊരു സാക്ക് ലൈക്ക് ആയിട്ടുള്ള സ്ട്രക്ചർ എന്നൊക്കെ പറയാം. സ്പൊറാഞ്ചിയം എന്ന് പറഞ്ഞാൽ എന്താണ്? സാക്ക് ലൈക്ക് ആയിട്ടുള്ള സ്ട്രക്ചർ. സ്പോർ എവിടെയാണോ കാണുന്നത്? സ്പൊറാഞ്ചിയത്തിൽ. ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ നോ? അപ്പോൾ 4 മൈക്രോസ്പൊറാഞ്ചിയംസ് ആണ് ഇവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിലോട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ സെൻറ്ററിൽ കാണുന്ന സെല്ലുകൾ എന്ന് പറയുന്നത് എന്തായിരിക്കും അറിയാം? ഹോമോജീനിയസ് ആയിട്ടുള്ള സെല്ലുകളാണ്. എന്താ ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ? ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ സെൽ വിൽ ബി ലുക്കിംഗ് സിമിലിയർ ഒരേപോലെ കാണുന്ന സെല്ലുകളാണ് ഇതിൻ്റെയൊക്കെ സെൻറ്ററിൽ കാണുന്നത്. ഇവിടെയൊക്കെ സെൻറ്ററിൽ കാണുന്ന സിമിലർ ടൈപ്പ് ഓഫ് സെല്ലാണ് ഹോമോജീനിയസ് സെല്ലുകളാണ്. അപ്പോൾ ആ ഹോമോജീനിയസ് സെല്ലുകളാണ് ശരിക്കും നമ്മളതിന് വിളിക്കുന്ന പേരാണ് സ്പോറോജീനസ് ടിഷ്യൂസ്. എന്താ വിളിക്കുന്നത്? സ്പോറോജീനസ് ടിഷ്യൂസ്. ഈവൻ നമ്മൾ ടിഷ്യൂ എന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണം എന്താ? ഒന്നൊന്നല്ല, ഒരുപാട് സെല്ലുകളുണ്ട്, ഒരുപാട് സിമിലർ ആയിട്ടുള്ള സെല്ലുകളുണ്ട്. അതുകൊണ്ടാണ് സ്പോറോജീനസ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. നമുക്ക് കുറച്ചൊക്കെ കഴിഞ്ഞ് ഗ്രോത്തിൻ്റെ സമയത്ത് ഗ്രോത്ത് കണ്ടിന്യൂ ചെയ്യുന്നതനുസരിച്ച് അല്ലെങ്കിൽ ആന്തർ മെച്ചുറേഷൻ നടക്കുന്നതിനനുസരിച്ചിട്ട് ഈ സ്പോറോജീനസ് സെല്ലുകൾ ഇറ്റ് ഈസ് ബിക്കം ആക്ടിങ് ആസ് മൈക്രോസ്പോർ മദർ സെൽ. നോക്കുക, മൈക്രോസ്പോർ മദർ സെല്ലിനെ ഞാൻ എന്ത് ലെറ്റർ കൊണ്ടാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്? സ്മോൾ MMMC, നോട്ട് ക്യാപിറ്റൽ MMMC. ഓക്കെ, ക്യാപിറ്റലാണ് ഇത് അത് മെഗാസ്പോർ മദർ സെല്ലായിട്ട് മാറി. അപ്പോൾ മൈക്രോസ്പോർ മദർ സെൽസ് ആണ് സ്മോൾ MMMC എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത്, സ്പോറോജീനസ് ടിഷ്യൂസ് എന്ന് പറയുന്നത് ഇതിൻ്റെ സെൻറ്ററിൽ കാണുന്ന സെല്ലുകളാണ്. അപ്പോൾ അതിൻ്റെ പ്ലോയിഡ് എന്തായിരിക്കും? N ആണോ 2N ആണോ 3N ആണോ? ഡെഫിനറ്റ്ലി എന്തായിരിക്കും? എന്താ ശരിക്കും? N ആണോ 2N ആണോ? 2N ആണ് ശരിക്കും പ്ലോയിഡ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? 2N ആണ് പ്ലോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ മൈക്രോസ്പോർ മദർ സെൽസിൻ്റെ പ്ലോയിഡ് എന്ന് പറയുന്നത് നത്തിങ് ബട്ട് എന്താണ്? 2N ആണ് മൈക്രോസ്പോർ മദർ സെൽസിൻ്റെ. ഇവിടെ ഒരുപാട് സ്പോറോജീനസ് സെല്ലുകളുണ്ട്, ഇവിടെ ഒരുപാട് സ്പോറോജീനസ് സെല്ലുകളുണ്ട്, ഇവിടെയും ഒരുപാട് സ്പോറോജീനസ് സെല്ലുകളുണ്ട്, ഇവിടെയുണ്ട്. വിച്ച് മീൻസ് ഇവിടെ ഒരുപാട് മൈക്രോസ്പോർ മദർ സെല്ലുകൾ ഓരോന്നിലും. അപ്പോൾ ഇഷ്ടംമാതിരി മൈക്രോസ്പോർ മദർ സെല്ലുകളാണ് ഇവിടെ കാണുന്നത്. ഓക്കെ അല്ലേ? ഇനിയാണ് ഈ ചാപ്റ്ററിൽ
നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന പ്രധാനമായിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ടേം എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ അബൌട്ട് അല്ലെങ്കിൽ ഇലാബറേറ്റ് അബൌട്ട് മൈക്രോസ്പോറോജെനസിസ് എന്ന് പറയും അല്ലേ. ഇപ്പോൾ ഡെഫിനിഷൻ വൈസ് ആദ്യം നിങ്ങൾ കൊടുക്കേണ്ടത് ഡെഫിനിഷനാണ്. എന്താ മൈക്രോസ്പോറോജെനസിസ് എന്ന് പറയുന്നത്? ജെനസിസ് എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ ആണല്ലോ. എന്തിൻ്റെ ഫോർമേഷൻ? മൈക്രോസ്പോറോജെനസിസ്. വാട്ട് ഈസ് ഇറ്റ്? The process of formation of microspores from microspore mother cell. Very easy, right? അല്ലേ, വെരി ഈസി. കാരണം എന്താ, നമ്മൾ പഠിക്കുന്ന ടേം മൈക്രോസ്പോർ മദർ സെൽ. മദറിൽ നിന്നിട്ടാണല്ലോ സ്പോർ ഉണ്ടാകുന്നത്, അതാണ് ആ ടേം. ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മൈക്രോസ്പോർസ് ഫ്രോം മൈക്രോസ്പോർ മദർ സെൽ ഈസ് നോൺ ആസ് വാട്ട്? മൈക്രോസ്പോറോജെനസിസ്. ശ്രദ്ധിച്ചിരുന്നാൽ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ സ്പോറോജീനസ് സെല്ല് അല്ലെങ്കിൽ ഒരു മൈക്രോസ്പോറോ മദർ സെൽ സ്മോൾ MMCനോടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആ കാര്യം നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഒരു സെല്ല് ഇവിടെ നോക്കാം, നമ്മൾ അതിനെ ഒന്ന് റെപ്രസെൻ്റ് ചെയ്ത് നോക്കാം. 2n ആണ്. ഈ 2n ആയിട്ടുള്ള സെല്ലുകൾ ശരിക്കും ഇറ്റ് അണ്ടർഗോ എ പ്രോസസ് ഓഫ് മിയോസിസ്. ലാസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ച എന്താ മൈറ്റോസിസ് ആൻഡ് മിയോസിസിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. വി നോ ദാറ്റ് ആക്ച്വലി മൈറ്റോസിസ് ഇസ് ആക്ച്വലി എന്താണ്? ഇക്വേഷണലാണോ റിഡക്ഷണലാണോ? മൈറ്റോസിസ് എന്ന് പറയുന്നത് എന്താണ്? ഇക്വേഷണലാണ്. മിയോസിസ് എന്ന് പറയുന്നത് റിഡക്ഷണൽ ഡിവിഷൻ ആണ് അല്ലേ. ഈ മിയോസിസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ശരിക്കും സെൽ സൈക്കിൾ ആൻഡ് ഡിവിഷൻസിൽ. മിയോസിസ് നടക്കുന്നത് 2 സ്റ്റെപ്പ് വഴിയാണ്. ഏതൊക്കെയായിരുന്നു? ഒന്ന് മിയോസിസ് 1, മറ്റൊന്നെന്താ മിയോസിസ് 2 എന്ന് പറയുന്നത്. അതിൽ മിയോസിസ് 1 ആണ് റിഡക്ഷണൽ ഡിവിഷൻ, മിയോസിസ് 2 എന്ന് പറയുന്നത് ഈക്വൽ ടു മൈറ്റോസിസ്, ദാറ്റ് ഈസ് എന്താണ്? ഇക്വേഷണൽ ഡിവിഷനാണ്. അപ്പോൾ ആ വഴി നമ്മൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കാം. ഒരു മൈക്രോസ്പോർ മദർ സെല്ല് ഇറ്റ് അണ്ടർഗോസ് മിയോസിസ് 1. മിയോസിസ് 1 റിഡക്ഷണൽ ഡിവിഷൻ ആണല്ലോ. അപ്പോൾ ഇയാൾ നോക്കിക്കോ 2 സെല്ലായിട്ട് മാറും. ഇയാളുടെ പ്ലോയിഡി ഡിപ്ലോയിഡി ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ 2n ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് പുതിയ ഫോം ചെയ്യുന്ന സെല്ലുകളുടെ റിഡക്ഷൻ ഡിവിഷൻ ആണെങ്കിൽ പുതിയ ഫോം ചെയ്യുന്ന സെല്ലുകൾ എന്തായിരിക്കും? ഹാപ്ലോയിഡ് ആയിരിക്കും അല്ലേ? യെസ്, ഓഫ് കോഴ്സ് ഹാപ്ലോയിഡ് ആണ്. യു ക്യാൻ സീ ഹിയർ ഇറ്റ് ഈസ് ഹാപ്ലോയിഡ് ആണ്. ഇനി രണ്ടാമത്തെ പ്രോസസ്സോ മിയോസിസ് 1 കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഫോളോഡ് ബൈ നോ ഡൗട്ട് മിയോസിസ് 2, റൈറ്റ്? യെസ്. ഇപ്പോൾ മിയോസിസ് 2 ആണ് അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ മിയോസിസ് 2 നടന്നു കഴിഞ്ഞാൽ ഓരോ സെല്ലുകളും വിൽ ബി ഡിവൈഡഡ് ഇൻ ടു അഗെയിൻ ന്യൂ 2 സെൽസ്. പുതിയ 2 സെല്ലുകളായിട്ട് മാറും. ഈ സെല്ല് നോക്കിക്കോ, പ്ലോയിഡ് ഈക്വൽ ടു എന്താണ്? ഇക്വേഷൻ ഡിവിഷൻ ആണ്. അപ്പോൾ ഇതിൻ്റെ പ്ലോയിഡ് എന്താ? n. ഇതിൻ്റെ പ്ലോയിഡിയോ അഗെയിൻ n. ദിസ് ഈസ് ഓൾസോ ഹാപ്ലോയിഡ്. So this is what is it? After microsporogenesis, we are getting 1, 2, 3, 4. How many are there? 4 എണ്ണം. ഇത്രയുണ്ട്, 4 മൈക്രോസ്പോർസ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈക്രോസ്പോറോജെനസിസ് നടന്നു കഴിഞ്ഞാൽ ഒരു സിംഗിൾ മൈക്രോസ്പോറോ മദർ സെല്ലിൽ നിന്നിട്ട് അല്ലെങ്കിൽ ഒരു പോളൻ മദർ സെല്ലിൽ നിന്നിട്ട് നമുക്ക് 4 മൈക്രോസ്പോറുകൾ കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും 4 എന്ത് കിട്ടുന്നുണ്ട്? പോളൻ ഗ്രെയിൻസുകൾ കിട്ടുന്നുണ്ട്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അടുത്ത കാര്യം എന്ന് പറയുന്നത് പ്ലോയിഡി ആണ്. എന്താ പ്ലോയിഡി? ഹാപ്ലോയിഡ്. ഇവിടെ എന്താ പ്ലോയിഡി? ഡിപ്ലോയിഡ്. ക്ലിയർ നോ? സോ ദിസ് ഇസ് ഇറ്റ്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു മൈക്രോസ്പോറിനെ കുറിച്ചിട്ടാണ്, അതിൻ്റെ ലെയറുകളെ കുറിച്ചിട്ടാണ്. ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നാണ് ശരിക്കും സാധാരണ എക്സാമിന് ചോദിക്കുന്നത് മൈക്രോസ്പോറോജെനസിസ് എന്താണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഇലാബറേറ്റ് ചെയ്യാനൊരു ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. യു ക്യാൻ എക്സ്പെക്ട് മാക്സിമം ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ അതിന് വളരെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും ഈ ഒരു കൺസെപ്റ്റ് വളരെ ക്ലിയർ ആയി കഴിഞ്ഞാൽ. ക്ലിയർ അല്ലേ? അടുത്ത് ഇനി നമ്മളിത് നോക്കാൻ പോകുന്നത് ഇതൊരു ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ കൂടിയാണ്. ഈ മൈക്രോസ്പോറിൻ്റെ ലെയറുകൾ അല്ലെങ്കിൽ അതിൻ്റെ വാളുകൾ നമുക്ക് സാധാരണ ക്വസ്റ്റ്യൻ വരുന്ന ഏരിയയാണ്. നോക്കിക്കോ, ഞാൻ നേരത്തെ എടുത്ത ആ ഒരു മൈക്രോസ്പോറിന് 4 ഉണ്ടായിരുന്നു, ഒരാളെ മാത്രം ഞാൻ അങ്ങ് കൺസിഡർ ചെയ്തു അല്ലേ. നമുക്കറിയാം ഇയാളുടെ സെൻറ്ററിലുള്ളത് എന്താണ്? ഹാപ്ലോയിഡ് ആണ് അല്ലേ. n ആണ്, നോട്ട് 2n, n ആണ്, ഹാപ്ലോയിഡ് ആണ്. ഈ ഹാപ്ലോയിഡ് ആയിട്ടുള്ള ആളുടെ ഡെഫിനറ്റ് ആയിട്ട് ഇതെന്ന് പറയുന്നത് എന്താണ്? സെല്ലിൻ്റെ പ്ലാസ്മ മെംബ്രെയിൻ ആണ്. അപ്പോൾ ഈ പ്ലാസ്മ മെംബ്രെയിൻ ജസ്റ്റ് പുറത്തായിട്ട് നോക്കിക്കോ ഒരു ലെയർ ഉണ്ടായിരിക്കും. ദിസ് ഇസ് ദി ഇന്നർ വാൾ എന്ന് പറയുന്നത്. ഇതാണ് ഇന്നർ വാൾ. ഈ ഇന്നർ വാളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻറ്റൈൻ. എന്താണ്? ഇൻറ്റൈൻ. ഇനി ഇൻറ്റൈൻ്റെ പുറത്തായിട്ട് ദർ ഇസ് എൻ ഔട്ടർ വാൾ. ഔട്ടർ വാളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ഡിസ്കണ്ടിന്യൂസ് വാളാണ്. കണ്ടിന്യൂസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോ, ഇറ്റ് ഇസ് നോട്ട് കണ്ടിന്യൂസ്. ഒരു ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ഔട്ടർ വാൾസ്. എന്താ ഡിസ്കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ? ശ്രദ്ധിച്ചോ, ഇവിടെ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. ഇതിൻ്റെ ഇടയിലായിട്ട് എന്തുണ്ട്? ഇവിടെ സ്പേസുകളുണ്ട്. അപ്പോൾ ഇതൊരു ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള വാൾസ് യു ക്യാൻ സീ ഹിയർ. ക്യാൻ യു സീ ദിസ്? യാ. അപ്പോൾ ദിസ് ഈസ് ഓൾ അബൌട്ട് ഒരു മൈക്രോസ്പോറിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു നമ്മൾ അതിൻ്റെ ഒരു പോളൻ ഗ്രെയിൻസിനെ കുറിച്ച് എടുക്കുന്ന ഒരു ഫിഗറാണിത്. നോക്കിക്കോ, അപ്പോൾ ഇതിൽ ഇന്നർ വാളിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നർ വാൾ ഇസ് നത്തിങ് ബട്ട് എന്താണ്? ഇൻറ്റൈൻ. ഇന്നർ വാൾ ഇസ് നോൺ ആസ് വാട്ട്? ഇൻറ്റൈൻ. ഇതിൻ്റെ പുറത്തുള്ള വാളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? എക്സൈൻ. ദ ഔട്ടർ വാൾ ഇസ് നോൺ ആസ് നത്തിങ് ബട്ട് എക്സൈൻ. ഇനി ക്വസ്റ്റനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 1 മാർക്ക് ക്വസ്റ്റൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു 2 മാർക്ക് ക്വസ്റ്റൻ ആയിട്ട് വരുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ദ ഇൻറ്റൈൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ്. എന്തുകൊണ്ടാണ് ഇൻറ്റൈൻ ഉണ്ടാക്കിയിരിക്കുന്നത്? അത് ഇമ്പോർട്ടൻ്റ്.
നോക്കുക, ഇൻറ്റൈൻ ഈസ് മേഡ് അപ്പ് ഓഫ് നത്തിങ് ബട്ട് സെല്ലുലോസ് പ്ലസ് പെക്റ്റിൻ. കമ്പാരിറ്റീവ്ലി തിന്നർ ആയിട്ടുള്ള ഒരു ലെയറാണ് സെല്ലുലോസ് പ്ലസ് പെക്റ്റിൻ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ എക്സൈൻ എന്ന് പറയുന്ന പുറത്ത് കാണുന്ന ലെയർ ഇറ്റ് ഇസ് മേഡ് അപ്പ് ഓഫ് എ വെരി ഇമ്പോർട്ടൻറ്റ് സബ്സ്റ്റൻസ്. അത് നിങ്ങൾക്ക് എക്സാമിന് കംപ്ലീറ്റ് മസ്റ്റായിട്ട് ചോദിക്കുന്ന ഒരു സാധനമാണ്. എന്താണ്? സ്പോറോപൊളിനിൻ. വാട്ട് ഇസ് ഇറ്റ്? സ്പോറോപൊളിനിൻ എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടാണ്. ഇറ്റ് ഈസ് മോസ്റ്റ് ഹാർഡസ്റ്റ്, അല്ലെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് മോസ്റ്റ് റെസിസ്റ്റൻറ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ പ്രസൻറ്റ് ഓൺ ദി ലിവിങ് വേൾഡ് ആക്ച്വലി. അപ്പോൾ സാധാരണ നിങ്ങൾ നോക്കിക്കോ, ഇപ്പോൾ ഒരു എക്സാമിന് ഒരു ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കാറുണ്ട്, കുറച്ചൊരു ട്വിസ്റ്റായിട്ട് ചോദിക്കും. ഇപ്പോൾ വളരെ മുമ്പുള്ള പോളൻ ഗ്രെയിൻസുകൾ ആർക്കിയോളജിക്കൽ സ്റ്റഡീസിൽ നമ്മൾ പറയല്ലേ, ആർക്കിയോളജിക്കൽ സ്റ്റഡീസിൽ ഇവരെന്ത് ചെയ്യും, ഇത് ഇത്ര വർഷം മുമ്പ് ഉണ്ടായതായിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് വർഷം 10,000 വർഷം മുമ്പുള്ളതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഇതിൻ്റെ നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പോളൻ ഗ്രെയിൻസ് അത്രയും വർഷം എക്സിസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിക്കോസ് ദി എക്സൈൻ ഈസ് ആക്ച്വലി മേഡ് അപ്പ് ഓഫ് സ്പോറോപൊളിനിൻ. ദി സ്പോറോപൊളിനിൻ ഇസ് നത്തിങ് ബട്ട് ഇറ്റ് ഇസ് ദ മോസ്റ്റ് റെസിസ്റ്റൻറ്റ് സബ്സ്റ്റൻസ് ഇൻ ദ ലിവിങ് വേൾഡ്. ലിവിങ് വേൾഡിൽ വളരെ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് സ്പോറോപൊളിനിൻ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ഇതാണ് ഇയാളുടെ സൈറ്റോപ്ലാസം ആണല്ലോ. ഇവിടെ നോക്കിക്കോ, ഒരു മൈറ്റോസിസ് നടക്കും. മൈറ്റോസിസ് നടന്നു കഴിഞ്ഞാൽ ഈ സെല്ല് രണ്ടായിട്ട് മാറും. അതിൽ ഏറ്റവും വലിയ സെല്ല് നോക്കി 2 സെല്ലായിട്ട് മാറും. ഒന്നെന്ന് പറയുന്നത് ഒരു ചെറിയ സെല്ല്, ആക്ച്വലി ആ സെല്ലിനെ നമുക്ക് ദി സെൽ ഈസ് ആക്ച്വലി ഫ്ലോട്ടിങ് ഇൻ ദി ലാർജസ്റ്റ് സെൽ എന്ന് പറയുന്നത്. ഈ ലാർജസ്റ്റ് സെല്ല് നോക്കിക്കോ, രണ്ടായിട്ട് മാറും എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് രണ്ടായിട്ട് മാറും, സെല്ല് രണ്ടായിട്ട് മാറും. അതാണല്ലോ കാരിയോകൈനസിസ് ആൻഡ് സൈറ്റോകൈനസിസ്. അപ്പോൾ ഈ ലാർജസ്റ്റ് സെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്ച്വലി വെജിറ്റേറ്റീവ് സെല്ല്. ലാർജസ്റ്റ് സെല്ല് ആരാ മക്കളെ? ലാർജസ്റ്റ് സെൽ എന്ന് പറയുന്നത് ആരാ? ശരിക്കും വെജിറ്റേറ്റീവ് സെല്ലാണ് ലാർജസ്റ്റ് സെൽ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. ഇനി സ്മോളസ്റ്റ് സെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജനറേറ്റീവ് സെല്ല്. ഈ ചെറിയ സെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജനറേറ്റീവ് സെല്ല് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി ഇപ്പോൾ ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പോളൻ ഗ്രെയിൻ കാണുന്നത് എത്ര സെല്ല് സ്റ്റേജ് ആയിട്ടാണ് കാണുന്നത്? ഒന്ന് നോക്കി നോക്കിയേ. ഒരു സെല്ലുണ്ട്. ഏതാ സെല്ല്? വെജിറ്റേറ്റീവ് സെല്ല് അല്ലേ? വെജിറ്റേറ്റീവ് സെല്ല്. ഇത് ഏതാ സെല്ല്? എങ്ങനെ കാണുന്നത്? ലാർജസ്റ്റ് സെല്ലാണ്. രണ്ടാമത്തെ സെല്ല് എന്ന് പറയുന്നത് ജനറേറ്റീവ് സെല്ലാണ്. അപ്പോൾ ഇതൊക്കെ ശരിക്കും എന്നാണ്? ഹാപ്ലോയിഡ് ആണ്. ജനറേറ്റീവ് സെല്ലും നോക്കി നമ്മളിവിടെ നോക്കിയാൽ കാണാവുന്നതാണ്. അപ്പം ബേസിക്കലി ഈ ഒരു കണ്ടീഷൻ നമുക്ക് പറയാം 2 സെൽഡ് സ്റ്റേജ് ആണ് അല്ലേ? പോളൻ ഗ്രെയിൻസ് ഇൻ 2 സെൽഡ് സ്റ്റേജ് എന്ന് പറയും. സാധാരണ പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്യുന്ന സമയത്ത് 60% പ്ലാന്റുകളിലും 60% ഓഫ് ആൻജിയോസ്പേംസിലും പോളൻ ഗ്രെയിൻസ് ആർ റിലീസിങ് ഇൻ 2 സെൽഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരു 60% പ്ലാന്റുകളിലും ഈ പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സെൽഡ് കണ്ടീഷൻസിലായിട്ടാണ് റിലീസ് ചെയ്യുന്നത്. ക്ലിയർ? യു ഗോട്ട് ഇറ്റ്? യെസ്. ഈ ബാക്കിയുള്ള ആൾക്കാരിലോ അല്ലേ, ഒരു 40% ആൾക്കാർ പിന്നെ ഉണ്ടല്ലോ. ആ 40% ആൾക്കാരിൽ നോക്കിക്കോ, ഒരു വെജിറ്റേറ്റീവ് സെൽ ഓൾറെഡി ഉണ്ട്, ജനറേറ്റീവ് സെല്ലുണ്ട്. ഇതിനാണ് 2 സെൽഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരിൽ എന്ത് സംഭവിക്കുന്നത് ശ്രദ്ധിച്ചിരുന്നു? ഈ കാണുന്ന ജനറേറ്റീവ് സെല്ല് അണ്ടർഗോസ് മൈറ്റോട്ടിക് ഡിവിഷൻ. ജനറേറ്റീവ് സെല്ല് മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കും. മൈറ്റോട്ടിക് ഡിവിഷൻ നടന്ന എന്ത് സംഭവിക്കും? ഇപ്പോൾ ആദ്യത്തെ പോലെ 2 എണ്ണമാണല്ലേ, 2 എണ്ണമല്ല, മാറി. കാരണം എന്താ? ഈ സെല്ല് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പുതിയൊരു സെല്ലായി മാറി. ക്ലിയർ അല്ലേ? ഇത് വേറൊരു സെല്ലായി മാറി. ഇപ്പോൾ ടോട്ടൽ എത്ര സെല്ലായി? 3 സെൽഡ് കണ്ടീഷൻസ് ആയി അല്ലേ? ഏതൊക്കെയാണ് ഇനി പുതിയ 2 സെല്ല്? ഇനി അതിനെ ജനറേറ്റീവ് സെൽ എന്ന് വിളിക്കാൻ പറ്റില്ല. ഏതായി പുതിയ 2 സെല്ല്? ഈ പുതിയ 2 സെല്ലാണ് ആക്ച്വലി എന്ത്? മെയിൽ ഗാമേറ്റ്. എന്താ മക്കളെ? മെയിൽ ഗാമേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ഇറ്റ്? യെസ്. അപ്പോൾ നോക്കുക, 60% പ്ലാന്റുകളുടെ കേസിലും 2 സെൽഡ് കണ്ടീഷൻസിലാണ് പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നത്? ഡെയ്സൻസ് നടക്കുന്നത്, അല്ലെങ്കിൽ പുള്ളിക്കാരൻ റിലീസ് ചെയ്യുന്നത് പോളൻ ഗ്രെയിൻസ്. ബാക്കിയുള്ള 40% ആൾക്കാരിൽ ഈ ജനറേറ്റീവ് സെല്ല് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് മെയിൽ ഗാമേറ്റ് ആയിട്ട് മാറുന്നത് എന്ന് പറഞ്ഞാൽ 2 മെയിൽ ഗാമേറ്റ്സ് അവിടെ പ്രസൻ്റ് ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് 3 സെൽഡ് കണ്ടീഷൻസിലാണ് ബാക്കിയുള്ള 40 ആൾക്കാരുടെ അടുത്തുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. ഓക്കെ. അപ്പോൾ ഇത്രയും ഒരു കാര്യങ്ങളാണ് നമുക്ക് മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നോക്കിക്കോ, ഫീമെയിൽ ഓക്കെ ഒരു ക്ലാസ് ഉണ്ടോ?
പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ചടങ്ങിനിടയിൽ നമ്മൾക്കൊരു അതിഥി എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മൾക്ക് ഏവർക്കും അറിയാം, MSFകാർക്കൊക്കെ എന്നും പ്രചോദനമായി വിദ്യാർത്ഥി സൗഹൃദങ്ങൾ എന്നും കോർത്തിണക്കി പോകുന്ന മുസ്ലിം ലീഗിൻ്റെ ഞങ്ങളുടെ MSF എന്ന വിദ്യാർത്ഥി സംഘടനയുടെ ജില്ലയുടെ ഞങ്ങളുടെ നിരീക്ഷകൻ പ്രിയപ്പെട്ട KM ഗഫൂർ സാഹിബ് എഴുത്തുകാരനാണ്, ചിന്തകനാണ്. സർവോപരി എല്ലാ വിഷയങ്ങളിലും ദീർഘവീക്ഷണമുള്ള, സമൂഹത്തെ, വിദ്യാർത്ഥി തലമുറയെ എങ്ങനെ കൃത്യമായി നേർവഴിയിലേക്ക് കൊണ്ടുപോകാമെന്നുള്ള കൃത്യമായി ഞങ്ങളെ കാഴ്ചപ്പാടോടുകൂടി നയിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട നിരീക്ഷകൻ, പ്രിയപ്പെട്ട ജില്ലാ മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി KM ഗഫൂർ സാഹിബ് ഇന്ന് അതിഥിയായി നമ്മോടൊപ്പം എത്തിയിരിക്കുകയാണ്. അദ്ദേഹം നിങ്ങളുമായി കുറച്ച് സമയം സംവദിക്കും. അതിനുവേണ്ടി മലപ്പുറം ജില്ലാ MSF കമ്മിറ്റിക്ക് വേണ്ടി ആദരപൂർവ്വം KM ഗഫൂർ സാഹിബിനെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, മലപ്പുറം ജില്ലാ MSFൻ്റെ കമ്മിറ്റി ഇങ്ങനെ ഒരു കോവിഡ് കാലത്ത് ഒരു ഓൺലൈൻ ക്ലാസ് സംഘടിപ്പിക്കുന്നത് ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കലാണ്. കോവിഡ് കാലം എന്ന് പറയുന്നത് മനുഷ്യൻ ഹൃദയം കൊണ്ട് അടുത്ത് നിൽക്കുകയും ശരീരം കൊണ്ട് അകന്നു നിൽക്കുകയും ചെയ്യേണ്ട സമയമാണ്. നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്നാണ് ഇതിനെ സംബന്ധിച്ച് പറയുന്നത്. സോഷ്യൽ ഡിസ്റ്റൻസിങ് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും അവനവനിലേക്ക് ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട്. വിദ്യാർത്ഥികൾക്കിടയിൽ, പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്കിടയിലൊക്കെ ഒറ്റപ്പെട്ട് നിൽക്കുക എന്ന് പറയുന്നത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ലോകത്ത് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. മാത്രമല്ല, വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ആശങ്കകളും കുട്ടികൾക്കിടയിലുണ്ട്. ഞങ്ങളെങ്ങനെയാണ്, ഞങ്ങളുടെ കോഴ്സുകൾ എങ്ങനെയാണ് പോവുക, ഞങ്ങളുടെ ഉപരിപഠനം ഏത് രീതിയിലാണ് പോവുക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കുട്ടികൾ അനുഭവിക്കുന്നുണ്ട്. ഈ സമയത്ത് രക്ഷിതാക്കൾ ചില ജാഗ്രതകൾ പാലിക്കേണ്ടതുണ്ട്. വിദ്യാർത്ഥികൾ തന്നെ അവരുടെ ഈ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ മറ്റുള്ളവരുമായി പങ്കുവെക്കേണ്ടതുണ്ട്. അവരുടെ സബ്ജക്റ്റുകൾ പഠിച്ചു പോകേണ്ടതുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാവുന്ന ഒരു സമയം കൂടിയാണിത്. നമ്മൾ വീട്ടിനകത്തേക്ക് സ്റ്റേ അറ്റ് ഹോം എന്നാണ് ഇതിനെ സംബന്ധിച്ച്, സ്റ്റഡി അറ്റ് ഹോം എന്നാണ് MSFൻ്റെ ഇതിൻ്റെ ഒരു മോട്ടോ തന്നെ. നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ പിന്നെ പഠിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് MSF ഇങ്ങനെ വളരെ എക്സ്പേർട്ടായിട്ടുള്ള നല്ല കഴിവുള്ള അധ്യാപകരെ വിളിച്ചു കൊണ്ടുവന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നത്. ഒരു ക്ലാസ് റൂം നിങ്ങളുടെ വീട്ടിനകത്തുണ്ടാവുകയാണ്. ലോകത്തിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നതിന് ശേഷം പിന്നെ പഠനങ്ങളൊക്കെ അങ്ങനെ ആയി മാറുകയും ചെയ്യുകയാണ്. ഈ സമയത്ത് ഇത്തരമൊരു പദ്ധതി MSFൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായതിൽ അവരെ അഭിനന്ദിക്കുകയാണ്. വിദ്യാർത്ഥികൾ അവരുടെ കാഴ്ചപ്പാടുകളെ കൂടുതൽ വലിയ ക്യാൻവാസിലേക്ക് മാറ്റേണ്ട ഒരു സമയം കൂടിയാണിത്. അവരുടെ വായനയെ വർദ്ധിപ്പിക്കേണ്ട സമയമാണ്. ഒരുപാട് സമയം വെറുതെ കിട്ടുന്ന ഒരു കാലത്താണ് നമ്മൾ ഇരിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം കുട്ടികൾക്ക് ഉണ്ടാവണമെന്നാണ് കുട്ടികളോട് എനിക്ക് ഈ സമയത്ത് ഇതിനിടയിൽ, നിങ്ങളുടെ ഈ ബോട്ടണി ക്ലാസ്സിനിടയിൽ വന്നുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത്. വിദ്യാർത്ഥി എന്ന് പറയുന്നത്, വിദ്യാർത്ഥിത്വം എന്ന് പറയുന്നത് അപൂർവമായി കിട്ടുന്ന ജീവിതത്തിലെ ഒരു നല്ല അവസരമാണ്. ആ അവസരത്തെ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ വളർച്ചയെ തീരുമാനിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. ഈ ഓരോ ഘട്ടവും കഴിഞ്ഞു പോകുമ്പോഴാണ് അതിലേക്ക് തിരിച്ചു പോകാനുള്ള ആഗ്രഹങ്ങൾ നമുക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്നത്. 10ാം ക്ലാസ് കഴിയുമ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് +2 എപ്പോഴാണ് എത്തുക എന്നാണ് നമ്മളുടെ മനസ്സിൽ ആകാംക്ഷ ഉണ്ടാവുക. പക്ഷേ +2 10ാം ക്ലാസ്സിനെ കുറിച്ചാണ് നമ്മളുടെ ഗൃഹാതുരത വളർന്നു വരിക. കോളേജിലെത്തുമ്പോൾ +2 ഗൃഹാതുരത വളർന്നു വരും. ഇതൊക്കെ കഴിഞ്ഞ്, പഠനമൊക്കെ കഴിഞ്ഞ് കോളേജിൽ നിന്നൊക്കെ തിരിച്ചു പോയതിന് ശേഷം പിന്നെ നമ്മൾ എന്നാണ് ആ പഴയ ക്യാമ്പസ് കാലത്തിലേക്ക് പോവുക എന്നുള്ള പിന്നെ നമ്മളുടെ മനസ്സിൽ ഞങ്ങൾക്കൊക്കെ തോന്നുന്ന, ഞങ്ങളുടെയൊക്കെ ഒരു ഇഷ്ടകാലമായിട്ട് ക്യാമ്പസ് കാലത്തെയാണ് ഞങ്ങൾ മനസ്സിൽ പിന്നെ വിചാരിക്കുന്ന ഒന്ന്. അപ്പോൾ ജീവിച്ചിരിക്കുന്ന സമയത്ത്
പിന്നെ ഓരോ നിമിഷവും ആസ്വദിച്ചുകൊണ്ട് പോകാനാണ് വിദ്യാർത്ഥികൾ ശ്രമിക്കേണ്ടത്. കോവിഡ് കാലത്തെയും അങ്ങനെ മാറ്റാൻ കഴിയുമോ എന്നാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യം തീരുമാനിക്കുന്നത് ഒരു സമൂഹമാണ് എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ അറിവിന് വേണ്ടിയാണ്, പരീക്ഷ എഴുതാൻ വേണ്ടിയല്ല നിങ്ങൾ വിദ്യാഭ്യാസത്തിലേക്ക് വന്നത് എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. അറിവാണ് പ്രധാനം. ഈ പ്രായോഗികമായി മനുഷ്യനും സമൂഹത്തിനും ഉപകാരപ്രദമല്ലാത്ത ഒരറിവ് കൊണ്ടും ഒരു കാര്യമില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ പഠിക്കേണ്ടതൊക്കെ ആ രീതിയിലാണ്. ഇപ്പം നിങ്ങൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ബോട്ടണിയുടെ അധ്യാപകൻ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത് ഞാനിങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് അത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, മനുഷ്യൻ അവൻ്റെ ഏറ്റവും ആദ്യ കാലഘട്ടത്തിൽ അവൻ്റെ മനസ്സിൽ തോന്നിയ ആദ്യത്തെ അവൻ്റെ വിഷയം ബോട്ടണി ആയിരിക്കുമോ എന്ന് ഞാനിപ്പോൾ അങ്ങനെ ചിന്തിക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ ആദ്യത്തെ ചിന്ത ബോട്ടണി ആയിരിക്കുമോ എന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ട്. അതായത് ഈ പ്രകൃതിയെക്കുറിച്ചുള്ള പഠനം, സസ്യങ്ങളെക്കുറിച്ചുള്ള പഠനം എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ആ പഠനം എന്ന് പറയുന്നത് മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ കൂടിയാണ്. പണ്ടത്തെ കാലത്തൊക്കെ എല്ലാ കുട്ടികൾക്കും ഒരു അവനവൻ്റെ ചുറ്റുപാടിലെ 10ഓ 20ഓ സസ്യവിഭാഗങ്ങളെക്കുറിച്ചൊരു ധാരണയുണ്ടായിരുന്നു. എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇത് മുല്ലയാണ്, ഇത് തുളസിയാണ്, പിന്നെ ഇത് അരൂതയാണ്, ഇതിൽ ഔഷധമുണ്ട്, ഇതിൽ ഔഷധമില്ല, ഇത് വിഷമാണ് എന്നൊക്കെ കുട്ടികൾക്ക് പിന്നെ അറിയാമായിരുന്നു. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് സസ്യത്തെക്കുറിച്ച് അറിയുകയും ചുറ്റുപാടുകളെ സസ്യത്തെക്കുറിച്ച് അറിയാതിരിക്കുകയും ചെയ്യുന്ന ഒരു തലമുറയായി നമ്മളുടെ കുട്ടികൾ മാറുന്നുണ്ടോ എന്നുള്ളത് പിന്നെ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് ചുറ്റുപാടിലേക്ക് നോക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ അറിവ് എന്ന് പറയുന്നത് അവനവൻ്റെ ചുറ്റുപാടുകളെക്കുറിച്ചുള്ള അറിവാണ്. രക്ഷിതാക്കൾ കുട്ടികൾക്ക് ഇത്തരം ഓൺലൈൻ ക്ലാസ്സുകളിൽ അവർ അറ്റൻഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവർക്ക് ഗുണപ്രദമായ രീതിയിൽ അവരുടെ പിന്നെ താല്പര്യങ്ങളെ കണ്ടെത്തിക്കൊണ്ടുള്ള ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് അതുതന്നെയാണ്. ഒരു സമൂഹത്തിന് എന്താണോ ആവശ്യം അതാണ് ആ സമൂഹത്തിലെ വിദ്യാർത്ഥിയുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഡോക്ടറാവുക എന്നുള്ളതും എല്ലാവരും എൻജിനീയർ ആവുക എന്നുള്ളതും എല്ലാവരും ഒരു തൊഴിൽ നേടുക എന്നുള്ളതിനും അപ്പുറത്ത് ഒരു സമൂഹത്തിൻ്റെ ആവശ്യത്തെയാണ് ആ സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസം എന്ന അർത്ഥത്തിൽ കാണാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഒരു ബേജാറും പിന്നെ കോവിഡ് കാലത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടാവരുത്. വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഒട്ടും പിന്നെ ബേജാറിലായി പോകരുത് എന്നാണ് പറയാനുള്ളത്. ഒരു കൊല്ലം പോവുക എന്ന് പറയുന്നത്, അങ്ങനെ പോകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു കൊല്ലം പോവുക എന്ന് പറയുന്നത് ഒരു ഗുണമായിട്ട് പറയുന്ന ചില FB പോസ്റ്റുകളെങ്കിലും നിങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടാവും. ഞാനൊരു കൊല്ലം താമസിച്ചത് കൊണ്ട് പിന്നെ എനിക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ടായി എന്ന് പറയുന്ന വളരെ വിദ്യാർത്ഥിത്വം കൊണ്ട് നേട്ടം കിട്ടിയ ഒരു വ്യക്തി പറഞ്ഞത് ഞാൻ ഈ അടുത്ത കാലത്ത് വായിച്ചതായിട്ട് ഓർക്കുകയാണ്. അച്ഛൻ്റെ കടക്ക് തീ പിടിച്ചപ്പോൾ പിന്നെ അമ്മ പറഞ്ഞത് നമുക്ക് പശുക്കളെ വാങ്ങാം, ആ പശുക്കളെ വെച്ചുകൊണ്ട് പിന്നെ നമുക്ക് ജീവിക്കാം, നീ ഇനി സ്കൂളിലേക്ക് പോകണ്ട എന്നാണ്. അപ്പോൾ അമ്മയോട് അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞത് എനിക്ക് സ്കൂളിലേക്ക് പോകണമെന്നാണ്. അപ്പോൾ പറഞ്ഞത് ഒരു കൊല്ലം വൈകിയാൽ നിനക്കത് നേട്ടമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. ഒരു കൊല്ലത്തെ വൈകൽ നേട്ടമുണ്ടാക്കിയ ഒരുപാട് കുട്ടികൾ നമ്മളുടെ ലോകത്തുണ്ട്. സർട്ടിഫിക്കറ്റുകളില്ലാതെ ലോകത്തെ കണ്ട ഒരുപാട് ജനതയുണ്ട്. നിങ്ങൾ പഠിക്കുന്ന എല്ലാ ശാസ്ത്രവും ഒരു സർട്ടിഫിക്കറ്റും ഇല്ലാത്തവർ കണ്ടെത്തിയതാണ് എന്നുള്ള ബോധ്യം കൂടി നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. നമ്മുടെ നാട്ടിലെ ലേമൻസ് കണ്ടെത്തിയതാണ് പിന്നീട് സർട്ടിഫിക്കറ്റുകളായി മാറിയത് എന്നുകൂടി നിങ്ങളുടെ ഉള്ളിൽ ബോധ്യമുണ്ടാവണം. ഞാൻ അവസാനിപ്പിക്കുന്നു. MSFൻ്റെ ജില്ലാ കമ്മിറ്റിക്ക് ഈ ക്ലാസ് നടത്തുന്നതിൽ അവർ എടുക്കുന്ന സ്ട്രെയിൻ എത്രമാത്രമാണ് എന്ന് ഞങ്ങൾക്കറിയാം. ഇത് CH പറഞ്ഞതുപോലെ MSFകാരനോട് CH പറഞ്ഞത് പഠിക്കുക വീണ്ടും പഠിക്കുക എന്നാണ്. ഇന്ന് KM സീതി സാഹിബിൻ്റെ പിന്നെ ചരമദിനമാണ്. സീതി സാഹിബാണ് MSF ഉണ്ടാക്കിയത്. ഈ രാജ്യത്ത് ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം മാതൃകാപരമായി ഉണ്ടാവണമെന്നുള്ള CHൻ്റെയും സീതി സാഹിബിൻ്റെയും ആഗ്രഹമാണ് MSF എന്ന് പറയുന്നത്. നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി, ഞങ്ങളെല്ലാ ഇൻഫ്രാസ്ട്രക്ചറും നിങ്ങൾക്ക് ഉണ്ടാക്കിത്തരാം എന്ന് പറയുന്ന CHൻ്റെയും സീതി സാഹിബിൻ്റെയും സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ, MSFന് സാധിക്കട്ടെ. ഇവിടെ ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സാധിക്കട്ടെ. സമൂഹത്തിന് ഗുണകരമായ അവസ്ഥയിലേക്ക് നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.
ഓക്കെ ഫ്രണ്ട്സ്, ബാക്ക് ടു ദ ക്ലാസ്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് മൈക്രോസ്പോറോജെനസിസ് എന്താ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ചാപ്റ്ററിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സെക്ഷനാണ് മെഗാസ്പോറോജെനസിസ് എന്ന് പറയുന്നത്. ശരിക്ക് മൈക്രോസ്പോറോജെനസിസ് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി ഈസിയാണ്. പക്ഷേ മെഗാസ്പോറോജെനസിസിൽ ഒരു സെല്ല് ഒരു മെഗാസ്പോറും മദർ സെല്ല് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ പറയുമ്പോൾ പല സ്റ്റുഡൻസിനും കൺഫ്യൂഷൻസ് അതിൽ വരുന്നുണ്ട്. നോ പ്രോബ്ലം, യു ലിസൺ ഹിയർ. ഞാൻ നേരത്തെ പറഞ്ഞു, ശരിക്കും സിമ്പിളായിട്ട് നമ്മൾ പിസ്റ്റിൽ എന്ന് പറയുന്ന ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് ഒരു പിസ്റ്റിലിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കുകയാണെങ്കിൽ നോക്കിയോ, സിമ്പിളായിട്ട് ഞാൻ ഒന്ന് വലുതാക്കിയിട്ട് വരച്ചുതരാം. പിസ്റ്റിലിൻ്റെ സ്ട്രക്ചർ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നോക്കിക്കുക, ഇതാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്, പിസ്റ്റിലിൻ്റെ സ്ട്രക്ചർ, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. ക്ലിയർ? അതിൽ ഈ ഒരു പോർഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റിഗ്മ. ശരിക്കും സ്റ്റിഗ്മ എന്ന് പറഞ്ഞാൽ ലാൻഡിങ് പ്ലാറ്റ്ഫോം ഓഫ് പോളൻ ഗ്രെയിൻസ് എന്ന് അറിയപ്പെടുന്നത്. ഇനി അടുത്ത പോർഷനായിട്ട് വരുന്ന ഇതാണ് നമുക്കറിയാവുന്നതാണ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ലാസ്റ്റ് പോർഷൻ ഇസ് ആക്ച്വലി ഓവറി എന്ന് പറയുന്ന ഒരു ഏരിയ ആണ് അല്ലേ. നോക്കിക്കോ, ഈ ഓവറി എന്ന് പറയുന്ന ഏരിയയുടെ ഉള്ളിൽ ദർ ഈസ് എ ലോട്ട് ഓഫ് ഓവേറിയൻ വാക്യൂൾസ് ആർ ദർ. ക്ലിയർ നോ? ഈ ഒവേറിയൻ വാക്യൂൾസിൻ്റെ ഉള്ളിലായിട്ട് യു ക്യാൻ സീ ദി പ്ലാസൻറ്റ. ഈച്ച് പ്ലാസൻറ്റയിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് ആര് കാണുന്നത്? നമ്മുടെ ഒവ്യൂൾ കാണുന്നത്. സോ ബേസിക്കലി നമുക്ക് പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഒവ്യൂളാണ്. നോക്കിക്കോ, ഒവ്യൂള് നമ്മൾ അതിനെ ബേസിക്കലായിട്ട് നമ്മൾ സയൻറ്റിഫിക് ആയിട്ട് പറയുന്ന ഒരു ടേം ആണ് എന്ത്? മെഗാസ്പൊറാൻജിയം. വാട്ട് ഇസ് ഇറ്റ് ടെൽ മീ? മെഗാസ്പൊറാൻജിയം എന്നാണ് അറിയപ്പെടുന്നത്. മെഗാസ്പൊറാൻജിയം. ക്ലിയർ ആണോ? നോക്കുക, ഒരു മെഗാസ്പൊറാൻജിയത്തിൻ്റെ സിമ്പിളായിട്ടുള്ള സ്ട്രക്ചർ ഞാൻ നിങ്ങൾക്ക് ഇവിടെ വരയ്ക്കാൻ പോകണം. സപ്പോസ് ഒരു ഓവറി ഉണ്ടെന്ന് വിചാരിച്ചു, ഞാനത് പുറത്തോട്ട് വരയ്ക്കുകയാണ്. ഒരു ഓവറിയിൽ നമുക്കറിയാം അറ്റാച്ച് ചെയ്യുന്ന പ്ലാസൻറ്റയിലായിരിക്കും. സപ്പോസ് ദിസ് ഇസ് പ്ലാസൻറ്റ. ഈ പ്ലാസൻറ്റയിൽ ടച്ച് ചെയ്തിട്ടാണ് ശരിക്കും ഓവ്യൂൾ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ കാണുന്നത്. ഞാനൊരു ഓവ്യൂളിൻ്റെ ഒരു റഫ് ഫിഗറാണ് ഇവിടെ വരയ്ക്കുന്നത്. ശ്രദ്ധിച്ചിരുന്നോ? ഒരു ഓവ്യൂളിൻ്റെ സ്ട്രക്ചറാണിത്. ക്ലിയർ ആണോ? യെസ്, ദിസ് ഇസ് ഇറ്റ്. ഇതാണ് ഒരു ഓവ്യൂൾ ബേസിക് ബോഡി എന്ന് പറയുന്നത്. ഈ ഓവ്യൂൾ എവിടെയാണ് ഓവറിയിൽ ഓവ്യൂൾ അറ്റാച്ച് ചെയ്യുന്നത്? നോ ഡൗട്ട് ഇറ്റ് ഈസ് പ്ലാസൻറ്റ. ക്ലിയർ ആണോ? ഇനി ഒവ്യൂളിൻ്റെ ബോഡിയിലേക്ക് നോക്കുക. ഈ ബോഡി അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദർ ഈസ് ആക്ച്വലി ഒരു സ്റ്റോൾക്ക് ലൈക്ക് സ്ട്രക്ചർ ഇല്ലേ പ്ലാസൻറ്റയിൽ അറ്റാച്ച് ചെയ്യുന്നത്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഫ്യൂണിക്കിൾ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദറ്റ്? ഫ്യൂണിക്കിൾ എന്ന് പറയുന്നത്. ഇനി ഈ ഫ്യൂണിക്കിൾ എന്ന് പറയുന്ന പോർഷൻസ് ഒവ്യൂളിൻ്റെ ബോഡിയുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ദർ ഈസ് യു ക്യാൻ സീ വൺ ജംഗ്ഷൻ ഓവർ ഹിയർ, റൈറ്റ് നാ. ഈ ജംഗ്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹിലം. എന്താ ജംഗ്ഷൻ വിളിക്കുന്ന പേര്? ഹിലം. ഇനി ഒവ്യൂളിൻ്റെ ബോഡി നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ദ ഒവ്യൂൾ ഈസ് ബേസിക്കലി ഹാവിങ് 2 ഔട്ടർ കോട്ട്സ്. 2 ഇൻറ്റഗുമെൻസ് ഉണ്ട്. ആ കോട്ടിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേര് ഇൻറ്റഗുമെൻസ് എന്നാണ്. ക്ലിയർ? അപ്പോൾ പുറത്തുള്ള ആളെയാണെങ്കിൽ നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് വിളിക്കും ഇറ്റ് ഈസ് ഔട്ടർ ഇൻറ്റഗുമെൻസ്. ക്ലിയർ? ഇന്നർ വൺ ആണ്, ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി നോൺ ആസ് ഇന്നർ ഇൻറ്റഗുമെൻസ്. 2 ഇൻറ്റഗുമെൻസ് ആണ്. ദിസ് ഈസ് ഔട്ടർ ഇൻറ്റഗുമെൻസ്, ദിസ് ഈസ് പെർഫെക്റ്റ്ലി ഇന്നർ ഇൻറ്റഗുമെൻസ്. ഇനി കംപ്ലീറ്റ് ആയിട്ട് ശരിക്കും ഓവ്യൂളിൻ്റെ കോട്ട് കാണുന്നില്ല. ചില പോർഷൻസിൽ ഓവ്യൂളിൻ്റെ കോട്ട് ദർ ഈസ് ലാക്കിംഗ് ഈസ്. യു ക്യാൻ സീ ഹിയർ നാ. ഇവിടെ കോട്ട് ഇല്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഇൻറ്റഗുമെൻസ് ആബ്സെൻ്റ് ആണ്. This particular area is nothing but it is known as what? Micropylar regions, അല്ലെങ്കിൽ we can say micropylar എന്ന് പറയാം. ഇതാണ് micropylar എന്ന് പറയുന്ന regions. So don't ever get confused that. നമ്മൾ എക്സാമിന് വരയ്ക്കുമ്പോൾ എട്രോപ്പസ് അല്ലെങ്കിൽ അനാട്രോപ്പസ് ഓവ്യൂൾ വരയ്ക്കുകയാണെങ്കിൽ someone used to have a doubt that ഏതാണ് micropylar regions എന്ന് പറയുന്നത്. വെരി ഈസി മാൻ. എവിടെയാണോ ഇൻറ്റഗുമെൻസ് ആബ്സെൻ്റ് ആയിട്ടുള്ളത് ആ റീജിയൻസ് ആണ് മൈക്രോപൈൽ. ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള റീജിയനെ നമുക്ക് വിളിക്കാം എന്ത്? ചെലാസൽ എൻഡ് അല്ലെങ്കിൽ ചെലാസൽ എൻഡ് അല്ലെങ്കിൽ ചെലാസ എന്ന് വിളിക്കും. ഇനി കംപ്ലീറ്റ് ആയിട്ട് ഈ ഇന്നർ ഇൻറ്റഗുമെൻസിൻ്റെ ഉള്ളിൽ കാണുന്ന സെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂസിലെസ് സെൽസ്. ബേസിക്കലി ന്യൂസിലെസ് സെല്ലുകൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ഡിപ്ലോയിഡ് കൈൻഡ് ഓഫ് സെൽസാണ്. എന്ത് ടൈപ്പാണ്? ഡിപ്ലോയിഡ് കൈൻഡ് ഓഫ് സെൽസാണ് ന്യൂസിലെസ് സെല്ലുകൾ എന്ന് പറഞ്ഞാൽ. ഈ ന്യൂസിലെസ് സെല്ലുകളിൽ നോക്കിക്കേ, മൈക്രോപൈലാർ റീജിയൻസിൻ്റെ അടുത്ത് കാണുന്ന വൺ ഓഫ് ദ ന്യൂസിലെസ് സെൽ, അഗൈൻ ഐ ആം റിപ്പീറ്റിംഗ്, ദർ ഈസ് ലോട്ട് ഓഫ് ന്യൂസിലെസ് സെൽസ് ആർ ദർ, ബട്ട് one of the nucleus cells near the micropylar regions ന്റെ അടുത്ത് കാണുന്ന one of the nucleus cell become act as megaspore mother cell, MMMC. what is capital MMC ആണ് വരുന്നത് അല്ലേ. മൈക്രോസ്പോറോ സ്മോൾ MMC ആയിരുന്നു. അപ്പോൾ ഏതാൾ ഒരു ന്യൂസിലെസ് സെല്ല് എവിടെ കാണുന്ന മൈക്രോപൈലാർ റീജിയൻസിൽ കാണുന്ന ഒരു ന്യൂസിലെസ് സെൽ വിൽ ബി ആക്ടിങ് ബിക്കം ആസ് വാട്ട്? മെഗാസ്പോർ മദർ സെല്ലായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചിരുന്നോ? ഇനി അതിലേക്ക് വന്നാൽ മതി നമുക്ക്. എന്തിലേക്ക്? മെഗാസ്പോർ മദർ സെൽ. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു മെഗാസ്പോർ മദർ സെൽ ഉണ്ടാകുന്നത് മനസ്സിലായില്ലേ? എന്താ? ഒരു സെല്ല് മാത്രമാണ്, ഒരു ന്യൂസിലെസ് സെല്ല് മാത്രമാണ് മെഗാസ്പോർ മദർ സെല്ലായിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നത്. ഇനി ആ മെഗാസ്പോർ മദർ സെല്ലിനെ നമ്മളിവിടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നോ ഡൗട്ട് ഇറ്റ് ഈസ് ഡിപ്ലോയിഡ് ആണ്. വൈ? ഇറ്റ് ഈസ് എ ന്യൂസിലെസ് സെൽ, റൈറ്റ്? സോ ദിസ് ഈസ് എ മെഗാസ്പോർ മദർ സെൽ.
ദിസ് മെഗാസ്പോർ മദർ സെൽ ഈസ് അണ്ടർഗോയിങ് മിയോസിസ് ഡിവിഷൻ. ഈ മെഗാസ്പോർ മദർ സെല്ല് മിയോസിസ് ഡിവിഷൻ അണ്ടർഗോ ചെയ്യും. അപ്പോൾ മിയോസിസ് ഡിവിഷൻ ആണെങ്കിൽ നേരത്തെ നമ്മൾ മൈക്രോസ്പോറോജെനസിസിലും മിയോസിസ് പറഞ്ഞു, 4 സെൽ ഉണ്ടാവുമായിരുന്നു അല്ലേ. ഇവിടെയും സിമിലർ ആയിട്ട് 4 പുതിയ സെല്ലുകൾ ഉണ്ടായിരിക്കും. ദർ ഈസ് നോ ഡൗട്ട് ഫോം ചെയ്യുന്ന പുതിയ 4 സെല്ലുകളും എന്ത് തന്നെയാണ്? ദിസ് ഈസ് 1 സെൽ, ദിസ് ഈസ് അനദർ സെൽ, ദിസ് ഈസ് അനദർ സെൽ. 4 സെല്ലുണ്ട്, 4ഉം ഹാപ്ലോയിഡ് ആണ്. സോ ദിസ് ഈസ് എൻ, ദിസ് ഈസ് നത്തിങ് ബട്ട് എൻ, ദിസ് ഈസ് ഓൾസോ എൻ, ദിസ് ഈസ് ഓൾസോ റിമെയിൻ ആസ് എൻ. ക്ലിയർ നോ? 4ഉം ഹാപ്ലോയിഡ് ആണ്. ഇനി ഈ കാണുന്ന 4 സെല്ലുകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഇത് 4ഉം ടെട്രാഡായിട്ടാണ് കാണുന്നത്. എന്താ ടെട്രാഡ് എന്ന് പറയുന്നത്? 4ഉം ജോയിൻ ആയിട്ട് കാണുന്നത്. സെപ്പറേറ്റ് ആയിട്ട് ഒരു സെല്ല് ഇവിടെ ഒരു സെല്ല് ഇവിടെ അങ്ങനെ മാറിയിട്ടല്ല കാണുന്നത്, 4ഉം ജോയിൻ ആയിട്ടാണ് കാണുന്നത്. ക്ലിയർ? വേരിയസ് ഷേപ്സ് ഉണ്ട്. ഇതിപ്പോൾ ഒരു ലീനിയർ നമ്മൾ വരച്ചല്ലേ, അതിപ്പോൾ ടെട്രാഹെഡ്രൽ ഉണ്ട്, ടി ഷേപ്പ് ഉണ്ട്, ഒരുപാട് ഷേപ്പ് ഉണ്ട്. പക്ഷെ നമുക്കത് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. നോക്കിക്കോ, ഈ ഫോം ചെയ്യുന്ന പുതിയ 4 സെല്ലുകളിൽ ആദ്യത്തെ 3 സെല്ലുകൾ അല്ലെങ്കിൽ ഒരു 3 സെല്ലുകൾ എന്ത് ചെയ്യും? ഇറ്റ് അണ്ടർഗോസ് ഡീജനറേഷൻ എന്ന് പറഞ്ഞാൽ 4 സെല്ലുകളിൽ 3 ആൾക്കാർ കത്തം അതെന്ത് ചെയ്യും? അത് മരിച്ചു പോകും. മീൻസ് അത് ഡീജനറേറ്റ് ചെയ്യും. ബാക്കിയുള്ള ഒരാൾ ഇവിടെ ഇല്ലേ, ഈ ഒരു പുള്ളിക്കാരനെ നമ്മൾ വിളിക്കുന്നത് ഫങ്ഷണൽ മെഗാസ്പോർ. ഹി ഈസ് നോൺ ആസ് നത്തിങ് ബട്ട് ഫങ്ഷണൽ മെഗാസ്പോർ ആയിട്ട് അറിയപ്പെടുന്ന ആൾ ഇയാളാണ്, ഫങ്ഷണൽ മെഗാസ്പോർ. അപ്പം ബാക്കിയുള്ള 3 ആളെ നമുക്ക് ആവശ്യമില്ല. നമുക്ക് വി ജസ്റ്റ് വാണ്ട് ഫങ്ഷണൽ മെഗാസ്പോർ. ഇനി അത് ശ്രദ്ധിച്ചിരുന്നോ? അപ്പം മെഗാസ്പോറോജെനസിസ് എന്താണെന്ന് നമുക്കറിയാം. പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മെഗാസ്പോർസ് ഫ്രം മെഗാസ്പോർ മദർ സെൽ ഈസ് നോൺ ആസ് വാട്ട്? മെഗാസ്പോറോജെനസിസ്. അത് നടക്കുന്ന ഇങ്ങനെയാണ്. 4 മെഗാസ്പോർ ഉണ്ടാകുന്നുണ്ട്, ടെട്രാഡ് ആണ്. ദ 3 ഗോട്ട് ഡീജനറേറ്റഡ് ആൻഡ് ദ 1 become act as functional megaspore. So I'm taking this functional megaspore over here. അപ്പം ഫങ്ഷണൽ മെഗാസ്പോർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ദിസ് വിൽ ബി ഹാപ്ലോയിഡ്, റൈറ്റ്? ദിസ് ഈസ് എ ഫങ്ഷണൽ മെഗാസ്പോർ. ഈ ഫങ്ഷണൽ മെഗാസ്പോർ ഇനി ദിസ് അണ്ടർഗോസ് മൈറ്റോസിസ് ഡിവിഷൻ. അപ്പോൾ സാധാരണ മൈറ്റോസിസ് ഡിവിഷൻ ആണെങ്കിൽ നമുക്കറിയാം ശരിക്കും എന്ത് ചെയ്യും? കാരിയോകൈനസിസ് വിൽ ബി ഹാപ്പനിങ് ആൻഡ് ജസ്റ്റ് ആഫ്റ്റർ കാരിയോകൈനസിസ് സൈറ്റോകൈനസിസ് വിൽ ഓൾസോ ഹാപ്പനിങ് ഹിയർ. ബട്ട് ഇൻസ്റ്റഡ് ഈ ഒരു കേസിൽ ആദ്യം കാരിയോകൈനസിസ് മാത്രം നടക്കുന്നത്. എല്ലാ കാരിയോകൈനസിസ് നടന്നു കഴിഞ്ഞിട്ടാണ് ഇവിടെ സൈറ്റോകൈനസിസ് നടക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരുന്നോ? അപ്പോൾ നോക്കിക്കോ, ഇതൊരു മെഗാസ്പോർ, ഒരു മെഗാസ്പോർ ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫങ്ഷണൽ മെഗാസ്പോർ വിച്ച് അണ്ടർഗോസ് ഫസ്റ്റ് മൈറ്റോസിസ് അതിൻ്റെ കാരിയോകൈനസിസ്. അപ്പോൾ നോക്കിക്കോ, ഈ സെല്ലിൻ്റെ ഉള്ളിലുള്ള ന്യൂക്ലിയസ് നോക്കുക, 2 ന്യൂക്ലിയസ് ആയിട്ട് മാറി. ഈ ന്യൂക്ലിയസ് കാരിയോകൈനസിസ് നടന്നു, 2 ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ആയിട്ട് മാറി. ഈ 2 ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഈ പെർട്ടിക്കുലർ ആയിട്ടുള്ള സെല്ലിൻ്റെ 2 പോളിലേക്കായിട്ട് മൂവ് ചെയ്യും. ഏതാ 2 പോൾ എന്ന് പറയുന്നത്? ഒന്ന് മൈക്രോപൈലാർ റീജിയൻസ് അല്ലെങ്കിൽ മൈക്രോപൈലാർ എൻഡും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചെലാസെൽ എൻഡിലേക്ക് പോയിന്റ് ഔട്ട് ചെയ്യുന്നു അല്ലേ, ചെലാസെൽ എൻഡിലേക്ക് പോയിന്റ് ഔട്ട് ചെയ്യുന്നു. അങ്ങനെ 2 ന്യൂക്ലിയസ് ആയിട്ട് മാറി. ദിസ് അഗെയിൻ അണ്ടർഗോസ് എ സെക്കൻഡ് പ്രോസസ് വിച്ച് ഈസ് നോൺ ആസ് മൈറ്റോസിസ് 2. അപ്പോൾ മൈറ്റോസിസ് 2ലും നിങ്ങൾ ആലോചിക്കണം, ഇവിടെ എന്താ ആദ്യം നടക്കുന്നത്? കാരിയോകൈനസിസ് ആണ് നടക്കുന്നത്. നോക്കിക്കോ, ഇയാൾ ഇവിടെ മൈറ്റോസിസ് നടക്കുകയാണെങ്കിൽ പുതിയ വേറെ ആൾറെഡി ഉണ്ടാവും. അപ്പോൾ ഇവിടെ 2 ന്യൂക്ലിയസ് ആയി. ഇയാളും ഇവിടെ മൈറ്റോസിസ് നടക്കുകയാണെങ്കിൽ 1 ഈസ് ഹിയർ ആൻഡ് മറ്റൊന്നുകൂടി ഉണ്ടാവും അല്ലേ. അപ്പോൾ എന്തായി? ടോട്ടൽ 4 ന്യൂക്ലിയസ് ആയിട്ട് മാറി. അഗെയിൻ ഈ ഒരു സെല്ല് വീണ്ടും ഇറ്റ് അണ്ടർഗോസ് എൻ അനദർ പ്രോസസ് ദാറ്റ് ഈസ് നോൺ ആസ് മൈറ്റോസിസ് 3 പ്രോസസ് ഇവിടെ നടക്കും. മൈറ്റോസിസ് 3 പ്രോസസ് നടക്കുകയാണെങ്കിൽ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ കാണുന്ന സെല്ലുകൾ ഓരോന്നും അതിൻ്റെ കോപ്പി ഉണ്ടാക്കും, വിച്ച് മീൻസ് 4 എണ്ണം ഈ ഒരു പോളിലേക്കും സിമിലർ ആയിട്ട് 4 എണ്ണം ഈ ഒരു പോളിലേക്കുമായി. ഏതൊക്കെ പോളുകൾ? ദിസ് ഇസ് മൈക്രോപൈലാർ റീജിയൻസ് ആൻഡ് ദിസ് ഇസ് ചെലാസൽ എൻഡ്. ഇനിയാണ് ഇമ്പോർട്ടൻസ്. ഇനി ഈ കാണുന്നതിൽ നോക്കിക്കുക, ഇവിടെ നിന്ന് ഒരാൾ നേരെ എങ്ങോട്ട് വരും? ഇവിടെ 4 ആളല്ലേ, അതിൽ ഒരാൾ നേരെ സെൻറ്ററിലോട്ട് വരും. സിമിലർ ആയിട്ട് ഇവിടെയുള്ള 4 ആളിൽ ഒരാൾ എന്ത് ചെയ്യും? സെൻറ്ററിലോട്ട് വരും. അപ്പോൾ ഇവിടെ ഒരാൾ സെൻറ്ററിലേക്ക് എത്തി, ഇവിടെയും ഒരാൾ സെൻറ്ററിലേക്ക് എത്തി. ദിസ് ഇസ് എൻ ഹാപ്ലോയിഡ്, ദിസ് ഇസ് ഓൾസോ ഹാപ്ലോയിഡ്. അപ്പോൾ ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഒരുപാട് ന്യൂക്ലിയസുകൾ ഇവിടെ ഉണ്ടായി. ഇനി ഇപ്പോൾ കാരിയോകൈനസിസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞല്ലോ. ഇനി 3 എന്ത് നടക്കാണ്ട്? ശരിക്കും നോക്കി, ഇതിന് ചുറ്റുമായിട്ട് എന്തിൻ്റെ ഫോർമേഷൻ ഉണ്ട്? സെൽ ഫോർമേഷൻ ഉണ്ട്. അപ്പോൾ നോക്കിക്കോ, ഇവിടെ ഒരു സെൽ ഫോർമേഷൻ ഉണ്ടാവും. ഹിയർ അഗെയിൻ സെൽ ഫോർമേഷൻ. ഓരോ ന്യൂക്ലിയസിന് ചുറ്റുമായിട്ട് ഒരു സെല്ലിൻ്റെ ഫോർമേഷൻസ് ഇവിടെ ഹാപ്പനിങ് ചെയ്യും. ദിസ് ഇസ് ഇറ്റ്. ക്ലിയർ? അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇത് നോക്കിക്കേ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ദർ ഈസ് 1 2 3 4 5 6 റൈറ്റ്. പിന്നെ ഈ ഒരു വലിയ സെല്ലും ടോട്ടൽ എത്ര സെല്ലുണ്ട്? 7 സെല്ലുണ്ട്. ന്യൂക്ലിയസ് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിയാലോ. 1 2 3 4 5 6 7 8. എത്ര ന്യൂക്ലിയസ് ഉണ്ട്? 8 ന്യൂക്ലിയസ് ഉണ്ട്. അപ്പോൾ ഇയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? എ ഫങ്ഷണൽ എംബ്രിയോസാക്ക്, അല്ലെങ്കിൽ നമ്മളിതിന് വിളിക്കും എംബ്രിയോസാക്ക് എന്ന് പറയുന്നത്. യു ഗോട്ട് ദ കൺസെപ്റ്റ്. അപ്പോൾ എങ്ങനെയാണ് എംബ്രിയോസാക്ക് ഉണ്ടാകുന്നത്? ഒരു മെഗാസ്പോറോജെനസിസ് നടന്നിട്ട് ഒരാൾ ഫങ്ഷണൽ മെഗാസ്പോറായിട്ട് ആക്ട് ചെയ്യും. ആ ഫങ്ഷണൽ മെഗാസ്പോർ അണ്ടർഗോസ് മൈറ്റോസിസ് 1, മൈറ്റോസിസ് 2, മൈറ്റോസിസ് 3 ആൻഡ് ഫൈനലി 8 ന്യൂക്ലിയസ് ഫോർമേഷൻസ് ഉണ്ടാവും അല്ലേ. എന്നിട്ട് ആ സെല്ലിൽ ഓരോ ന്യൂക്ലിയസിന് ചുറ്റുമായിട്ട് സൈറ്റോകൈനസിസ് നടന്നിട്ട് സെല്ലുകളുടെ ഫോർമേഷൻസ് ഉണ്ടാവും. നമ്മൾ ആ സെൽ അങ്ങനെ എടുത്തു നോക്കുകയാണെങ്കിൽ വി ക്യാൻ സി ദർ ഈസ് എ 7 cells are there. That is 1 2 3 at the micropylar regions and 3 at the chelazal end and the one whole cell. Totally a 7 cells are there. Clear no?
ഇനി സെൻട്രലായിട്ട് 2 ന്യൂക്ലിയസ് ഈസ് ഓൾസോ ദർ, റൈറ്റ്? അപ്പോൾ ടോട്ടലി നമുക്ക് എന്ത് പറയാൻ പറ്റും? ദിസ് ഈസ് എംബ്രിയോ സാക്ക് ഈസ് ബേസിക്കലി 7 സെൽഡ് ആൻഡ് 8 ന്യൂക്ലിയസ് കണ്ടീഷൻ. 8 ന്യൂക്ലിയസ് കണ്ടീഷൻ എന്ന് പറയാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ എക്സാമിന് ചോദിക്കുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരും. ദാറ്റ് ഈസ് the functional embryo sac is 7-celled 8 nucleus condition. Substantiate your answer. Can you substantiate? You must. എന്താ സംഭവം? ഒരു സെൽ എടുത്താൽ മതി, ഫങ്ഷണൽ മെഗാസ്പോർ എടുത്തിട്ട് അതിൻ്റെ 3 മൈറ്റോസിസ് കാണിച്ചിട്ട് ആ 3 മൈറ്റോസിസ് കാണിച്ചിട്ട് ഇവിടെ 7 സെല്ലുകളും 8 ന്യൂക്ലിയസുകളും നിങ്ങൾ പ്രോപ്പറായിട്ട് കാണിക്കുക. അത് കാണിച്ചു കഴിഞ്ഞാൽ ഒരു ഫങ്ഷണൽ മെഗാസ്പോറിനെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇനി ഈ മൈക്രോപൈലാർ റീജിയൻസിൽ കാണുന്ന 3 സെല്ലുകൾ ഏതൊക്കെയാണ് നോക്കുക. ഈ 2 എണ്ണം എന്ന് പറഞ്ഞാൽ ഈ സൈഡിലായിട്ട് കാണുന്ന 2 എണ്ണം, ഈ 2 എണ്ണം നോക്കിയാൽ ഇവിടെ 3 സെല്ലുകൾ ഞാനൊന്ന് റീഡ്രോ ചെയ്യുകയാണ്. അതിൻ്റെ ഒരു ഓർഡറിൽ തന്നെ നമ്മൾ NCERT പറയും പോലെ തന്നെ ഒന്ന് റീഡ്രോ ചെയ്ത് വരയ്ക്കുകയാണ്. നോക്കിക്കോ, ഒരു 2 എണ്ണം ഇങ്ങനെ കാണും, 2 എണ്ണം ഇങ്ങനെ ഉണ്ടാവും, ഒരാൾ ഇങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ 3 സെല്ലുകളായിട്ട് കാണുന്നത്. ദിസ് ഇസ് ക്ലിയർ? ഈ 3 സെല്ലുകളിൽ ഈ 2 ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൈനർജിഡ്സ് അല്ലെങ്കിൽ സിനർജിഡ്സ് എന്നൊക്കെ വിളിക്കും. സൈനർജിഡ്സ്. ക്ലിയർ? യെസ്. ഇനി മുകളിൽ കാണുന്ന ഈ സെല്ലാണ് ശരിക്കും എന്ത് സെൽ എന്ന് പറയുന്നത്? മക്കളെ ശ്രദ്ധിക്കട്ടോ, ഈ സെല്ലാണ് എന്ത്? എഗ് സെൽ എന്ന് പറയുന്നത്. എഗ് സെൽ എന്താണ്? ശരി, ഹാപ്ലോയിഡ് ആണ്. നോ ഡൗട്ട്, എവറി സെൽസ് ആർ ഹാപ്ലോയിഡ്. ഇവിടെ കാണുന്ന, അതായത് നമ്മുടെ ചെലാസൽ എൻഡിലേക്ക് പോയിന്റ് ചെയ്തിരിക്കുന്ന ഈ 3 സെല്ലുകളെ നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്നുള്ളത് നോക്കിക്കോ. ദിസ് ഈസ് നത്തിങ് ബട്ട് ഏത് സെല്ലുകളാണ്? ആൻറ്റിപോഡൽസ്. ഇതേതാണ്? ആൻറ്റിപോഡൽസ് ആയിട്ട് കാണുന്ന സെല്ലുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഏതാണ് ആൻറ്റിപോഡൽ സെല്ലുകൾ, ഞാൻ ഏതാണ് സൈനർജിഡ്സ്, ഏതാണ് എഗ് സെല്ലുകൾ എന്നുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? യെസ്. ഇനി സെൻട്രലായിട്ട് കാണുന്ന ഈ ന്യൂക്ലിയസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൊളാർ ന്യൂക്ലിയൈ. ദിസ് ന്യൂക്ലിയസ് ഇസ് നോൺ ആസ് വാട്ട്? പൊളാർ ന്യൂക്ലിയൈ എന്ന് പറയും. ഇത് പൊളാർ ന്യൂക്ലിയസ് ആണ് ഈ സെൻട്രലിൽ കാണുന്നത്. ക്ലിയർ അല്ലേ? ഇനി ഈ ഒരു വലിയ സെല്ല്, ഈ സെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സെൻട്രൽ സെൽ. സെൻട്രൽ സെൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ സെല്ലും ഏതൊക്കെയാണ് കംപ്ലീറ്റ് സെൽ, ഏതൊക്കെയാണ് കംപ്ലീറ്റ് ന്യൂക്ലിയസ് എന്ന് പറയാൻ പറ്റുമോ? ന്യൂക്ലിയസ് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇനി ബാക്കിയുള്ള സെല്ലുകൾ ഏതൊക്കെയാണ്? സെല്ലുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ 3 സെല്ലുകളുണ്ട്, ഒരു എഗ് സെല്ലും 2 സൈനർജിഡ്സും. ഇതിനെ നമ്മൾ ടുഗദറായിട്ട് വിളിക്കുന്ന ഒരു പേരുണ്ടല്ലോ, എന്താ? എഗ് അപ്പാരറ്റസ്. എന്താണ് എഗ് അപ്പാരറ്റസ് എന്ന് പറയുന്നത്? ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്നതിൽ 3 സെല്ലുകളുണ്ട്. 3 സെല്ലുകൾ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് എന്ത്? ആൻറ്റിപോഡൽസ് എന്ന് പറയുന്നത്. ആൻറ്റിപോഡൽസ് എന്ന് പറയുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2018 ക്വസ്റ്റ്യൻ ചോദിച്ച ഒരു സംഭവമാണ്. സൈനർജിഡ്സിൽ കുറച്ച് തിക്കനിങ്സ് കാണുന്നുണ്ട്. എന്ത് ടൈപ്പ് തിക്കനിങ് ആണെന്നറിയോ? സെല്ലുലോസ് തിക്കനിങ്സ്. ഈ തിക്കനിങ്സ് എന്താണ്, അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ദർ ഈസ് സം സെർട്ടൈൻ കൈൻഡ് ഓഫ് തിക്നെസ് ആർ പ്രസൻസ് ഇൻ സൈനർജിഡ്സ് ആൻഡ് വാട്ട് ആർ ദോസ് തിക്നെസ് ആൻഡ് വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദാറ്റ്? എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈനർജിഡ്സിനുള്ളിലായിട്ട് യു ക്യാൻ സി ദ ഫിലിഫോം അപ്പാരറ്റസ്. ഇതെന്താ വിളിക്കുന്നത്? ഫിലിഫോം അപ്പാരറ്റസ്. ഈ ഫിലിഫോം അപ്പാരറ്റസ് ആണ് ശരിക്കും പോളൻ ട്യൂബിനെ ഇതിലോട്ട് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും ഹെൽപ്പ് ചെയ്യുന്ന ആളെന്ന് പറയുന്നത് ഫിലിഫോം അപ്പാരറ്റസ് ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ പോളൻ ട്യൂബ് നേരെ ഇങ്ങോട്ട് വരും. ആ പോളൻ ട്യൂബിനെ ശരിക്കും ഒരു എംബ്രിയോ സാക്കിനുള്ളിലേക്ക് ഗൈഡ് ചെയ്യുന്ന ആൾക്കാർ, ശരിക്കും വഴി കാണിക്കുക, അതാണ് ഫംഗ്ഷൻ. ഗൈഡ് ചെയ്യുന്ന ആൾക്കാരാണ് ശരിക്കും ആര്? ഫിലിഫോം അപ്പാരറ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഈ ഒരു ചാപ്റ്ററിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. ഇനി ഞാൻ അതിലൊരു സംഭവം കാണിച്ചു തരാം. വളരെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാനൊരു പോയിന്റ് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകും. നോക്കിക്കോ, നേരത്തെ പറഞ്ഞായിരുന്നു ശരിക്ക് 60% മൈക്രോസ്പോറുകളുടെ അല്ലെങ്കിൽ 60% പോളൻ ഗ്രെയിൻസും 2 സെൽഡ് കണ്ടീഷനാണ് അത് ശരിക്ക് ഡെഹിസൻസ് നടക്കുന്നത്. ബാക്കിയുള്ള ആൾക്കാർ 3 സെൽ അല്ലേ? അപ്പോൾ 2 സെൽഡ് ആൾക്കാരാണെങ്കിൽ പോളൻ ട്യൂബിൻ്റെ ഗ്രോത്ത് ഉണ്ടാകുന്ന സമയത്ത് എന്തായിട്ട് മാറും? ആ ഒരു ജനറേറ്റീവ് സെല്ലും ഡിവൈഡ് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 സെൽഡായിട്ട് മാറും. അപ്പോൾ അതിൽ 2 മെയിൽ ഗ്യാമേറ്റ് ആണല്ലോ അല്ലേ? അങ്ങനെയാണ് വരുന്നത്. ഈ 2 മെയിൽ ഗ്യാമേറ്റ് ഞാൻ നേരത്തെ ഇവിടെ വരച്ച പിക്ചർ നിങ്ങൾക്ക് അറിയാം. ഒരു എംബ്രിയോ സാക്ക് ഞാനിവിടെ കാണിച്ചായിരുന്നു. എംബ്രിയോ സാക്കിൽ ഇവിടെ 3 സെല്ലുകളുണ്ട്, ഒരു എഗ് സെല്ലുണ്ട്, പിന്നെ 2 സൈനർജിഡ്സ് ഉണ്ട്, ഇവിടെ 3 സെല്ലുകളുണ്ട്, ആൻറ്റിപോഡൽസ് ആണ് അല്ലേ? ഇവിടെ സെൻട്രലായിട്ട് എന്തുണ്ട്? 2 ന്യൂക്ലിയസ് ഉണ്ട്, പൊളാർ ന്യൂക്ലിയസ് എന്ന് പറയും അല്ലേ? ശ്രദ്ധിച്ചിരുന്നോ? ഇപ്പോൾ ഈ വരുന്ന 2 മെയിൽ ഗ്യാമേറ്റിൽ ആദ്യത്തെ മെയിൽ ഗ്യാമേറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ആയിട്ട് നടക്കുന്ന പ്രോസസ്, ഫസ്റ്റ് മെയിൽ ഗ്യാമേറ്റ് ദാറ്റ് ഈസ് ഹാപ്ലോയിഡ് ആണ്. ദാറ്റ് ഈസ് ഫ്യൂസസ് വിത്ത് ദിസ് എഗ് സെൽ. ആരുമായിട്ട് ഫ്യൂസ് ചെയ്യും? എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യും. എഗ് എന്താ? പ്ലോയിഡ്, ഹാപ്ലോയിഡ്. ഇങ്ങനെ ഫ്യൂസ് ചെയ്താൽ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാ സിംഗമി. കിട്ടുന്ന പ്രോഡക്റ്റാണ് ആര്? സൈഗോട്ട് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി രണ്ടാമത്തെ മെയിൽ ഗ്യാമേറ്റ്, സെക്കൻഡ് മെയിൽ ഗ്യാമേറ്റ് എന്ന് പറയുന്ന ആൾ നോക്കിക്കോ, നേരെ വന്നിട്ട് ആരുമായിട്ട് ഫ്യൂസ് ചെയ്ത് നോക്കുക. രണ്ടാമത് വരുന്ന ആൾ നമ്മുടെ സെൻറ്ററിൽ 2 പൊളാർ ന്യൂക്ലിയസുമായിട്ട് ഫ്യൂസ് ചെയ്യും. സെൻറ്ററിൽ 2 പൊളാർ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ നോക്കിക്കോ, വി ക്യാൻ സീ ഹിയർ പൊളാർ ന്യൂക്ലിയസ് അതർ. ദിസ് ഈസ് N+N ആണ്. 2 N ഉണ്ട്. ഡിപ്ലോയിഡ് അല്ല, 2 ഹാപ്ലോയിഡ്സ് ആണ്. അത് ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ബേസിക്കലി ഒരു ട്രിപ്ലോയിഡ് കണ്ടീഷനാണ്. 3N ആണ്. കാരണം എന്താ?
ഒരു മെയിൽ ഗാമേറ്റ് എന്ന് പറയുന്ന ഒരു ഹാപ്ലോയിഡ്, ആ ഹാപ്ലോയിഡ് ആയിട്ടുള്ള ആൾ ഒരു പൊളാർ ന്യൂക്ലിയസ് N+N ആണ് അല്ലേ, 2 N ഉണ്ട്. ഇതുമായിട്ട് ഫ്യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ട്രിപ്ലോയിഡ് ആണ്. ട്രിപ്ലോയിഡ് അല്ലേ, അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാ മക്കളെ എന്ത്, ട്രിപ്പിൾ ഫ്യൂഷൻ. വൈ ട്രിപ്പിൾ ഫ്യൂഷൻ? 3 ഹാപ്ലോയിഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഡെഫിനറ്റ് ആയിട്ട് ട്രിപ്പിൾ അല്ലേ, 2 ആണെങ്കിൽ ഡബിൾ. അപ്പോൾ നോക്കിയോ, ഇതിനെ ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറയും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് നത്തിങ് ബട്ട് നോർമലി സിംഗമി ഫെർട്ടിലൈസേഷൻ, സിംഗമി എന്ന് പറയും. അപ്പോൾ ഒരേ സമയത്ത് വരുന്ന 2 മെയിൽ ഗാമേറ്റ്, ഒരാൾ സിംഗമിയും ഒരാൾ ട്രിപ്പിൾ ഫ്യൂഷനും, രണ്ടും എന്താണ്, ഫെർട്ടിലൈസേഷൻ പ്രോസസ്സാണ്. അതുണ്ടാകുന്നത് കൊണ്ട് നമ്മൾ ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. വാട്ട് ഈസ് ഇറ്റ്? ഡബിൾ ഫെർട്ടിലൈസേഷൻ. അപ്പോൾ നിങ്ങളോട് ചോദിക്കും എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ ഇലാബറേറ്റ് അബൌട്ട് ഡബിൾ ഫെർട്ടിലൈസേഷൻ, അല്ലെങ്കിൽ ഇൻ ആൻജിയോസ്പേംസ് ഡബിൾ ഫെർട്ടിലൈസേഷൻസ് ആർ ടേക്കിംഗ് പ്ലേസ്. ക്യാൻ യു ഇലാബറേറ്റ്? ക്യാൻ യു എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂലേ? എക്സ്പ്ലെയിൻ എങ്ങനെ ചെയ്യണം? ഒന്നാമത്തെ കാര്യം സിംഗമി എങ്ങനെയാണ് നടക്കുന്നതെന്നും, രണ്ടാമത്തെ മെയിൽ ഗാമേറ്റ് പൊളാർ ന്യൂക്ലിയയുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് അല്ലേ. അപ്പോൾ അതാണ് ശരിക്കും ട്രിപ്പിൾ ഫ്യൂഷനും സിംഗമിയും ഒരുമിച്ച് നടക്കുന്നത് കൊണ്ട് ഡബിൾ ഫെർട്ടിലൈസേഷൻ ഈസ് ഹാപ്പനിങ് നോർമലി ഇൻ വോട്ട് എന്തിലാണ് നടക്കുന്നത്? ആൻജിയോസ്പേമിന്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് കേട്ടോ മക്കളെ. ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറഞ്ഞാൽ അതിൽ മാത്രം കാണുന്നതാണ്. ഇത് ജിംനോസ്പേംസിലൊന്നും പ്രസൻ്റ് അല്ല. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് വരുന്നൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ്. നമ്മൾ ഈ ചാപ്റ്റർ ഇവിടെ ലീവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കണ്ടേ, ഇതിൽ നിങ്ങൾ ബാക്കി എന്തൊക്കെ കാണണം, ബാക്കി എന്തൊക്കെ നിങ്ങൾ പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏതൊക്കെയാണ് പോളിനേഷൻസ് അല്ലേ. ആ പോളിനേഷൻ, ഓട്ടോഗമി എന്താണ്, ഗേറ്റ്നോഗമി എന്താണ്, സീനോഗമി എന്താണ്. അതിലൊരു ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കുന്നത് ദ ഗേറ്റ്നോഗമി ഈസ് ആക്ച്വലി, നിങ്ങൾ ചോദിക്കുക അത് ഗേറ്റ്നോഗമിയുടെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫങ്ഷണലി ക്രോസ് പോളിനേഷനാണ്. ഗേറ്റ്നോഗമി ഈസ് ഫങ്ഷണലി എ ക്രോസ് പോളിനേഷൻ, ബട്ട് ജനറ്റിക്കലി ഇറ്റ് ഈസ് എ സെൽഫ് പോളിനേഷൻ. അത് എക്സാമിന് സാധാരണ ചോദിക്കുന്നതാണ്. യു ക്യാൻ സബ്സ്റ്റാൻഷിയേറ്റ് യുവർ ആൻസർ. ഓട്ടോഗമി അല്ല, ഗൈറ്റ്നോഗമി ഈസ് ഫങ്ഷണലി ക്രോസ് പോളിനേഷൻ ആണ്, അല്ലെങ്കിൽ ഫങ്ഷണലി ഒരു സീനോഗമിയാണ്, ബട്ട് ജനറ്റിക്കലി ഇറ്റ് ഇസ് എൻ ഓട്ടോഗമിയാണ്, അല്ലെങ്കിൽ സെൽഫ് പോളിനേഷൻ ആണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ഒരേ ഫ്ലവറിൻ്റെ മെയിൽ ഗാമേറ്റിൽ നിന്ന്, ഒരേ ഫ്ലവറിൻ്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിൽ നിന്നിട്ട് പോളൻ ഗ്രെയിൻസ് വീണിട്ട് അതേ ഫ്ലവറിൻ്റെ ഫീമെയിലേക്കാണ് വീഴുന്നതെങ്കിൽ ദാറ്റ് ഈസ് ഓട്ടോഗമി. ഒരു പ്ലാന്റിന് 2 ഫ്ലവർ, മോളിലുള്ള ഫ്ലവറിൽ മെയിൽ ഗാമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അവിടുന്ന് മെയിൽ ഗാമേറ്റ്സ് നേരെ വീണിട്ട് അടിയുള്ള ഫീമെയിൽ ഗാമേറ്റ്സിൻ്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആയിട്ടുള്ള പെസ്റ്റിൽ കാണുന്ന, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതാ ലാൻഡിംഗ് പ്ലാറ്റ്ഫോം, സ്റ്റിഗ്മയിൽ എന്നിട്ട് വി ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ശരിക്കും എന്ത്, ഗൈറ്റനോഗമി എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ ഒരു ഫ്ലവറിൽ നിന്ന് മറ്റൊരു ഫ്ലവറിലേക്ക് ഫംഗ്ഷനിൽ നോക്കുകയാണെങ്കിൽ ശരിക്കും ക്രോസ് പോളിനേഷൻ ആയി തോന്നും. പക്ഷേ എന്താണ് മക്കളെ, ഒരേ പ്ലാന്റ് അല്ലേ, ഓട്ടോഗമി അല്ലേ, സെൽഫ് അല്ലേ, സെയിം ജീൻ അല്ലേ? യെസ്, നോ ഡൗട്ട്. ഇനി മൂന്നാമത്തെ കേസ് ആണെങ്കിൽ ജസ്റ്റ് ക്രോസ് പോളിനേഷൻ, ദാറ്റ് ഇസ് നോൺ ആസ് സീനോഗമി. അപ്പോൾ അത് വരും, അത് നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ നിങ്ങൾക്ക് പാർത്തനോജനസിസ് എന്താണ്, അപ്പോമിക്സിസ് എന്താണ്, അതുപോലെ പോളി എംബ്രിയോണിക് കണ്ടീഷൻസ്, ഇത് 3 നിങ്ങൾ അറിഞ്ഞിരിക്കും മക്കളെ. ഇതാണ് ഈ പോർഷൻസിൽ ഏറ്റവും കൂടുതൽ എക്സാമിന് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്ത ചാപ്റ്റർ, ഒരു വളരെ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ. ഏതാണ് ചാപ്റ്റർ എന്ന് പറയുന്നത് നത്തിങ് ബട്ട് നമ്മുടെ ബയോടെക്നോളജിയുടെ ഫസ്റ്റ് ചാപ്റ്റർ, പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ് എന്ന് പറയുന്നത്. നോക്കുക, ബയോടെക്നോളജി വളരെ ഇൻട്രസ്റ്റിംഗ് ഉള്ള സബ്ജക്റ്റ്. ഈവൻ ഞാൻ ബോട്ടണി എടുക്കാൻ എന്നെ വളരെ പ്രേരിപ്പിച്ച സബ്ജക്റ്റാണ് ബയോടെക്നോളജി എന്ന് പറയുന്നത്. ഞാൻ അഗ്രികൾച്ചർ പഠിച്ച സമയത്ത് ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് ചെയ്തതും ബയോടെക്നോളജിയിൽ തന്നെയാണ്. ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്, ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ്. ക്ലിയർ? ജസ്റ്റ് എ മിനിറ്റ്. നോക്കിയേ കേട്ടോ. ഓക്കെ, യെസ്. സോ സ്റ്റുഡൻസ് കം ഹിയർ. ബയോടെക്നോളജി എന്താണ്, ബയോടെക്നോളജിയുടെ ഇമ്പോർട്ടൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം, കാരണം നമ്മളൊരു ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നില്ല. എനിവേ, എന്തായാലും കുറച്ച് പോയിന്റ്സുകൾ, എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള പോയിന്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ബയോടെക്നോളജിയിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ റൈറ്റ് വാട്ട് ആർ ദ ടൂൾസ് ഓഫ് ബയോടെക്നോളജി എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വരിക. നമുക്കറിയാം എന്തൊക്കെയാണ് ടൂൾസ് എന്നുള്ളത് അല്ലേ, നമ്മളതൊന്നും പേടിക്കില്ല, നമുക്കറിയാം ടൂൾസ് എന്തൊക്കെയാണെന്നുള്ളത്. ഏതാ ഒന്നാമത് ടൂൾസ് എന്ന് പറയുന്നത്? ദ ഫസ്റ്റ് ടൂൾ ഓഫ് ബയോടെക്നോളജി ഈസ് നത്തിങ് ബട്ട് റെസ്ട്രിക്ഷൻ എൻസൈംസ്. RE എന്നൊരു ഷോർട്ട് ഫോം കൊണ്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, റെസ്ട്രിക്ഷൻ എൻസൈം. സെക്കൻഡ് വൺ ഏതാ മക്കളെ പറ? വെക്ടർ എന്ന് പറയുന്ന ആളാണ് സെക്കൻഡ് ആയിട്ട് വരുന്നത് അല്ലേ. ഇനി മൂന്നാമതായിട്ട് വരുന്ന ആളാണ് ലിഗേസ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ലിഗേസ് എന്ന് പറയുന്നത്. ഇനി നാലാമതായിട്ട് വി ക്യാൻ സേ എ കോമ്പീറ്റന്റ് ഹോസ്റ്റ് ഈസ് ദർ. കോമ്പീറ്റന്റ് ഹോസ്റ്റ് വിൽ ബി ദർ. ഹോസ്റ്റ് വെറും ഹോസ്റ്റ് ആണല്ല, കോമ്പീറ്റന്റ് ഹോസ്റ്റ് ആണ്. ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് തിങ്.
ഇനി അഞ്ചാമതായിട്ട് വരുന്ന ആൾ ശരിക്കും വി ക്യാൻ സേ ദാറ്റ് ഒരു DNA പോളിമറൈസിങ് എൻസൈംസിന് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 4 എഴുതിയാലും കുഴപ്പമില്ല, 5 എഴുതിയാൽ ഇറ്റ് ഈസ് വെരി ഗുഡ്. DNA പോളിമറൈസിങ് എൻസൈമാണ്, DNA പോളിമറൈസിങ് എൻസൈമാണ്. ഇങ്ങനെ 5 ആൾക്കാരാണ് നോർമലായിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഞാൻ ഇതിനെല്ലാത്തിനും കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കുറച്ചും കൂടി ഈസി ആയിട്ട് പറഞ്ഞുതരാം. നോക്കിയോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. എന്താ ക്വസ്റ്റൻ എന്ന് പറയുന്നത്? വാട്ട് ആർ ദി ടൂൾസ് ഓഫ് ബയോടെക്നോളജി? സോ ദിസ് ഈസ് ദ ടൂൾസ്. ക്ലിയർ അല്ലേ? നമ്മൾ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ടാണ് ക്ലാസ്സുകൾ പോകുന്നത്. അപ്പോൾ കാരണം നമ്മൾ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ വി ഹാവ് ടു ഫിനിഷ് ഇറ്റ്. സോ എനിവേ, സ്പീഡായിട്ട് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ യൂട്യൂബിൽ ഇതേ ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഫേസ്ബുക്കിലാണ് നിങ്ങളത് MSF മലപ്പുറം കമ്മിറ്റിയുടെ സൈറ്റിൽ അതുണ്ട്. അപ്പോൾ അത് വീണ്ടും പോയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പതുക്കെ കാണുക. ഓക്കെ, ഡൗട്ടുള്ള പോർഷൻസ് പോയിട്ട് കാണാം. എനിവേ, റെസ്ട്രിക്ഷൻ എൻസൈമിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല, കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് റെസ്ട്രിക്ഷൻ എൻസൈം. എന്താ മക്കളെ റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദി എൻസൈംസ്. നോർമലായിട്ട് ശരിക്ക് ഒരു നമുക്ക് ബാക്ടീരിയയിൽ നിന്നൊക്കെയാണ് നമ്മൾ റെസ്ട്രിക്ഷൻ എൻസൈംസ് എടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം 900 റെസ്ട്രിക്ഷൻ എൻസൈംസ് ഉണ്ട് ഒബ്റ്റെയിൻ ഫ്രം 230 സ്ട്രെയിൻസ് ഓഫ് ബാക്ടീരിയ. ക്ലിയർ അല്ലേ? റെസ്ട്രിക്ഷൻ എൻസൈംസിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് കട്ട്സ് ദി DNA ഇൻടു നമ്പർ ഓഫ് സ്പീസസ്. ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള DNA കട്ട് ചെയ്തിട്ട് നമ്പർ ഓഫ് സ്പീസസ് ആക്കി മാറ്റുക എന്നുള്ളൊരു ഫംഗ്ഷനാണ്. ഫ്രാഗ്മെൻറ്റൈസേഷൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത്. അതാണ് ശരിക്കും ആരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? നമ്മുടെ റെസ്ട്രിക്ഷൻ എൻസൈംസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നോക്കിക്കോ, ഈ റെസ്ട്രിക്ഷൻ എൻസൈംസിൽ സാധാരണ നമുക്ക് റെസ്ട്രിക്ഷൻ എൻസൈം കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും വെറുതെ ഒന്നും എവിടെയും പോയിട്ട് കട്ട് ചെയ്യുന്നില്ല. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള DNAയിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഏരിയയിൽ മാത്രമേ ഓരോ റെസ്ട്രിക്ഷൻ എൻസൈംസും കട്ട് ചെയ്യുള്ളൂ. ആ ഏരിയയ്ക്ക് വിളിക്കുന്ന പേരാണ് എന്ത്? റെക്കഗ്നിഷൻ സീക്വൻസ് അല്ലേ? റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? തിരിച്ചറിവ്. റെക്കഗ്നിഷൻ സീക്വൻസ്. അപ്പോൾ പെർട്ടിക്കുലർ ആയിട്ടുള്ള സീക്വൻസ് ഉണ്ടെങ്കിൽ മാത്രമേ കട്ട് ചെയ്യുള്ളൂ. നമുക്കറിയാം ആദ്യം കണ്ടെത്തിയിരിക്കുന്ന റെസ്ട്രിക്ഷൻ എൻസൈമാണ് ഇത് HIND2. ഒരു 6 ബേസ് പെയറുള്ള ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻ എൻസൈമാണ് HIND2 എന്ന് പറയുന്നത്. ഈ ഒരു റെക്കഗ്നിഷൻ സീക്വൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ വിൽ ബി ഇൻ പാലിൻഡ്രോമിക് സീക്വൻസ്. എന്താ പാലിൻഡ്രോമിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ? അങ്ങോട്ട് വായിച്ചാലും ഇങ്ങോട്ട് വായിച്ചാലും സെയിം ആയിട്ട്. ഇപ്പോൾ എക്സാമ്പിളാണ് മലയാളം എന്ന് വായിച്ചു നോക്കിയേ, നോക്കിയേ മലയാളം. ഇവിടെ നിന്ന് വായിച്ചു നോക്കിയേ മലയാളം. ഇവിടെ നിങ്ങൾ വായിച്ചു നോക്കിയേ മലയാളം. ദിസ് ഈസ് പാലിൻഡ്രോമിക് സീക്വൻസ് അല്ലേ? ഇതാണ് ഒരു പാലിൻഡ്രോമിക് സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പാലിൻഡ്രോമിക് സീക്വൻസ് ഉണ്ടാകുന്ന മാത്രമാണ് ഒരു റെക്കഗ്നിഷൻ സീക്വൻസ് എന്ന് പറയുന്നത്. അവിടെ മാത്രമേ റെസ്ട്രിക്ഷൻ എൻസൈംസ് നോർമലായിട്ട് കട്ട് ചെയ്യാറുള്ളൂ. ക്ലിയർ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്കിതിൽ ചെക്ക് ചെയ്യേണ്ടത് നോക്കുക, HIND2 ആണ് ഞാൻ പറഞ്ഞു. ഇവിടെ ക്വസ്റ്റ്യൻ വരുന്നൊരു പോയിന്റ് ഉണ്ട്. വാട്ട് ആർ ദ 2 ടൈപ്പ് ഓഫ് കട്ട്സ് മെയ്ഡ് ബൈ റെസ്ട്രിക്ഷൻ എൻസൈംസ്? ഏതൊക്കെയാണ് റെസ്ട്രിക്ഷൻ എൻസൈംസ് മേക്ക് ചെയ്യുന്ന 2 ടൈപ്പ് കട്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ 2 ടൈപ്പ് കട്ട് ഉണ്ട്. അതിൽ ഒന്നാമത്താണ് സ്റ്റിക്കി എൻഡ് ടൈപ്പ് ഓഫ് കട്ടിങ് ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് നത്തിങ് ബട്ട് ബ്ലണ്ട് എൻഡ് ഓഫ് കട്ടിങ്. ക്ലിയർ അല്ലേ? നമുക്കതിൽ ഒന്നാമത്തെ നോക്കാം. ഏതാ? സ്റ്റിക്കി എൻഡ് ഓഫ് കട്ടിങ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. സ്റ്റിക്കി എൻഡ് കട്ടിങ് എന്ന് പറയുന്നത്. മക്കളെ ശ്രദ്ധിച്ചിരുന്നു കേട്ടോ, സ്റ്റിക്കി എൻഡ് കട്ടിങ് എന്താണെന്നുള്ളത്. നോക്കിക്കോ, ഇപ്പോൾ സപ്പോസ് ഐ എം ടേക്കിംഗ് എൻ എക്സാമ്പിൾ ഓഫ് ICO-R1. ഡു യു നോ വാട്ട് ഇസ് ICO-R1? റൈറ്റ്? യു നോ ഇറ്റ് റൈറ്റ്? ഏതാ ICO-R1 എന്ന് പറഞ്ഞാൽ? എസ്കറേഷ്യ കൊളൈ RY13 എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ബാക്ടീരിയത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന എന്താണ്? ഒരു റെസ്ട്രിക്ഷൻ എൻസൈം ഏത്? ICO-R1 എന്ന് പറയുന്നത്. ഈ ICO-R1ന്റെ ശരിക്കും ഒരു റെക്കഗ്നിഷൻ സീക്വൻസ് ആണ് GAATTC. യു നോ വാട്ട് ഇസ് GAATTC അല്ലേ? GAATTC എന്ന് പറയും. അപ്പോൾ എത്രയുണ്ട്? 1 2 3 4 5 6, ഒരു 6 ബേസ് പെയർ ആണ്. നോക്കിക്കോ ഇതെങ്ങനെ എഫക്റ്റ് ചെയ്യുന്നുള്ളത്. ഞാൻ അതിൻ്റെ ഒരു പിക്ചർ വരച്ചു തരാം. സപ്പോസ് ഇയാൾ ഒരു DNA ഇങ്ങനെ വായിച്ചു പോകുന്ന സമയത്ത് ആ DNAയിൽ കാണുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സീക്വൻസ് ആണ് GAATTC എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ സീക്വൻസ്. സപ്പോസ് ദിസ് ഈസ് 3' to 5' ഡയറക്ഷൻ ആണ് അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു പാലിൻഡ്രോമിക് സീക്വൻസ് ആണെന്ന്. ഇസ് ഇറ്റ് പാലിൻഡ്രോമിക് സീക്വൻസ്? ഇവിടെ ഇങ്ങോട്ട് വായിച്ച GATTC ആണ് കിട്ടുന്നത്. ആണോ? മലയാളം പോലെയാണോ കിട്ടുന്നത്? അല്ലല്ലോ. പക്ഷേ എന്താ അവിടെ മനസ്സിലാക്കേണ്ടത്? നമുക്കറിയാം എന്താ DNA എന്ന് പറയുന്നത് സിംഗിൾ സ്ട്രാൻഡ് അല്ല, ഡബിൾ സ്ട്രാൻഡ് ആണല്ലേ? അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആരാ വരുന്നത്? നോ ഡൗട്ട്. ആരാ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത്? C ഓപ്പോസിറ്റ് G, T ഓപ്പോസിറ്റ് A, A ഓപ്പോസിറ്റ് T ഓപ്പോസിറ്റ് A, അഗൈൻ A ഓപ്പോസിറ്റ് T, തൈമിൻ ഹിയർ ഓൾസോ സൈറ്റോസിൻ എന്ന് പറയുന്ന ആൾക്കാർ അല്ലേ? ഇനി ഇതിൻ്റെ ഇടയിൽ കാണുന്ന ഈ ബോണ്ടുകളിലെ മക്കളെ എന്താ ഈ ബോണ്ട്? ഇത് 3' to 5' ഡയറക്ഷൻ ആണെങ്കിൽ ദിസ് വിൽ ബി 5' to 3' ഡയറക്ഷൻ ആയിരിക്കും. ഓരോ ജനറ്റിക് ബേസിൻ്റെ ഇടയിലായിട്ട് നമുക്ക് വി ക്യാൻ സീ ദാറ്റ് ഹൈഡ്രജൻ ബോണ്ട്സ്. കാരണം നമുക്കറിയാം ഡബിൾ സ്ട്രാൻഡഡ് സ്ട്രക്ചർ കൊടുക്കാനുള്ള പ്രധാന കാരണം അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ഓഫ് എ ഡബിൾ സ്ട്രാൻഡഡ് സ്ട്രക്ചർ ഇസ് നത്തിങ് ബട്ട് ദ ഹൈഡ്രജൻ ബോണ്ട് പ്രസന്റ് ബിറ്റ്വീൻ ദിസ് നൈട്രജൻ ബേസസ്. അതാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി സൈറ്റോസിൻ്റെ അവിടെ 3 എണ്ണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കാണുന്നത് അല്ലേ? നോക്കിക്കോ, ICO-R1 എന്ന് പറയുന്ന ആൾ ഒരു DNA ഇങ്ങനെ വായിച്ചിങ്ങനെ പോവുക. ഏത് ഡയറക്ഷനിലേക്ക് വായിക്കുക? 3' to 5' ഡയറക്ഷനിൽ.
he has seen GATTC എന്ന് പറയുന്ന പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സീക്വൻസ് കണ്ടു. ഈ സീക്വൻസ് കണ്ട പുള്ളിക്കാരൻ എന്ത് ചെയ്യും? ഇതിനെ കട്ട് ചെയ്യും. എവിടെ കട്ട് ചെയ്യും മക്കളെ? കട്ട് ചെയ്യുന്ന ബിറ്റ്വീൻ G and A. അപ്പോൾ ഇവിടുന്ന് GATTC വായിക്കുമ്പം പുള്ളി ഇവിടെ കട്ട് ചെയ്തു. ഇവിടുന്ന് ഇങ്ങനെ 3 to 5 വായിച്ചു നോക്കിയേ. GAATTC വായിക്കുമ്പോൾ പുള്ളി നോക്കിയേ ഇവിടെ വന്നിട്ട് കട്ട് ചെയ്തു. 2 ഡയറക്ഷനിൽ കട്ട് ചെയ്തു അല്ലേ? ശ്രദ്ധിച്ചിരിക്കേണ്ട പോയിന്റ്, ഇവിടെ 2 ബോണ്ടുകൾ നമുക്കറിയണം, എന്നാലും നമുക്കിതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ പറ്റൂ. ഇതിനിടയിൽ കാണുന്ന ഈ ബോണ്ട് എന്ന് പറയുന്നത് ശരിക്കും ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ടാണ്. ഏതാണ്? ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട്സുകളാണ് ഇവിടെ കാണുന്നത്. ക്ലിയർ? ഇനി ഇവിടെ കാണുന്ന ബോണ്ട് ഏതാ? ഇതാണ് ഹൈഡ്രജൻ ബോണ്ട്സ് എന്ന് പറയുന്നത്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, കാരണം ഇതറിഞ്ഞാൽ ഇതിൻ്റെ ഒരു എഫിഷ്യൻസി നമുക്ക് പഠിക്കാൻ പറ്റൂ. എന്താണ് എവിടെയാണ് ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട് കാണുന്നത്, എവിടെയാണ് ഹൈഡ്രജൻ ബോണ്ട്സ് കാണുന്നത്? ഇനി ഒന്ന് നോക്കിക്കേ, ഈ പുള്ളി ഇവിടെ കട്ട് ചെയ്യുകയാണെങ്കിൽ അയാൾ ആദ്യം കട്ട് ചെയ്യുന്ന ബോണ്ട് ഏതാ? ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ടല്ലേ കട്ട് ചെയ്തേ. ഇവിടെ അയാൾ ആദ്യം കട്ട് ചെയ്യുന്ന ബോണ്ട് ഏതാ? ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ടല്ലേ കട്ട് ചെയ്തേ. ഈ 2 ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കട്ട് ചെയ്യും. ഇത് കട്ട് ചെയ്യുമോ? ഇത് കട്ട് ചെയ്യൂല, ലാസ്റ്റ് കട്ട് ചെയ്യൂല, ഒരു ഫ്ലോക്ക് അങ്ങോട്ട് കട്ട് ചെയ്ത് പോവാ, അത് കട്ട് ചെയ്യൂല അല്ലേ? ഇതുവരെ കട്ട് ചെയ്യുള്ളൂ. നോക്കിയാൽ ഇങ്ങനെ കട്ട് ചെയ്യും. GATTC കട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യും. അപ്പോൾ ആദ്യം കട്ട് ചെയ്ത ബോണ്ട് ഏതാ? ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട് ഈസ് കട്ടിങ്. സെക്കൻഡ് കട്ട് ചെയ്ത ബോണ്ട് ഏതാ? ഹൈഡ്രജൻ ബോണ്ട് ഈസ് കട്ടിങ്. അങ്ങനെയാണെങ്കിൽ ഈ പീസിലൊന്ന് ഇങ്ങോട്ട് എടുത്ത് ഈ ഒരു കാണുന്ന ഈ 2 പീസുകളൊന്ന് അടിയിലേക്ക് എടുത്ത് വരച്ച് നോക്കി കഴിഞ്ഞാൽ നോക്കിക്കോ, ATTC എന്ന് പറയുന്ന ആൾ, അയാളുടെ ഓപ്പോസിറ്റ്, ടിയുടെ ഓപ്പോസിറ്റിൽ ആരുണ്ട്? ഇതിനെ കട്ട് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഇവിടെ 3 ബോണ്ട് കൊടുത്തിട്ട് വി മസ്റ്റ് റൈറ്റ് ആരെ റൈറ്റ് ചെയ്ത് കൊടുക്കണം? ഒരു ജീനെ നമ്മളിവിടെ കൊടുക്കണം. ഇതാണ് ഒന്നാമത്തെ ആൾ. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് അതിന് അടിയിലോട്ട് വരുന്ന ആൾക്കാരാണ്. അതിനടിയിലോട്ട് വരുന്ന ആരൊക്കെ? സിയിലല്ലേ സിക്ക് കട്ടിങ് വരുന്നില്ല. അപ്പോൾ അതിന് അടിയിലോട്ട് നോക്കിക്കോ, സി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ടി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ടി ദെൻ അഗെയിൻ എ ജി ഉണ്ടോ? ജിയില്ല. എന്താ? ജീൻ്റെ അവിടെ കട്ടിങ് വരുന്നുണ്ട്. പിന്നെ മുകളിലോട്ട് എന്തുണ്ട്? മുകളിലോട്ട് ഒരു ജിയും കാണുന്നുണ്ട്. ഇവിടെ. ദിസ് ഇസ് ഇറ്റ്. അങ്ങനെ 2 ആൾക്കാരെ നമുക്ക് കിട്ടുന്നത്. ദിസ് ഈസ് ദി ഫസ്റ്റ് പീസ്. ഇതാണ് ഒന്നാമത്തെ എന്ന് പറയുന്നത്, ഇതാണ് രണ്ടാമത്തെ. അപ്പോൾ നമുക്ക് നോക്കിക്കോ, ഇങ്ങനെ ഇപ്പോൾ 2 എണ്ണം കിട്ടി. ഇതൊന്നും കിട്ടി, 2 സ്ട്രാൻഡ് കിട്ടി അല്ലേ? ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞ സമയത്ത് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ ഇതിൻ്റെ ഇടയിൽ ബോണ്ട് ബ്രേക്ക് ചെയ്തപ്പം ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്തപ്പോൾ ഇയാളുടെ അടുത്തുണ്ട് 2 ഫ്രീ ഹൈഡ്രജൻസ് ഉണ്ട്. ഇവിടെ 2 ഫ്രീ ഹൈഡ്രജൻസ് ഇല്ലേ? ഇവിടെ GAATTCയിൽ നോക്കി, ഇവിടെ 2 ഫ്രീ ഹൈഡ്രജൻസ് ഉണ്ട്, ഇവിടെയും ഫ്രീ ഹൈഡ്രജൻസ് ഉണ്ട്, ഇവിടെയും ഫ്രീ ഹൈഡ്രജൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻസ് ആണ് ബോണ്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത് അല്ലേ? ഈ സ്റ്റിക്കി ആൻഡ് കട്ടിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോക്കുക, ഇൻ സ്റ്റിക്കി ആൻഡ് കട്ടിങ്, സിൻസ് ബോത്ത് ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട്സ് ആൻഡ് ഹൈഡ്രജൻ ബോണ്ട്സ് ആർ ബ്രേക്കിംഗ് ഹിയർ, ദ ഫ്രീ ഹൈഡ്രജൻസ് വിൽ ബി അവൈലബിൾ ഫോർ മേക്കിംഗ് ബോണ്ടിങ്. അതായത് ബോണ്ടിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫ്രീ ഹൈഡ്രജൻസ് വിൽ ബി അവൈലബിൾ ആയിരിക്കും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കേട്ടോ. 2 ബോണ്ട് കട്ട് ചെയ്യുന്നുണ്ട്, ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ടും ഹൈഡ്രജൻ ബോണ്ട്സും. അതുകൊണ്ട് തന്നെ ഫ്രീ ഹൈഡ്രജൻ വിൽ ബി അവൈലബിൾ ഫോർ മേക്കിംഗ് ബോണ്ട്. ആൻഡ് ദാറ്റ്സ് വൈ ദ സ്റ്റിക്കി ആൻഡ് ടൈപ്പ് ഓഫ് കട്ടിംഗ് ഈസ് നോൺ ആസ് വാട്ട്? ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് ടൈപ്പ് ഓഫ് കട്ടിംഗ് എന്ന് പറയുന്നത്. 2 ടൈപ്പിൽ ഏറ്റവും കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ളതാണ്. ഇപ്പം നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആലോചിക്കാൻ മതിയല്ലോ. നമ്മളെ ആശാരിമാരൊക്കെ ഒരു മരമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ എങ്ങനെ കട്ട് ചെയ്തെടുക്കുക? ഇത് ഇങ്ങനെ ഉണ്ടാക്കുക. അത് 2 പോർഷൻസ് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ 2 പോർഷൻ്റെ ജോയിൻസ് വരുന്നത് എങ്ങനെയായിരിക്കും? ഇത് ജസ്റ്റ് ഇങ്ങനെ ആയിരിക്കും വരുന്നത്, ഒരു പെർപെൻഡിക്കുലർ ടൈപ്പ് അല്ലേ? നമുക്ക് പഠിച്ചിട്ടുണ്ട്. കാരണം എന്താ? ഇതാണ് ഈസി ആയിട്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുക. പറ്റുന്ന ഈ ഒരു ടൈപ്പ് ഓഫ് കട്ടിംഗ് ആയിരിക്കും. ഇത് ഏത് കട്ടിങ്ങാണ്? സ്റ്റിക്കി ആൻഡ് ടൈപ്പ് ഓഫ് കട്ടിംഗ് ആണ്. ക്ലിയർ? ഇനി നമ്മൾ അതിൻ്റെ രണ്ടാമത്തെ ടൈപ്പ്, ഏതാ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞേ? GATTC എന്ന് പറയുന്നത്. അല്ല സോറി, രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ബ്ലെൻഡ് എൻഡ് ടൈപ്പ് ഓഫ് കട്ടിംഗ് ആണ്. സോറി, നോക്കിക്കോ, ബ്ലെൻഡ് എൻഡ് ടൈപ്പ് ഓഫ് കട്ടിംഗ് എങ്ങനെ നടക്കുന്നത് നോക്കാം. അതിന് നിങ്ങൾക്ക് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം, എന്നാലും നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലുള്ളൂ. നോക്കിക്കോ, വി ഹാവ് സ്പെഷ്യൽ നമ്മുടെ ഒരു ഒരു റെസ്ട്രിക്ഷൻ എൻസൈം ഉണ്ട്, അതിനൊരു റെക്കഗ്നീഷൻ സീക്വൻസ് ആണ്. നോക്കിയോ, അതിൻ്റെ റെക്കഗ്നീഷൻ സീക്വൻസ് ഒന്ന് നോക്കിക്കോ. GGCCC എത്ര ഉണ്ട്? 6 എണ്ണം. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആരെ വരിക? G ഇതിൻ്റെ ഓപ്പോസിറ്റ് CCC അല്ലേ? അപ്പോൾ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ഈസി. അതിൻ്റെ ഇടയിലൊക്കെ കാണുന്ന എത്ര ബോണ്ടാണ്? ഇവിടെ 3 ബോണ്ട്, ഇവിടെയും 3 ബോണ്ട്, ഇവിടെയും 3 ബോണ്ട്. ഹിയർ ഓൾസോ 3 ഹൈഡ്രജൻ ബോണ്ട്സ് അല്ലേ? ഇനി രണ്ടാമത്തെ ബോണ്ട് ഏതാ മക്കളെ? ഇതിൻ്റെ ഇടയിൽ കാണുന്നൊരു ബോണ്ടിൽ ഏതാ? ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട് ഈസ് ദർ. So now this is from 3' to 5' direction, and this will be just opposite, that is 5' to 3' directions. ഇങ്ങനെയാണ് കാണുന്നത് അല്ലേ? ഇനി ഞാൻ പറയുന്ന കട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, I am saying you that is we have a special restriction enzymes which makes cut between G and C യുടെ അടുത്താണ് കട്ടിങ് ഉണ്ടാക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 3' അയാൾ വായിക്കുകയാണെങ്കിൽ ഇവിടെ കട്ട് ചെയ്യാൻ പറ്റുമോ? നോ. ദിസ് ഇസ് G and G. ഇവിടെ കട്ട് ചെയ്യാൻ പറ്റുമോ? G and G. ഇവിടെ കട്ട് ചെയ്യാൻ പറ്റുമോ? യെസ്, ഇറ്റ് ഈസ് പോസിബിൾ. ഇവിടെ പറ്റൂല. കാരണം എന്താ? ബിറ്റ്വീൻ C and C. So the cutting is made between G and C. കട്ടിങ് ഇവിടെ ഉണ്ടാക്കുന്നത്.
ഇനി ഈ നിന്ന് വായിച്ചു നോക്കിയേ, ഇവിടെ കട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇവിടെയോ? പറ്റൂല. ഇവിടെയോ? ഇവിടെ പറ്റുമോ അല്ലേ? ഇവിടെ പറ്റുമോ? പറ്റൂല. ഇവിടെ പറ്റൂല. അപ്പോൾ കട്ടിങ് ഇവിടെ ഉണ്ടാക്കുന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇയാൾ കട്ട് ചെയ്യുന്ന ബോണ്ട് എന്ന് പറയുന്നത് ജസ്റ്റ് ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ടാണ്. തിരിച്ച് ഇവിടെ ഒരു ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 പീസായിട്ട് മാറി. ഇപ്പോൾ നോക്കിക്കേ, ഇതൊരു പീസും ഇതൊരു പീസും 2 പീസ് മാറി അല്ലേ? ഇവിടെ നിന്ന് ആലോചിക്കാൻ മതി, ഇവിടെ ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്തു, ഇവിടെ ഒരു ഹൈഡ്രജൻ ബോണ്ട് പോലും ബ്രേക്ക് ചെയ്തില്ല. ഇവിടെ ആകെ ബ്രേക്ക് ചെയ്തിരിക്കുന്ന ബോണ്ട് ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ടാണ്. വിച്ച് മീൻസ് ദാറ്റ് ഇൻ ബ്ലെൻഡ് ആൻഡ് ദർ ഈസ് ഓൺലി ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ട്സ് ആർ ഗെറ്റിംഗ് ബ്രേക്കിംഗ് വെറാസ് ഹൈഡ്രജൻ ബോണ്ട്സ് ആർ ഇൻടാക്ട്. അതുപോലെ തന്നെ ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ ഫ്രീ ഹൈഡ്രജൻസ് അവൈലബിൾ ആണോ? ബോണ്ടിങ്ങിന് അവൈലബിൾ അല്ല. ഇത് എഫിഷ്യൻ്റ് ആണോ? ലെസ് എഫിഷ്യൻ്റ് ആണ്. ആലോചിക്കാൻ മതി. നേരത്തെ നമ്മൾ പറഞ്ഞ ആശേരി ഉണ്ടാക്കുന്ന സംഭവമല്ലേ ഒരു മരം കൊണ്ട് ഉണ്ടാക്കുന്നത്. അയാൾ ഇങ്ങനെയാണ് മരം ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിന് ഒട്ടിക്കാൻ പറ്റും മക്കളെ? ഇതിന് ഒട്ടിക്കാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞ പോലെ സ്റ്റിക്കി എൻഡായാലും ഒട്ടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ബ്ലണ്ട് എൻഡ് കട്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കൺസെപ്റ്റ് ഒക്കെ ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് റെസ്ട്രിക്ഷൻ എൻസൈമിനെ കുറിച്ച് ഞാൻ കുറച്ച് പോയിന്റുകൾ പറയണമെന്ന് ആലോചിച്ചിരുന്നത്. ഓക്കെ, അത് വിട്ടേക്കാം. ഇനി ഈ ചാപ്റ്ററിൽ ഞാൻ എനിക്ക് ഡീൽ ചെയ്യാൻ പോകുന്ന പോർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റ് us start. What's the time? ഓക്കെ, നമ്മൾ ഇതിൽ ഡീൽ ചെയ്യാൻ പോകുന്നൊരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദി പ്രോസസ് ഓഫ് ശരിക്കും ബയോടെക്നോളജിയുടെ ഒരു പ്രോസസ്സുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കുക, ആ പ്രോസസ്സുകളൊന്നും ലിസ്റ്റ് ഔട്ട് ചെയ്തേക്കാം. നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത് നോക്കുക. ആദ്യം നമ്മൾ ഐസൊലേഷൻ ഓഫ് എ ഡിസൈറബിൾ DNA അല്ലേ? നമുക്കിപ്പോൾ നമ്മൾ നോക്കുകയാണ് 2 വെറൈറ്റി ഉണ്ട്. ഒരു വെറൈറ്റിയിൽ ഒരു ഡിസീസിൻ്റെ പ്രശ്നമുണ്ട്, പക്ഷെ നല്ല പ്രോഡക്റ്റ് കിട്ടും. മറ്റേ വെറൈറ്റി, വേറൊരു വെറൈറ്റി നമ്മളിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ആ വെറൈറ്റിയിൽ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ പ്രോഡക്റ്റ് കുറവാണ്, പക്ഷേ അതിൽ ഈ സ്പെഷ്യലായിട്ടുള്ള ഡിസീസിനെ റെസിസ്റ്റൻ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ജീൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ആ ഒരു വെറൈറ്റിയിൽ നിന്ന് ഏതാണോ ആ ജീൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ആ ജീൻ ഐസൊലേറ്റ് ചെയ്യുക, എന്നിട്ട് ഇതിലേക്ക് കൊടുത്താൽ മതി. അതല്ല നമ്മൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ട പ്രോസസ്സ് എന്താണ്? ഐസൊലേഷൻ ഓഫ് ദി ഡിസൈറബിൾ DNA ആണ് ആദ്യം നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് അല്ലേ? ഇനി രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യും? DNA നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ ആയിട്ടുള്ള DNA നമുക്ക് എന്ത് ചെയ്യണം? ഫ്രാഗ്മെൻറ്റൈസേഷൻ ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഐസൊലേഷൻ ഓഫ് ഡിസൈറബിൾ DNA ചെയ്യുന്നത് എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ അല്ലേ? നോക്കുക, നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ സിമ്പിളായിട്ട് ശ്രദ്ധിച്ചിരുന്നോ, ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുക. എന്നിട്ട് ഏത് സെല്ലിൽ നിന്നിട്ടാണോ നിങ്ങൾക്ക് ആ DNA ഐസൊലേറ്റ് ചെയ്യേണ്ടത് ആ ഒരു സെല്ലിൻ്റെ സൊല്യൂഷൻ നമ്മൾ ഇതിൽ എടുക്കുന്നു. ഇപ്പോൾ ആ ഒരു സെൽ സൊല്യൂഷൻസ് ഈ ഒരു ടെസ്റ്റ് ട്യൂബിലുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്കൊരു പ്ലാന്റ് സെല്ലാണെങ്കിൽ നമുക്കറിയാം ഈ പ്ലാന്റ് സെല്ലിൻ്റെ ഏറ്റവും പുറത്ത് കാണുന്നത് ആരാ? സെൽ വാൾ കാണാം. നമുക്ക് സെൽ വാൾ ആവശ്യമുണ്ടോ? ഇല്ല, നമുക്ക് സെൽ വാൾ ആവശ്യമില്ല അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് കൊടുത്താൽ മതി? സെൽ വാൾ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻസ്. നമുക്കറിയാവുന്ന കേസാണ്. അപ്പോൾ നമ്മൾ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുക? സെല്ലുലേസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ സെൽ വാൾ ആ സെല്ലിൻ്റെ സെൽ വാളിനെ കട്ട് ചെയ്യും. ഇനി എന്ത് ആഡ് ചെയ്യിക്കുക? പെക്റ്റിനേസ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും? സെൽ വാൾ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും? പോയി. ഇനി അതല്ല, നമ്മൾ എടുക്കുന്ന സെല്ലങ്ങനെ ഒരു പക്ഷേ ബാക്ടീരിയ ആണെങ്കിൽ ഏത് എൻസൈമാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്? ബാക്ടീരിയൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ ലൈസോസൈമാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ലൈസോസൈമാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ക്ലിയർ അല്ലേ? ഇനി അതല്ല ഫംഗസ് ആണെങ്കിലോ? ഫംഗസിൻ്റെ കേസിൽ സെൽവാൾ ഉണ്ടോ മക്കളെ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഫംഗസിൻ്റെ കേസിൽ ആരാളേ? കൈറ്റിനേസ് അല്ലേ? അപ്പോൾ ഫംഗസിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ കൈറ്റിനേസ് അല്ലെങ്കിൽ നമ്മളോട് കൈറ്റിൻ എന്ന് പറയുന്നൊരു വോളുള്ളത്, അതുകൊണ്ട് കൈറ്റിനേസ് നമ്മളോട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി നമുക്ക് ഈ ഒരു ടെസ്റ്റ് ട്യൂബിൽ എന്താണെന്ന് ചെക്ക് ചെയ്യണം. ഈ ബാക്കി നമുക്ക് ഈ ടെസ്റ്റ് ട്യൂബിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെസ്റ്റ് ട്യൂബിൽ നമ്മുടെ സൊല്യൂഷൻ ഉണ്ട്, ആ സെൽ സൊല്യൂഷൻ ഉണ്ട്. പക്ഷേ അതിന് സെൽ വാൾ ഉണ്ടോ മക്കളെ? അതിന് സെൽ വാളിൽ എന്തുണ്ട്? സെൽ മെംബ്രെയിൻസ് ഉണ്ട്, അതായത് പ്ലാസ്മ മെംബ്രെയിൻസ് ഉണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കാണുന്ന ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? നമ്മൾ ആവശ്യമുള്ള DNA ഉണ്ട്. അപ്പോൾ നമുക്ക് സെൽ വാളിന് ആവശ്യമുണ്ടോ? സെൽ വാളിന് ആവശ്യമില്ല. സെൽ വാളിന് ആവശ്യമില്ലെങ്കിൽ നമുക്ക് അതിന് ഒഴിവാക്കിയിടെ. എങ്ങനെ ഒഴിവാക്കാം? സെൽ വാളിന് ആവശ്യമില്ലെങ്കിൽ സെൽ മെംബ്രെയിൻ ആവശ്യമില്ല അല്ലേ? പ്ലാസ്മ മെംബ്രെയിൻ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം? പ്ലാസ്മ മെംബ്രെയിൻ മെയിൻ കമ്പൗണ്ട് ലിപ്പിഡും പ്രോട്ടീനാണ്. വി വിൽ ജസ്റ്റ് അപ്ലൈ പ്രോട്ടീനേസ് ആൻഡ് ലിപ്പേസ്. പ്രോട്ടീനേസ് അപ്ലൈ ചെയ്യും, ലിപ്പേസ് അപ്ലൈ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾ പ്രോട്ടോപ്ലാസ്റ്റിലേക്ക് എത്തി. പ്രോട്ടോപ്ലാസ്റ്റിലെത്തുമ്പോൾ അവിടെ ചിലപ്പോൾ RNA ഒക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? RNA നമുക്ക് ആവശ്യമില്ല, RNAs കൊടുത്താൽ മതി. എന്തെങ്കിലും വേറെ ആൾക്കാരുണ്ടോ? ഡൈസാക്രൈഡ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഡൈസാക്രൈഡൈസ് കൊടുക്കുക, കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കംപ്ലീറ്റ് അതിനുള്ളിലുള്ള ആൾക്കാർ പോയി. ഇനി നമുക്ക് എന്താ ഉള്ളത്? ഇനി നമുക്ക് ഇവിടെ കിട്ടുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് നത്തിങ് ബട്ട് ഈ ടെസ്റ്റ് ട്യൂബിൽ നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള പെർട്ടിക്കുലർ DNA ഉള്ള ആ DNAയുടെ സൊല്യൂഷനാണ് നമുക്കിവിടെ കിട്ടുന്നത്. എന്ത് സൊല്യൂഷനാണ് മക്കളെ? ഇത് DNA സൊല്യൂഷൻ. നമുക്ക് ആവശ്യമുള്ള ഏതായിരുന്നു? DNA. ആ DNAയുടെ സൊല്യൂഷനാണ് ഇവിടെയുള്ളത്. ഇനി നമുക്ക് DNA ഇവിടെ നിന്ന് ഐസൊലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയാമെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിൽഡ് എത്തനോൾ സൊല്യൂഷൻ. എത്തനോൾ അല്ലേ? എത്തനോൾ എന്താ? C2H5OH എന്ന് പറയുന്ന ചിൽഡ് എത്തനോൾ സൊല്യൂഷനെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക.
ഈ ചിൽഡ് ഇതിനോളുടെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണെണ്ണയും വെള്ളവും കൂട്ടിയ പോലെ ആയിരിക്കും. രണ്ടും എന്തായിരിക്കും? സെപ്പറേറ്റ് കളർ ആയിരിക്കും അല്ലേ. നമുക്കിപ്പോൾ വെള്ളത്തിലേക്ക് മണ്ണെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ രണ്ടിൻ്റെയും ജംഗ്ഷൻ നമുക്ക് കാണാൻ പറ്റും. വൈറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ, ഓപ്പോസിറ്റ് ആയിട്ട് മണ്ണിൻ്റെ വേറെ കളർ ഉണ്ടാവും, നീല കളർ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ജംഗ്ഷൻ നമുക്ക് കാണാൻ പറ്റും. സിമിലറായി ഇവിടുത്തെ എഫക്റ്റ് എന്ന് പറയുന്നത്. നമ്മളിത് ആഡ് ചെയ്യുന്നതിൻ്റെ ഒരു ഇതായിട്ട് റിസൾട്ടൻ്റ് ആയിട്ട് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ പെർട്ടിക്കുലർ ആയിട്ടുള്ള ടെസ്റ്റ് ട്യൂബിൽ നോക്കുക, ഇത്രയും ഏരിയയിൽ DNA സൊല്യൂഷനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഏരിയയിൽ കാണുന്ന എത്തനോൾ സൊല്യൂഷനും ഇവിടെ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. രണ്ട് സൊല്യൂഷനും ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതിൻ്റെ ഇടയിലുള്ള ജംഗ്ഷനും കാണാൻ പറ്റും. ഇനി ചിൽഡ് എത്തനോൾ നിങ്ങളിവിടെ ആഡ് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ റിസൾട്ടിനായിട്ട് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള DNA ഇല്ലായിരുന്നു. ആ DNA നമുക്ക് നോക്കിയാലൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ ഈ DNA ഇവിടെ എന്ത് ചെയ്യും? ദ DNA വിൽ ഗെറ്റ് precipitate, which means the addition of chilled ethanol will get precipitate the DNA. എവിടെ DNA precipitate ചെയ്ത് വെക്കുന്നത്? In the junction of the two solution. രണ്ട് സൊല്യൂഷൻ്റെ ജംഗ്ഷനിലായിട്ടാണ് അതിനെ എന്ത് ചെയ്യുന്നത്? അതിനെ മുകളിലേക്ക് precipitate ചെയ്ത് വെക്കുന്നത്. ഇപ്പോൾ വളരെ ഈസിയില്ല മക്കളെ. ആദ്യം തൊടുക്കുക, ഇതൊക്കെ കൊടുത്തിട്ട് സെൽവാളൊക്കെ ഒഴിവാക്കുക, പിന്നെ നമ്മൾ പ്ലാസ്മ മെമ്പറൈൻ ഒഴിവാക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? DNA സൊല്യൂഷനിലേക്ക് ചിൽഡ് എത്തനോൾ അല്ലേ, എന്താ സ്പിരിറ്റ്, എത്തനോൾ നമ്മൾ ആഡ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഈ കാണുന്ന DNA എന്ന് പറയുന്നത് ഇവിടെ പ്രസിപ്പിറ്റേറ്റ് നിൽക്കുന്നുണ്ടാവും. എനിക്ക് ഈസിയായിട്ട് കാണാൻ പറ്റും. പക്ഷേ DNA അല്ല, അവിടെ നിങ്ങൾക്ക് ഒരു പ്രസിപ്പിറ്റേഷൻ, ഒരു ഫോംസ് അല്ലെങ്കിൽ ഒരു പത പോലെ നിങ്ങൾക്ക് ഒരു സംഭവം കാണാൻ പറ്റും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് സ്പാച്ചുല അല്ലെങ്കിൽ സ്പൂണൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതിനങ്ങനെ അങ്ങോട്ട് ജസ്റ്റ് കോരിയെടുത്താൽ മതി. സ്പാച്ചുലൊക്കെ ഉപയോഗിച്ചിട്ട് ഒന്ന് കോരിയെടുത്താൽ മതി. ഈ പ്രോസസ്സിന് എന്താ മക്കളെ വിളിക്കുന്നത്? ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സ്പൂളിംഗ്. എന്ത് പ്രോസസ്സിനെ? ദ റിമൂവൽ ഓഫ് ദ precipitate DNA ഫ്രം ദ ജംഗ്ഷൻ ഓഫ് ദി DNA സൊല്യൂഷൻസ് ആൻഡ് ദ ചിൽഡ് എത്തനോൾ ബൈ യൂസിങ് എ സ്പാച്ചുല ഈസ് നത്തിങ് ബട്ട് നോൺ ആസ് വാട്ട്? സ്പൂളിംഗ്. ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് എക്സാമിന് വരാൻ പോകുന്നൊരു ക്വസ്റ്റൻ ആണ് സ്പൂളിംഗ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സ്പൂളിംഗ് ആൻഡ് മറ്റൊരു ടേമാണ് ഇല്യൂഷൻ എന്ന് പറയുന്ന രണ്ട് ടേംസിനെ കുറിച്ച് നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവും അല്ലേ. അപ്പോൾ അത് ആദ്യം സ്പൂളിംഗ് എന്താണെന്നുള്ള കാര്യം ക്ലിയർ ആയല്ലോ. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള DNA കിട്ടി. അതാണ് നമ്മളെ ഫസ്റ്റ് പ്രോസസ്. ദാറ്റ് ഈസ് വാട്ട്? ഐസൊലേഷൻ ഓഫ് ഡിസൈറബിൾ DNA. അത് കഴിഞ്ഞു നമുക്ക് അല്ലേ. വളരെ ഒരു കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയാസാണിത്. ആ കൺസെപ്റ്റ് നിങ്ങൾ കറക്റ്റ് ടൈമിൽ ക്യാച്ച് ചെയ്ത് പോവുക. ഒരു പ്രശ്നങ്ങളുണ്ടാവരുത്, കറക്റ്റ് ക്യാച്ച് ചെയ്ത് പോവുക. ഇനി രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഈ കിട്ടിയിരിക്കുന്ന DNA നമ്മൾ രണ്ടാമതായിട്ട് ചെയ്യുന്നത് വെച്ചാൽ ഫ്രാഗ്മെൻറ്റൈസേഷൻ ബൈ യൂസിങ് റെസ്ട്രിക്ഷൻ എൻസൈം. റെസ്ട്രിക്ഷൻ എൻസൈംസിനെ ഉപയോഗിച്ചുകൊണ്ട് ഫ്രാഗ്മെൻറ്റൈസ് ചെയ്യുക. ഇപ്പോൾ ഇതൊരു DNA ആണെന്ന് എഴുതിക്കോ, ഈ DNA നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്കോ R1 ഞാൻ നിങ്ങൾക്ക് കാണിച്ചെന്നില്ലേ, അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക? ഇതിന് ഓരോ പീസുകളായിട്ട് ഫ്രാഗ്മെൻറ്റൈസ് ചെയ്തിട്ട് സെവറൽ പീസാക്കി മാറ്റുക. അതാണ് ഫ്രാഗ്മെൻറ്റൈസേഷൻ ഓഫ് എ DNA ബൈ യൂസിങ് റെസ്ട്രിക്ഷൻ എൻസൈംസ്. ഇനി മൂന്നാമതായിട്ട് വരുന്ന സ്റ്റെപ്പ് എന്താണെന്ന് അറിയുന്നത് നിങ്ങൾക്ക്? ഈ ഫ്രാഗ്മെൻറ്റൈസ് ചെയ്തിരിക്കുന്ന DNA എന്ത് ചെയ്യുക? സെപ്പറേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത്, അതിനെ ഡിസൈറബിൾ DNA ഫ്രാഗ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലേ. ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ള ഡിസൈറബിൾ DNA ഫ്രാഗ്മെൻറ്റ് അതിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത്. സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഐസൊലേഷൻ ഓഫ് ഡിസൈറബിൾ DNA ഫ്രാഗ്മെൻറ്റ് ബൈ യൂസിങ് ആരെ വെച്ചിട്ട്? ഏതാ ടെക്നിക്ക്? ജെൽ ഇലക്ട്രോഫോറസിസ്. ടെക്നിക്ക് ഏതാ മക്കളെ? ജെൽ ഇലക്ട്രോഫോറസിസ്. ഏതാ ടേംസ് എന്ന് പറയുന്നത്? ജെൽ ഇലക്ട്രോഫോറസിസ് ടെക്നിക്സ് വെച്ചിട്ട് അതിന് നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ഭയങ്കര ഈസിയാണ്. ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. നമ്മൾ ചെയ്തൊരു സംഭവമാണ്. നമ്മൾ അഗ്രികൾച്ചറിനൊക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ നമുക്ക് ഒരുപാട് ഇതുപോലുള്ള എക്സ്പെരിമെൻറ്റ്സ്, ബയോടെക്നോളജിയിലായാലും ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് നമുക്ക് വരുന്നതാണ്. ജെൽ ഇലക്ട്രോഫോറസിസിൻ്റെ അപ്ലിക്കേഷൻസ് ഒക്കെ നന്നായി ശ്രദ്ധിച്ചിരുന്നു. നമുക്ക് അതിൻ്റെ വളരെ സുതാര്യമായിട്ട് അല്ലെങ്കിൽ വളരെ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് നമുക്ക് പഠിക്കേണ്ടത്. ശരി, കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്, നമുക്ക് അത്ര ആവശ്യമില്ല. നോക്കിക്കോ, ജെൽ ഇലക്ട്രോഫോറസിസ്. ജെൽ എന്താ സംഭവം നോക്കിക്കോ. ഇത് നോക്കാം. നമ്മളൊരു ജെൽ ഇലക്ട്രോഫോറസിസ് പ്ലേറ്റിന് അങ്ങ് കൺസിഡർ ചെയ്തു. ഇതാണ് ഒരു ജെൽ ഇലക്ട്രോഫോറസിസ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള പ്ലേറ്റ് ഭയങ്കര ബ്ലാങ്ക് ആണ്, പ്ലേറ്റിലൊന്നുമില്ല. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അഗാരോസ് മീഡിയത്തിനെ നമ്മൾ ആഡ് ചെയ്യും. എന്താ മക്കളെ അഗാരോസ് മീഡിയം? കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ഏടാ ഫസ്റ്റ് ഇയറിൽ നമ്മൾ റെഡ് ആൽഗെ, ഗ്രീൻ ആൽഗെ, ബ്രൗൺ ആൽഗെ പഠിച്ചപ്പം റെഡ് ആൽഗെ ആയിട്ടുള്ള ജെലീഡിയം ഗ്രാസിലേറിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് എന്ത്? അഗാരോസ് എന്ന് പറയുന്നത് അല്ലേ. ജെല്ലി സബ്സ്റ്റൻസ് ആണ് എന്ന് പറഞ്ഞാൽ സീവീഡ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം റെഡ് ആൽഗെ മോസ്റ്റ്ലി സീലാണ്, മെറൈൻ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ നോക്കുക, ഈ പെർട്ടിക്കുലർ ആയിട്ടുള്ള അഗാരോസിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാം. ക്ലിയർ ആണോ? കംപ്ലീറ്റ് ഇതിനുള്ളിൽ അഗാരോസിനെ ഫില്ല് ചെയ്യുക. എന്തുകൊണ്ട് നമ്മൾ അഗാരോസിനെ യൂസ് ചെയ്യുന്നു? നമ്മൾ എന്തുകൊണ്ട് വാട്ടറിനെ യൂസ് ചെയ്യുന്നില്ല? വാട്ടർ എന്ന് പറയുന്ന കുറച്ചും കൂടി നമ്മൾ നോക്കിയാൽ വിസ്കോസിറ്റി കുറഞ്ഞൊരു ഏരിയ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഫ്ലൂയിഡ് മൂവ്മെൻറ്റ്സ് വളരെ കൂടുതലാണ് വാട്ടറിൻ്റെ അല്ലേ. പക്ഷേ അഗാരോസ് എന്താ? അഗാരോസ് ഇസ് എ ജെല്ലി സബ്സ്റ്റൻസ് വിച്ച് ക്യാൻ ഗിവ് എ സീവിങ് എഫക്റ്റ്. എന്താ സീവിങ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ? മക്കളെ ശ്രദ്ധിച്ചിരിക്കുക. സീവിങ് എഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
എന്താണ് അരിപ്പല്ലേ, നമ്മൾ ചായ എടുക്കുമ്പോൾ ചായപ്പൊടി അരിക്കുന്ന സംഭവം, അരിക്കുന്ന പ്രോസസ്സ്, അതാണ് സീവിങ് എഫക്റ്റ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇതിനുള്ളിൽ കംപ്ലീറ്റ് ബർദിയ അഗാരോസ് കംപ്ലീറ്റ് ഇതിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ഫുള്ള് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു വെല്ലുകൾ ഉണ്ടാക്കും. വെൽസ് എന്ന് പറഞ്ഞാൽ കിണറാണ്, പക്ഷേ നമ്മളിവിടെ ഉണ്ടാക്കുന്നത് എന്താ, നമുക്കിവിടെ DNA, നമ്മൾ നേരത്തെ ഐസൊലേറ്റ് ചെയ്തിരുന്ന DNA ഫ്രാഗ്മെൻസിനെ ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട് റെസ്ട്രിക്ഷൻ എൻസൈംസ് വെച്ചിട്ട്. അത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എന്തുണ്ടാക്കുന്നത്, ചെറിയ വെൽസ് ഉണ്ടാക്കുന്നത്. ഇനി നോക്കിക്കോ, നമ്മളിവിടെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 ഇലക്ട്രോഡ്സിനെ കണക്ട് ചെയ്യും. ദിസ് ഇസ് ആൻ ഇലക്ട്രോഡ്, ദിസ് ഇസ് ആൻ അനദർ ഇലക്ട്രോഡ്. ഈ ഇലക്ട്രോഡ് ഒരു നെഗറ്റീവ് ഇലക്ട്രോഡും ഈ ഇലക്ട്രോഡ് എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ഇലക്ട്രോഡ്സാണ്. ഈ നെഗറ്റീവ് ഇലക്ട്രോഡ്സിന് വി ആർ കണക്ടിങ് ഇൻ ടു എ പോസിറ്റീവ് ടെർമിനൽ ഓഫ് എ ബാക്ടീരിയ, വെറസ് പോസിറ്റീവ് വൺ ഈസ് കണക്റ്റഡ് ടു ദ നെഗറ്റീവ് ടെർമിനൽ ഓഫ് എ ബാക്ടീരിയ. അല്ലേ, നെഗറ്റീവാണ് പോസിറ്റീവാണ് നമ്മൾ കണക്ട് ചെയ്തു, ബാറ്ററി കണക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ DNA ഫ്രാഗ്മെൻസിനെ നമ്മൾ ഇതിലേക്ക് ഇടാണ്. DNA ഫ്രാഗ്മെൻസിനെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. DNA ഫ്രാഗ്മെൻസിനെ ഇതിലൊക്കെ കംപ്ലീറ്റ് DNA ഫ്രാഗ്മെൻറ്റൈസേഷൻ ചെയ്ത DNA കാണാൻ പറ്റില്ല, പക്ഷേ ആ സൊല്യൂഷൻ ഉണ്ടാക്കുക, സൊല്യൂഷനെ പാർന്നു കൊടുക്കുക അതിലേക്ക്. എന്നിട്ട് നമ്മളിവിടെ ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യം അറിയാം, എന്താ, ഈ DNA ഫ്രാഗ്മെൻറ്റ് വിച്ച് ഇസ് ക്യാരിങ് എ നെഗറ്റീവ് ചാർജ്, അല്ലേ, നെഗറ്റീവ് വിൽ ഗെറ്റ് എന്താ റിപ്പൽ, നെഗറ്റീവ് പോസിറ്റീവ് വിൽ ഗെറ്റ് അട്രാക്ഷൻ, അല്ലേ. ഇപ്പോൾ ഇത് നെഗറ്റീവാണ്, ഇവിടെ കാണുന്ന DNA ഫ്രാഗ്മെൻറ്റ്സ് നെഗറ്റീവാണ്, ഡെഫിനറ്റ് ആയിട്ട് ദിസ് വിൽ ഗെറ്റ് എ റിപ്പൽഷൻ നടക്കുന്നതിൻ്റെ കാരണമായിട്ട് ഈ DNA ഫ്രാഗ്മെൻറ്റ്സ് വിൽ സ്റ്റാർട്ട്സ് മൂവിങ് ടുവാർഡ്സ് ദി പോസിറ്റീവ് ഇലക്ട്രോഡ്സിലേക്ക് അത് മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നിങ്ങളൊരു ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നോക്കിക്കോ, ഒരു കാര്യം നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. എന്താ, നമ്മളിവിടെ നിങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് വളരെ ചെറിയ സൈസ് വളരെ കുറഞ്ഞിരിക്കുന്ന DNA ഫ്രാഗ്മെൻറ്റ്സ് വിൽ ബി ഓൾമോസ്റ്റ് ക്ലോസസ്റ്റ് ടു ദി പോസിറ്റീവ് ഇലക്ട്രോഡ്, വെറാസ് the largest DNA fragments will be near to the negative electrodes. ഇങ്ങനെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ലാർജർ സൈസ് ഇവിടെയാണുള്ളത്, സ്മോളർ സൈസ് ഇവിടെയാണുള്ളത്. അത് ഈസിയാണ്. നമ്മളിപ്പോൾ ചെറിയൊരു സ്പേസ് കൊടുക്കുകയാണെങ്കിൽ വലിയൊരാളും ഒരു 6 ഫീറ്റുള്ള ഒരാളും ഒരു 5 ഫീറ്റ് സംതിങ് ഉള്ള ഒരാൾക്കാരും കൊടുക്കുകയാണെങ്കിൽ 5 ഫീറ്റുള്ള ആൾ ഈസിയായിട്ട് അങ്ങ് നൊയഞ്ഞു പോകും, അല്ലേ. ഇതേ സംഭവം അവിടെ നടക്കുന്നത്. എന്താണ്, സീവിങ് എഫക്റ്റ് ഉണ്ട്. പക്ഷേ ആൾ ചെറുതാകുമ്പോൾ കുറച്ചും കൂടി വെളി കൂടുതലായിരിക്കും, ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യും, അല്ലേ. സോ ദ മൊബിലിറ്റി ഈസ് ഹയർ ഫോർ ദ സ്മോൾ ഫ്രാഗ്മെൻറ്റ്സ്, ഇറ്റ് വിൽ ബി ഹിയർ. ഇനി സപ്പോസ് എനിക്ക് ആവശ്യമായിട്ടുള്ള ഡിസൈറബിൾ DNA ഫ്രാഗ്മെൻറ്റ്സ് എന്ന് പറയുന്നത്, സപ്പോസ് ഇതാണ് എനിക്ക് ആവശ്യമുള്ള ഡിസൈറബിൾ DNA ഫ്രാഗ്മെൻറ്റ്, ഈ കാണുന്ന ആൾ, ഞാൻ അയാളെ എങ്ങനെ എടുക്കും നോക്കി? ഇത് സിമ്പിളായിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഒരു ജെല്ലല്ല മക്കളെ. ഈ ജെല്ലെടുക്കാൻ വലിയ പ്രയാസമുണ്ടോ? ഇല്ല. ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഏരിയനെ നമുക്ക് അങ്ങ് മുറിച്ചെടുക്കാൻ പറ്റും, അല്ലേ. മുറിച്ചെടുക്കാൻ പറ്റും. ഏതുപോലെ ഹലുവൊക്കെ കഷ്ണങ്ങളിൽ നിങ്ങൾ ഇപ്പം ഇങ്ങനെ കംപ്ലീറ്റ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് എന്താ ചെയ്താൽ മതി, ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെറിയ മുന്തിരിയോ സംഭവം ഉണ്ടെങ്കിൽ നമ്മൾ ആ പോർഷൻ മാത്രം അങ്ങ് കട്ട് ചെയ്തെടുക്കും. ഇതുപോലെ ഇതാണ് ഡിസൈറബിൾ DNA ഫ്രാഗ്മെൻറ്റ് എന്നുണ്ടെങ്കിൽ ഈ ഡിസൈറബിൾ DNA ഫ്രാഗ്മെൻറ്റിനെ മാത്രമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ എടുക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് മക്കൾ എന്ത്, എല്യൂഷൻ. ഇതാ ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞ ഒരു കമ്പാരിസൺ ക്വസ്റ്റ്യൻ വരും. ആ കമ്പാരിസൺ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ എല്യൂഷൻ ആൻഡ് സ്പൂളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ സ്പൂളിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ പഠിച്ചിട്ടുണ്ട്. ഇനി എന്താ എല്യൂഷൻ? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഐസൊലേഷൻ ഓഫ് ഡിസൈറബിൾ DNA ഫ്രാഗ്മെൻറ്റ്സ് ഫ്രം ദ ജെൽ ഇലക്ട്രോഫോറസിസ് പ്ലേറ്റ്, അല്ലേ. ഇന്ന് മുറിച്ചെടുത്തിട്ട് അയാൾ എങ്ങനെ ചെയ്താൽ മതി, പ്യൂരിഫൈ ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ആളെ കിട്ടിയില്ലേ? യെസ്, യു ഗോട്ട് ഇറ്റ്. അപ്പോൾ നമ്മൾ സെപ്പറേഷൻ കണ്ടു, DNA ഫ്രാഗ്മെൻറ്റ്സിന് സെപ്പറേഷൻ കണ്ടു, ഡിസൈറബിൾ DNA ഫ്രാഗ്മെൻറ്റിൻ്റെ ഐസൊലേഷനും നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്കിതിൽ എന്താണ് ചെയ്യേണ്ട കാര്യം എന്നുള്ളൊരു സംഭവം കൂടി നമ്മൾ നോക്കുക. ഇനി എന്താണ് ഇവിടെ ആവശ്യമുള്ളത്? അപ്പോൾ നമുക്ക് ആവശ്യം കിട്ടി, ഏതാളാണ് ആവശ്യമുള്ളത് അയാൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇൻസേർഷൻ ഓഫ് ദിസ് ഡിസൈറബിൾ DNA ഫ്രാഗ്മെൻറ്റ്സ് ഇൻ ടു ദ വെക്ടർ, അല്ലേ. ഇയാളെ കൊണ്ടുപോകുന്ന ആളാണ് ആര്, വെക്ടർ എന്ന് പറയുന്ന ആൾ. അപ്പോൾ നമുക്കറിയാം, മക്കളുടെ വെക്ടറിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നാൽ മതി, 2 ടൈപ്പാണ് പ്രധാനമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ ഈദർ ഇറ്റ് വിൽ ബി എ പ്ലാസ്മിഡ്. വാട്ട് ഈസ് എ പ്ലാസ്മിഡ് എന്ന് പറഞ്ഞാൽ DNA ആണ് എവിടെ കാണുന്നത്. ഇപ്പോൾ ബാക്ടീരിയയുടെ കേസിലൊക്കെ എക്സ്ട്രാ ക്രോമസോമൽ സർക്കുലർ സെൽഫ് റിപ്ലിക്കേറ്റിംഗ് DNA, ദാറ്റ് ഈസ് ആക്ച്വലി പ്ലാസ്മിഡ് എന്ന് പറയുന്നത്, അല്ലേ. ഇനി മറ്റൊരു വെക്ടറായിട്ട് യൂസ് ചെയ്യുന്നതാണ് ബാക്ടീരിയോഫേജിലുള്ളത് ഒരു ലീനിയർ DNAയും അതുപോലെ തന്നെ പ്ലാസ്മിഡ് എന്ന് പറയുന്ന ഒരു സർക്കുലർ ആയിട്ടുള്ള ആളാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഞാനൊരു സപ്പോസ് ഒരു പ്ലാസ്മിഡിനെ ഇവിടെ കൺസിഡർ ചെയ്യുന്നു. ഈ പ്ലാസ്മിഡ് നമ്മൾ വെക്ടറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡിസൈറബിൾ DNA ഫ്രാഗ്മെൻറ്റ്സ് ആ പ്ലാസ്മിഡിലേക്ക് എന്ത് ചെയ്ത് കൊടുത്താൽ മതി, ആഡ് ചെയ്ത് കൊടുത്താൽ പോരെ, അല്ലേ. ആഡ് ചെയ്ത് ഇവിടെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടല്ല മക്കളെ നമുക്ക് അടുത്ത ടൂൾ ആവശ്യമുള്ളത്. ഏതാ ടൂള്? ലിഗേസ് എന്ന് പറയുന്ന ആളെ നമുക്ക് ആവശ്യമുള്ളത്. ഓക്കെ. അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പം പ്ലാന്റിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന ഒരാളാണ് ശരിക്കും TI പ്ലാസ്മിഡ്. അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷൻ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ബാക്ടീരിയത്തിൽ നിന്ന് കിട്ടുന്ന ആളാണ് എന്ത്, നമ്മുടെ TI പ്ലാസ്മിഡ്. എന്താ TI എന്ന് പറഞ്ഞാൽ
ട്യൂമർ ഇൻഡ്യൂസിങ് പ്ലാസ്മിഡ് അല്ലേ. അപ്പോൾ അതിലെ ട്യൂമർ ഇൻഡ്യൂസിങ്ങിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള DNA നമ്മൾ വിളിക്കുന്ന പേരാ TDNA. സപ്പോസ് ഇതൊരു പെർട്ടിക്കുലർ DNA എന്ന് എഴുതിക്കോ, ഇതൊരു പെർട്ടിക്കുലർ DNA എന്ന് എഴുതിക്കോ. ഈ DNA ആണ് സപ്പോസ് TDNA എന്ന് പറയുന്നത്. അപ്പോൾ ആ TDNA എന്ന് പറഞ്ഞാൽ ട്യൂമർ ഉണ്ടാക്കും. നമുക്ക് ട്യൂമർ ഉണ്ടാക്കാൻ പറ്റുമോ? ഇയാളെ കൊണ്ടുപോയി കൊടുത്തിട്ട് ആ കൊടുക്കുന്ന ആ കൂടി ട്യൂമർ കിട്ടില്ല മക്കളെ, ക്യാൻസർ കിട്ടൂലേ? അത് പറ്റുമോ? പറ്റൂല. എന്ത് ചെയ്യണം? ആ TDNA നമുക്കങ്ങ് ബ്രേക്ക് ചെയ്താൽ മതി അല്ലേ. ഇയാളങ്ങോട്ട് ബ്രേക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ മാർക്കറായിട്ട് യൂസ് ചെയ്യുന്ന TDNA ആണ്. എന്നിട്ട് എന്ത് ചെയ്യുക? അവിടെ നമുക്ക് ഡിസൈറബിൾ DNA ഫ്രാഗ്മെൻറ്റ്സിന് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ കാരണമായിട്ട് ഓൾറെഡി അവിടെയുള്ള ട്യൂമർ ഇൻഡ്യൂസിങ് ആയിട്ടുള്ള ആ ഒരു DNAയുടെ ഒരു പ്രോപ്പർട്ടീനെ നമ്മളങ്ങോട്ട് എന്ത് ചെയ്തു? അതിനങ്ങോട്ട് എന്ത് ചെയ്യും? ഒഴിവാക്കി, അല്ലെങ്കിൽ അതിനങ്ങോട്ട് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്, ഇനാക്റ്റീവ് ആക്കിയിട്ടുണ്ട്. എന്നിട്ടാണ് അവിടെ നമ്മൾ പുതിയ ആളെ കയറ്റി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ്, സാധാരണ ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ. ടേം എന്താ? ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ. അപ്പം എക്സാമിന് ഒരു പക്ഷേ ചോദിക്കുകയാണ് വാട്ട് ഈസ് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് അതിന് ആൻസർ ചെയ്തണം. എന്താ ഇൻസേർഷൻ ഇനാക്ടിവേഷൻ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ ഇനാക്ടിവേഷൻ ഓഫ് എ റെസ്പെക്റ്റീവ്, അല്ലെങ്കിൽ ഇനാക്ടിവേഷൻ ഓഫ് എ പെർട്ടിക്കുലർ DNA. ഒരു പെർട്ടിക്കുലർ DNA ഫ്രാഗ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ജീനിൻ്റെ ഒരു ഇനാക്ടിവേഷനാണ് ബൈ ദി അഡീഷൻ അല്ലെങ്കിൽ ബൈ ദി ഇൻസേർഷൻ ഓഫ് a desirable DNA fragments into it by the help of restriction enzyme. Restriction enzyme ഉപയോഗിച്ച് അവിടെ കട്ട് ചെയ്തിട്ട് അതിലേക്ക് വേറൊരാളെ നമ്മൾ ആഡ് ചെയ്യുമ്പം ഓൾറെഡി അവിടെയുള്ള ആളുടെ പ്രോപ്പർട്ടി ആക്ടിവേഷൻ നഷ്ടപ്പെടുന്നതിനെയാണ് ഇൻസേർട്ട് ചെയ്തുകൊണ്ട് ഇനാക്ടിവേഷൻ, ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. നോക്കാം. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യത്തിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യാൻ പോകും. അപ്പോൾ നമ്മൾ എന്താണ് വെക്ടറിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. കുറച്ച് പ്രോപ്പർട്ടീസ് കൂടി ഉണ്ട് മക്കളെ. ഒരു കാര്യം ശ്രദ്ധിക്കണം, എക്സാമിന് വെക്ടറിൻ്റെ പോയിന്റ്സിൽ ചോദിക്കുന്ന ഒരു പോയിൻ്റാണ് ശരിക്ക് ഒരു വെക്ടറിനെ നമ്മൾ എടുക്കണമെങ്കിൽ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക് ആവശ്യമാണ്. ഒരു വെക്ടർ നമ്മൾ എടുക്കണമെങ്കിൽ ആവശ്യമായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ആ വെക്ടറിൽ ദർ ഷുഡ് ബി ആൻ ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ ORI. നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ ORI. രണ്ടാമതായിട്ട് വരുന്നത് ആ വെക്ടറിൻ്റെ ഒരു ക്ലോണിങ് സൈറ്റ് വേണം എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു റെക്കഗ്നീഷൻ സീക്വൻസ് വേണം, അതാണ് ക്ലോണിങ് സൈറ്റ് എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് ആ വെക്ടറിൽ ഒരു മാർക്കർ വേണം, മോളിക്കുലാർ മാർക്കർ. സാധാരണ ആൻറ്റിബയോട്ടിക് ആയിട്ടുള്ള ജീൻസിനെയോ അല്ലെങ്കിൽ കളർ പ്രൊഡ്യൂസിങ് ആയിട്ട് ലാക്സെഡ് ജീൻ പോലെയുള്ള ആൾക്കാരാണ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യാറുള്ളത്? ഒരു മോളിക്കുലർ മാർക്കറായിട്ട് യൂസ് ചെയ്യാറുള്ളത്. കാരണം മാർക്കർ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഈസ് എ മോളിക്കുലർ മാർക്കർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ട പോയിന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദീസ് ആർ ദ സോർട്ട് ഓഫ് ജീൻസ് വിച്ച് വിൽ ഹെൽപ്പ് us to identify whether the vector is a transformant or a non-transformant. വെക്ടർ ട്രാൻസ്ഫോമൻ്റ് ആയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ വെക്ടറിൽ കട്ട് ചെയ്തിട്ട് ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അയാൾ ട്രാൻസ്ഫോമൻ്റ് ആണ് അല്ലേ. ഇനി അതായിട്ടില്ലേ, അതായത് നോൺ ട്രാൻസ്ഫോമൻ്റ്. അപ്പോൾ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ട്രാൻസ്ഫോമൻ്റ് ഓർ നോൺ ട്രാൻസ്ഫോമൻ്റ് ആണോ വെക്ടർ എന്ന് ഹെൽപ്പ് ചെയ്യാൻ, നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് ശരിക്കാര് നമ്മുടെ മോളിക്കുലർ മാർക്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഏരിയ ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നില്ല, നിങ്ങളത് അറിഞ്ഞിരിക്കണം. ഓക്കെ, അത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മളിത് നോക്കാൻ പോകുന്നത് ടൈം ഒന്ന് ഓക്കെ, വി ഹാവ് ലിറ്റിൽ മോർ. നോക്കുക, ഇനി നമ്മളതിൽ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ആ ഒരു പോർഷൻസ് അങ്ങ് തീരട്ടെ. ഇനി അപ്പോൾ നമ്മൾ വെക്ടറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഈ വെക്ടർ നമുക്ക് ഹോസ്റ്റിലേക്ക് കൊടുക്കണം. എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ബോഡി അല്ലേ, ഏതാണ് നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള ആ ഒരു ഓർഗാനിസം അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്, ഹോസ്റ്റ് എന്ന് പറയുന്നത്. ആ ഹോസ്റ്റിലേക്ക് കൊടുക്കേണ്ട പ്രോസസ്സാണ്. അപ്പോൾ ഹോസ്റ്റിലേക്ക് എങ്ങനെ കൊടുക്കേണ്ട ഒരു കാര്യം നോക്കിക്കോ. ഹോസ്റ്റിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ ഹോസ്റ്റിനെ നമ്മൾ കോമ്പീറ്റൻറ്റ് ഹോസ്റ്റാക്കി മാറ്റണം. എങ്ങനെ നമുക്ക് ഹോസ്റ്റിനെ കോമ്പീറ്റൻറ്റ് ഹോസ്റ്റാക്കി മാറ്റാം നോക്കി. നമ്മൾ ആദ്യം എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഈ ഹോസ്റ്റിലേക്ക് നമുക്കിതിൻ്റെ പുറത്ത് ഇവിടെ ഒരു വെക്ടർ വരുന്നുണ്ട്. വെക്ടറിനെ ഈ ഹോസ്റ്റ് ഓർഗാനിസിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യണം. എൻ്റർ ചെയ്യണമെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാം, എന്ത് ചെയ്യണം, ഇവിടെ എന്തെങ്കിലും ഒരു ഓട്ടയൊക്കെ ഒരു സ്പോറൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ആ സ്പോറിലൂടെ ഉള്ളിലേക്ക് പെർഫറേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് വെക്ടറിന് വരാൻ പറ്റൂ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചോദിച്ചാൽ ഹോസ്റ്റ് മസ്റ്റ് ബി ട്രീറ്റഡ് വിത്ത് എ കാൽഷ്യം 2+ അയോൺസ്. കാൽഷ്യം 2+ അയോൺസുമായിട്ട് ഈ ഹോസ്റ്റിനെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് മേക്സ് പെർഫറേഷൻസ് ഓൺ ദ വാൾ ഓഫ് ഹോസ്റ്റ്. ഇതിൻ്റെ വാൾ എന്ത് ചെയ്യും വെച്ച് കഴിഞ്ഞാൽ ചെറിയ പെർഫറേഷൻസ് ഉണ്ടാക്കും, അല്ലെങ്കിൽ ചില ഒരു ഓട്ടകൾ അല്ലെങ്കിൽ ചെറിയ പെർഫറേഷൻസ് ഉണ്ടാക്കും. അപ്പോൾ അതിലൂടെ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഈ വെക്ടർ ഡെഫിനറ്റ് ആയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വരും. ഈ വെക്ടർ ഇതിൻ്റെ ഉള്ളിലേക്ക് എത്തി കഴിഞ്ഞാൽ അതിന് നമുക്ക് ആവശ്യം എന്താ, ഈ എത്തുന്ന വെക്ടറിനെ അല്ലെങ്കിൽ റീകോമ്പിനൻ്റ് DNA, വെക്ടർ എന്ന് പറയുന്നത് റീകോമ്പിനൻ്റ് RDNA ആണ്, അതിൻ്റെ ഉള്ളിൽ സ്റ്റേബിൾ ആക്കാന്ന. അതിനുള്ളിൽ സ്റ്റേബിൾ ആക്കാൻ നമുക്ക് മെത്തേഡ് മക്കളെ ഉണ്ട്. നമ്മുടെ മെത്തേഡ് എന്താ, നത്തിങ് ബട്ട് നമ്മൾ ആദ്യം ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഹോസ്റ്റ് ഓർഗാനിസത്തിന് എടുത്തിട്ട് 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഐസിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെക്കുക. ഓക്കെ, ഇനി
ഈ ഐസിൻ്റെ മുകളിൽ കുറച്ച് നേരം വെച്ചിട്ട് അവിടെ നിന്ന് വീണ്ടും ഇതിനെടുത്തിട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് ഒരു 42 ഡിഗ്രിയിൽ അങ്ങ് ചൂടാക്കി കൊടുക്കുക. 42 ഡിഗ്രിയിൽ കുറച്ച് നേരം വീണ്ടും എടുത്തിട്ട് അതിനെ വീണ്ടും ഒരു ഐസിൻ്റെ മുകളിൽ കൊണ്ടുപോയേക്കുക. പിന്നെ അവിടെ നിന്ന് എടുക്കുക, പിന്നെ ഒരു 42 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്യുക. ഒരു സൈക്കോ പരിപാടി അല്ലേ? ആദ്യം ചൂടാക്കുന്നത് തണുപ്പിക്കുന്നത്, ചൂടാക്കുന്നത് തണുപ്പിക്കുന്നത്, ചൂടാക്കുന്നത് തണുപ്പിക്കുന്നത്. ഇങ്ങനെ ഒരു 4-5 സ്റ്റെപ്പ് നമ്മൾ അങ്ങ് ചെയ്യുമ്പം ഈ ഉള്ളിലെത്തിയിരിക്കുന്ന റീകോമ്പിനൻ്റ് DNA വിൽ ബി സ്റ്റേബിൾ അറ്റ് ഇൻസൈഡ് ആൻഡ് വിൽ സ്റ്റാർട്ട് പെർഫോമിങ് the particular character what we want to perform inside the host. ക്ലിയർ അല്ലേ? അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മളിവിടെ നോക്കി കഴിഞ്ഞിട്ട് മക്കളെ, ഇനി നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അങ്ങനെ ഹോസ്റ്റലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഹോസ്റ്റലിൽ നമുക്കതിൻ്റെ പ്രോഡക്റ്റ് കിട്ടണം. പ്രോഡക്റ്റ് കിട്ടാനാണ് നമ്മൾ ബയോറിയാക്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബയോറിയാക്ടേഴ്സിന് ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? കാരണം എന്താ, ബയോറിയാക്ടേഴ്സ് 100 to 1000 ലിറ്റേഴ്സിലായിട്ട് നമുക്കതിൻ്റെ പ്രോഡക്റ്റ് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ബയോറിയാക്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ബയോറിയാക്ടറിൻ്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യാനുള്ള കാരണം അതാണ്. ഇനി ബയോറിയാക്ടറിനെ ബേസ് ചെയ്തിട്ട് കാരണം ബയോറിയാക്ടറിൽ നമ്മൾ ഒരു ഒപ്റ്റിമം കണ്ടീഷൻ ഓഫ് pH കൊടുക്കുന്നുണ്ട്, ഒപ്റ്റിമം ടെമ്പറേച്ചർ കൊടുക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഒപ്റ്റിമം ആക്കി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ഇതിനുള്ളിൽ മൈക്രോ ഓർഗാനിസംസിൻ്റെ ഗ്രോത്ത് നടക്കും. അവിടെ നിന്ന് വരുന്നൊരു ക്വസ്റ്റൻ ആണ് കേട്ടോ, ശ്രദ്ധിച്ചിരുന്നാൽ മതി. അത് വരുന്നൊരു ക്വസ്റ്റൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബയോറിയാക്ടറിന് ഇതിനുള്ളിൽ കുറച്ച് ബ്ലേഡുകൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 ടൈപ്പാണ്. ആ 3 ടൈപ്പ് ചോദിക്കാറുണ്ട് ഏതൊക്കെയെന്നുള്ളത്. 3 ടൈപ്പാണിത്. അടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും അടിയുള്ളതാണ് കൾച്ചർ ബ്രോത്ത്. എന്താ വിളിക്കുന്നത്? കൾച്ചർ ബ്രോത്ത് എന്ന് പറയും. കൾച്ചർ ബ്രോത്ത്. അതിൻ്റെ ജസ്റ്റ് മുകളിലായിട്ട് കാണുന്ന ഒരു 2 എണ്ണം ഉണ്ട്. അത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്ലാറ്റ് ബ്ലേഡഡ് ഇംപെല്ലർ. എന്താ വിളിക്കുന്നത്? ഫ്ലാറ്റ് ബ്ലേഡഡ് ഇംപെല്ലർ. അതിൻ്റെ മുകളിൽ കാണുന്നതാണ്. അപ്പോൾ അത് നമ്മൾ നോട്ട് ചെയ്യണം. പിന്നെ ഏറ്റവും മുകളിൽ കാണുന്ന 3ാമത്തെ ആളാണ് ശരിക്ക് ഫോം ബ്രേക്കർ എന്ന് പറയുന്നത്. ഫോം ബ്രേക്കർ. അപ്പോൾ ഇങ്ങനെ 3 ബ്ലേഡുകളാണ് മെയിനായിട്ട് കാണുന്നത്. അപ്പോൾ അത് ശരിക്കും ചോദിക്കാറുണ്ട് എക്സാമിന്, ആ ഒരു ഏരിയയിൽ നിന്ന് വരുന്നത്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, സോ വിത്ത് ദിസ് വി ക്യാൻ കംപ്ലീറ്റ്. ഇത്രയും ഏരിയ നമുക്ക് ഇവിടുന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക്, ഇതിൻ്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, നമുക്ക് ടൈം കുറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ പോർഷൻസും കവർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും നമുക്ക് കുറേയൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ നമ്മൾ നോട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അടുത്ത ഇതിൻ്റെ ഒരു പോർഷനാണ് ശരിക്കും അപ്ലിക്കേഷൻസ്, ബയോടെക്നോളജിയുടെ അപ്ലിക്കേഷൻ. നോക്കിക്കോ, ഈ ഒരു ഏരിയ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ എന്താണ് ഇതിൻ്റെ അപ്ലിക്കേഷൻസ്? 3 ഏരിയയാണ് നമുക്കിതിൽ മെയിനായിട്ട് നോട്ട് ചെയ്യാറ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റൻ നമുക്ക് വരും. ഒന്ന് അപ്ലിക്കേഷൻസ് ഇൻ അഗ്രികൾച്ചർ. രണ്ടാമതായിട്ട് വരുന്നത് ആപ്ലിക്കേഷൻസ് ഇൻ മെഡിസിൻ എന്ന് പറഞ്ഞാൽ മെഡിസിനൽ ഫീൽഡിൽ എങ്ങനെയാണ് ബയോടെക്നോളജിയുടെ അപ്ലിക്കേഷൻ. വളരെ ഈസിയാണ്, ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞുതരാം, ഒന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. മൂന്നാമതായിട്ട് വരുന്നതാണ് ആപ്ലിക്കേഷൻസ് ഇൻ മോളിക്കുലർ ഡയഗ്നോസിസ്. ഈസിയാണ്. അപ്പോൾ ശ്രദ്ധിച്ചിരുന്നു കേട്ടോ എങ്ങനെയാണ് വരുന്നത്. നമ്മൾ ഒന്നാമത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആപ്ലിക്കേഷൻ ഓഫ് ബയോടെക്നോളജി ഇൻ ദ ഫീൽഡ് ഓഫ് അഗ്രികൾച്ചർ. എനിക്ക് നന്നായിട്ട് പറയാൻ പറ്റുന്നൊരു ഏരിയയും കൂടിയാണ്, ഞാനൊരു അഗ്രികൾച്ചർ ആസ്പിരൻറ്റ് കൂടിയാണ്. നോക്കുക, അഗ്രികൾച്ചറിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെ വരുന്നത് വെച്ചാൽ നമുക്കിതിൽ 2 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിൽ ഒന്നാമതാണ് ശരിക്ക് നമ്മുടെ BT പ്രോഡക്റ്റുകൾ. നമുക്കറിയാമല്ലേ, BT കോട്ടൺ, BT ബീട്രൂട്ട്, BTയുടെ എല്ലാ സാധനമുണ്ട്. BT റൈസ് മുതൽ BT തക്കാളിയുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട് BTയുടെ. നോക്കുക, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ബാസിലസ് തുറിഞ്ചിയൻസിസ് എന്ന് പറയുന്നൊരു ബാക്ടീരിയ, ബാസിലസ് തുറിഞ്ചിയൻസിസ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ബാക്ടീരിയ, അതിൽ കാണുന്ന ഒരു ജീനായിരുന്നു ക്രൈ ജീൻസ്. ദിസ് ക്രൈ ജീൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ മേക്കിംഗ്, ഈ ക്രൈ ജീൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ദിസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ സെർട്ടൈൻ പ്രൊഡക്ഷൻസ് ഓഫ് സെർട്ടൈൻ BT ടോക്സിൻ്റെ പ്രൊഡക്ഷൻ റെസ്പോൺസിബിൾ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ബാക്ടീരിയയിൽ BT ടോക്സിൻ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഈ BT ടോക്സിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഇറ്റ് ഈസ് എൻ ഇൻസെക്ടിസൈഡൽ പ്രോട്ടീൻ. അതായത് വളരെ ലെപ്പിഡോപ്റ്റിറൻസിൽ, അതുപോലെ തന്നെ ഡിപ്റ്റീറൻസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഹൗസ് ഫ്ലൈസ്, അതുപോലെ മോസ്കിറ്റോസ് ഒക്കെ ഡിപ്റ്റീറൻസ് വരുന്നത്, ഇതിന് എഗെയിൻസ്റ്റ് ഒക്കെ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ടോക്സിനാണ് BT ടോക്സിൻ എന്ന് പറയുന്നത്. അപ്പോൾ സയൻറ്റിസ്റ്റ് തോട്ട് ദാറ്റ് why can we use this particular BT toxin in the plant to control the plant insecticide അല്ലേ? പ്ലാന്റിനെ എഫക്ട് ചെയ്യുന്ന ഇൻസെക്ടിസൈഡിനെ എന്തുകൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്തുകൂടാ ഈ ജീനിനെ കൊടുത്തിട്ട്? അപ്പോൾ നമ്മൾ നോക്കുക, അപ്പോൾ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ക്രൈ ജീൻസ് എന്ന് പറയുന്ന പെർട്ടിക്കുലർ ജീനിനെ നമ്മൾ എന്ത് ചെയ്യുക, ഐസൊലേറ്റ് ചെയ്തിട്ട് ഈ ജീനിനെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ബയോടെക്നോളജിയിൽ പ്രോസസ് ജനറ്റിക് എഞ്ചിനീയറിംഗ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആ പ്ലാന്റിലേക്ക് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ ആ പെർട്ടിക്കുലർ ആയിട്ടുള്ള പ്ലാന്റിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? BT ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യും. ഈ BT ടോക്സിൻ ആ കഴിക്കുന്ന അല്ലെങ്കിൽ ആ പ്ലാന്റിനെ അറ്റാക്ക് ചെയ്യുന്ന ഇൻസെക്റ്റിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞിട്ട് ആ ഇൻസെക്റ്റിനെ കൊല്ലും, അല്ലെങ്കിൽ ആ ഇൻസെക്റ്റിനെ എന്ത് ചെയ്യും? കിൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ബയോ പെസ്റ്റിസൈഡായിട്ട് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും അല്ലേ? ബയോ പെസ്റ്റിസൈഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സയൻറ്റിസ്റ്റിന് പൊതുവെ ഉണ്ടായിരുന്നൊരു ഡൗട്ടായിരുന്നു, അല്ല ഈ BT ടോക്സിൻ നമ്മളെങ്ങാനും നമ്മൾ ഒരു പ്ലാന്റിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ ആ ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റ് ഡൈ ആയി പോലെ. വളരെ ക്രൂഷ്യലായൊരു ഡൗട്ടാണ് അല്ലേ? പ്ലാന്റ് ഡൈ ആയി പോലെ. അപ്പോൾ അതന്നെ എക്സാമിന് നമ്മോട് ചോദിക്കും. അങ്ങനെ തന്നെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് നമ്മോട് ചോദിക്കും, അങ്ങനെ ആകുമോ, ഡൈ ആകുമോ ഇല്ലേ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നമ്മൾ കാര്യം അറിഞ്ഞിരിക്കണം. നോക്കിയ മക്കളെ, BT ടോക്സിൻ ശരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത് 2 സ്റ്റേജിലായിട്ടാണ് BT ടോക്സിൻ ഉണ്ടാക്കുന്നത്. നോക്കുക, BT ടോക്സിൻ ആദ്യത്തെ അതിൻ്റെ ഒരു ഇനാക്റ്റീവ് ആയിട്ടുള്ള ലെവലാണ് പ്രോടോക്സിൻസ്.
അതിനടുത്താണ് പിന്നെയാണ് അത് ആക്റ്റീവ് ടോക്സിനായിട്ട് മാറുന്നത്. പ്രോടോക്സിൻ ആൻഡ് ആക്റ്റീവ് ടോക്സിൻ. സംഭവം ഒന്ന് നോക്കിക്കോ. ഇപ്പോൾ ഈ പ്രോടോക്സിൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അതിന് എക്സാമ്പിൾ ഞാൻ കാണിച്ചാൽ ഒരു ലീഫ് എടുക്കുക. ഈ ലീഫിൽ നമ്മൾ BT ടോക്സിൻ്റെ ക്രൈ ജീൻസിനെ കൊടുത്തിട്ടുണ്ട്. ക്രൈ ജീൻസിനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഈ പ്രോടോക്സിൻ എന്ന് പറയുന്ന സ്റ്റേജ് ആയിരിക്കും ആദ്യം ഉണ്ടാക്കുന്നത്. ഈ പ്രോടോക്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ ദേ ആർ ആക്ച്വലി ക്രിസ്റ്റലൈസ്ഡ് പ്രോട്ടീൻസ്. ക്രിസ്റ്റലൈസ്ഡ് പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ക്രിസ്റ്റൽസിൻ്റെ ഫോംസിലാണ്. ഇപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ റോക്ക് സാൾട്ട് ഉണ്ടില്ലേ നിങ്ങൾ? ഏതാ റോക്ക് സാൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ കല്ലുപ്പ് അല്ലേ? അതുപോലെ അപ്പോൾ നമ്മൾ പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ ഈ പ്ലാന്റിൻ്റെ മുകളിൽ ആദ്യം ഇങ്ങനെ ഇത് ആദ്യം തന്നെ BT ജീൻ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് ക്രിസ്റ്റലൈസ്ഡ് ടോക്സിൻസുകൾ ഇവിടെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ദീസ് ആർ ആക്ച്വലി ദ ക്രിസ്റ്റലൈസ്ഡ് ടോക്സിൻസ്. ഇതൊക്കെ ക്രിസ്റ്റലൈസ്ഡ് ടോക്സിൻസ് ആണ്. ക്യാൻ യു സീ ദിസ്? യെസ് യു ക്യാൻ, ഐ നോ. അപ്പോൾ ഇതൊക്കെ എന്താണ്? ക്രിസ്റ്റലൈസ്ഡ് ടോക്സിൻ ആണ്. ഈ ക്രിസ്റ്റലൈസ്ഡ് ടോക്സിൻ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോഴാണ് ആര് വരുന്നത്? നമ്മുടെ ഇൻസെക്റ്റ് വരുന്നത്. സപ്പോസ് ഇൻസെക്റ്റ് വന്നിട്ട് ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഏരിയ അങ്ങ് തിന്നു, അല്ലെങ്കിൽ ഇൻജസ്റ്റിങ് ദിസ് പെർട്ടിക്കുലർ ഏരിയ ഓഫ് ദിസ് ലീഫ്. ഈ ലീഫിൻ്റെ പെർട്ടിക്കുലർ ഏരിയ ഇൻജസ്റ്റ് ചെയ്തു ഉള്ളിലേക്ക് എടുത്തു. ഉള്ളിലേക്ക് എടുക്കുമ്പോൾ അയാളുടെ ഉള്ളിലേക്ക് പോകുന്ന ശരിക്കും എന്താ മക്കളെ? ഇനാക്റ്റീവ് ആയിട്ടുള്ള പ്രോടോക്സിൻസ് അല്ലെങ്കിൽ ക്രിസ്റ്റലൈസ്ഡ് പ്രോട്ടീൻസ് ഉള്ളിലോട്ട് പോകുന്നത്. ഇനി ഈ ഉള്ളിലോട്ട് പോകുന്ന ക്രിസ്റ്റലൈസ്ഡ് പ്രോട്ടീൻസ് ഇൻസെക്റ്റിൻ്റെ ഗട്ട് സെൽസിൽ ഗട്ടിലുള്ളത് ആക്ച്വലി ആൽക്കലൈൻ pH ആണ്. എന്ത് pH ആണ്? അസിഡിക് pH ഉണ്ട്, ആൽക്കലൈൻ pH ഉണ്ട്. പക്ഷേ ഗട്ടിൽ കാണുന്ന എന്ത് pH ആണ്? ആൽക്കലൈൻ ബേസിക് pH ആണ് കാണുന്നത്. അപ്പോൾ ഇൻസെക്റ്റിൻ്റെ ഗട്ട് എത്തുമ്പം അത് ആൽക്കലൈൻ pH ആവും. ഈ ആൽക്കലൈൻ pHൽ ആര് ഡിസോൾവ് ചെയ്യും? ഈ പ്രോടോക്സിൻസ് അല്ലെങ്കിൽ ക്രിസ്റ്റലൈസ്ഡ് ടോക്സിൻസ് ഡിസോൾവ് ചെയ്തിട്ട് അതെന്തായിട്ട് മാറും? ഇറ്റ് ഈസ് ബിക്കം കൺവേർട്ടഡ് ഇൻ ടു ആക്റ്റീവ് ടോക്സിൻ. ആക്റ്റീവ് ടോക്സിനായിട്ട് കൺവേർട്ട് ചെയ്യും. ഇനി ആക്റ്റീവ് ടോക്സിനായിട്ട് കൺവേർട്ട് ചെയ്ത് എന്താ പ്രശ്നം എന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്? ഈ പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ഇതിപ്പോൾ ഇൻസെക്റ്റിൻ്റെ ഗട്ടാന്ന് കരുതിക്കോ. ഈ ഇൻസെക്റ്റിൻ്റെ ഗട്ടിൻ്റെ ഇവിടെ കാണുന്നതാണ് ഇൻസെക്റ്റിൻ്റെ ഗട്ട് എപ്പിത്തീലിയൽ സെൽ. ദിസ് ആർ ദ ഗട്ട് എപ്പിത്തീലിയൽ സെൽസ് എന്ന് പറയുന്നത്. ഈ വരുന്ന ആക്റ്റീവ് ടോക്സിൻസ് ഗട്ട് എപ്പിത്തീലിയൽ സെൽസിൽ ചെറിയ പെർഫറേഷൻസ് ഉണ്ടാക്കും. ഈ പെർഫറേഷൻസ് ഉണ്ടാക്കിയിട്ട് നോക്കുക, ഈ പെർഫറേഷൻസ് ഉണ്ടാക്കിയ പ്രശ്നം എന്താണെന്നറിയോ? പിന്നെ ഇയാൾ എന്ത് കഴിച്ചാലും അതൊക്കെ ഈ സെല്ലിൻ്റെ ഉള്ളിലോട്ട് വരും. ഈ സെല്ലിൻ്റെ സൈസ് അങ്ങ് കൂടും. അങ്ങോട്ട് കൂടുമ്പം സെൽ വിൽ ഗെറ്റ് ബേസ്റ്റഡ്. സെൽ എന്ത് ചെയ്യും? പൊട്ടിത്തെറിക്കും. എന്ന് പറഞ്ഞാൽ ഇൻസെക്ട് വിൽ ഗെറ്റ് ഡൈ. ഖത്തം ഹോ ജാത്തെ, ഫുൾ ഡൈ ആവും. എന്ന് പറഞ്ഞാൽ സെല്ല് ബേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസെക്ട് എന്ത് ചെയ്യും? ഡൈ ആകും. അപ്പോൾ ഇതാണ് ശരിക്കും BT ടോക്സിൻ്റെ ഒരു അപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി രണ്ടാമത്തത് പലർക്കും ഡൗട്ട് ഉണ്ടാകുന്ന മനസ്സിലാകാത്ത ഒരു സംഭവമാണ് RNA ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. RNAi അല്ലേ? RNAi എന്താ? RNAi എന്ന് പറഞ്ഞാൽ RNA ഇൻ്റർഫറൻസ്. എന്താ ഇൻ്റർഫിയറൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ രണ്ടുപേര് നിൽക്കുകയാണ് സംസാരിക്കുമ്പോൾ മൂന്നാമത്തെ ഒരാൾ വന്നിട്ട് അവിടുന്ന് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും വിളിച്ചിട്ട് വേറെ എന്തെങ്കിലും കാര്യം പറയണം പറയും, വെറുതെ ചങ്ങായി കുഴപ്പമുണ്ടാക്കല്ലെന്ന് പറയും അല്ലേ? എന്താ പറയുക? ഇൻ്റർഫിയറൻസ്. അതാണ് ഇൻ്റർഫിയർ എന്ന് പറഞ്ഞത്. സെയിം ആണ് RNA ഇൻ്റർഫിയറൻസ്. എന്താ ഇൻ്റർഫിയറൻസ് നോക്കിക്കോ. It is a silencing of a specific mRNA by using a double-stranded RNA during the time of translation. അല്ലെങ്കിൽ prevent the process of translation. നമുക്കറിയാം ശരിക്കും ഒരു DNA നമ്മുടെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ സപ്പോസ് എൻ്റെ കണ്ണിൻ്റെ ഈ കളർ എന്ന് പറയുന്നത് നമുക്കറിയാം കോർണിയയുടെ കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് കളറാണ് അല്ലേ? ഈ ബ്ലാക്ക് കളറിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു DNA എൻ്റെ ബോഡിയിൽ DNAയുടെ ഒരു ജീൻ എൻ്റെ ബോഡിയിലുണ്ട് അല്ലേ? ഈ ജീനിന് റെസ്പോൺസിബിൾ. അപ്പോൾ ഈ DNA ഫ്രാഗ്മെൻറ്റ് എന്ത് ചെയ്യണം ആദ്യം? എന്നിട്ട് ഈ DNA എന്തായിട്ട് മാറണം ആദ്യം? ഈ DNA ദ പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ. ഏത് ചാപ്റ്ററിലാണ് മക്കളെ? ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഏതാ? മോളിക്കുലാർ നിങ്ങൾ ജെനറ്റിക്സിൽ പഠിച്ചിട്ടുണ്ട്. പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ നടന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആദ്യം DNA വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു RNA അല്ലേ? ഈ RNA പിന്നീട് മെസ്സഞ്ചർ RNA അല്ലെങ്കിൽ mRNA ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ mRNA എന്ന് പറയുന്ന ആൾ അണ്ടർഗോസ് എ പ്രോസസ് വിച്ച് ഈസ് നോൺ ആസ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടന്നിട്ടാണ് പിന്നെ എന്തായിട്ട് മാറുന്നത്? പ്രോട്ടീൻസ് ആയിട്ട് മാറുന്നത്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഒരു ക്യാരക്ടർ റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ണ് കറുപ്പാകണമെന്നുണ്ടെങ്കിൽ ഈ പ്രോട്ടീൻ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യണം. വെറുതെ DNA ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല. എന്തായിരിക്കണം? ആ DNAയുടെ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ ഈ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ ഞാനങ്ങ് നിർത്തി വെക്കുകയാണെങ്കിൽ അതിനങ്ങോട്ട് ഇൻ്റർഫിയർ ചെയ്യുകയാണെങ്കിൽ ഈ പ്രോസസ്സ് അങ്ങനെ ഇൻ്റർഫിയർ ചെയ്യുകയാണെങ്കിൽ എൻ്റെ കണ്ണിന് കളർ കറുപ്പാവില്ല. എന്താണ്? ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് എന്താണ്? സൈലൻസിങ് അല്ലേ? സൈലൻസ് ചെയ്യുന്ന പറഞ്ഞാൽ ആൾ ഭയങ്കര വികറാണെങ്കിൽ ഒരു വൾഗറാണെങ്കിൽ നമ്മൾ പറയും സൈലൻസ് ചെയ്യുക, ഒന്നും മിണ്ടാതിരിക്കുക അല്ലേ? Process of silencing of specific mRNA by using double-stranded RNA
ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ സമയത്ത് mRNA സൈലൻസിങ് ചെയ്യാൻ പ്രിവെൻറ്റ് ദി പ്രോസസ് ഓഫ് ട്രാൻസ്ലേഷൻ എന്ന് പറയാം. ഇതിനാണ് RNA ഇൻ്റർഫിയറൻസ് എന്ന് പറയുന്ന ടെക്നിക്സ്. ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ ടെക്സ്റ്റിൽ പറയുന്ന ഒരു സംഭവമാണ്. സാധാരണ ടൊബാക്കോ പ്ലാന്റ്സിന് ഉണ്ടാകുന്ന ഒരു ഡിസീസാണ് റൂട്ട് നോട്ട് ഡിസീസ് ഓഫ് ടൊബാക്കോ പ്ലാന്റ്. റൂട്ട് നോട്ട് ഡിസീസ് എന്ന് പറയും. ടൊബാക്കോ പ്ലാന്റിന് ഉണ്ടാകുന്ന ഒരു ഡിസീസാണ് എന്ത്? റൂട്ട് നോട്ട് ഡിസീസ് ഓഫ് ടൊബാക്കോ പ്ലാന്റ്. ഈ റൂട്ട് നോട്ട് ഡിസീസ് ഉണ്ടാക്കുന്ന ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ശരിക്കും നിമാറ്റോഡാണ് ഈ ഒരു ഡിസീസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ നിമറ്റോഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റൂട്ട് നോട്ട് നിമാറ്റോഡ്, അല്ലെങ്കിൽ അതിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് മെലോയിഡിഗൈനെ ഇൻകോഗ്നീഷ്യ എന്ന് പറയുന്നതാണ് ഈ സയൻറ്റിഫിക് നെയിം, റൂട്ട് നോട്ട് നിമാറ്റോഡ്. ഓക്കെ, അപ്പോൾ ഈ നിമറ്റോഡ് എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ടൊബാക്കോ പ്ലാന്റ്സിൻ്റെ അതിൻ്റെ റൂട്ട് സെൽസിലേക്ക് അത് എൻ്റർ ചെയ്തിട്ട് ആ റൂട്ട് സെല്ലിൽ അതിൻ്റെ ഗ്രോത്തിന് റെസ്പോൺസിബിൾ ആകുന്ന DNA അവിടെ റിലീസ് ചെയ്യും. ആ DNA മൾട്ടിപ്ലിക്കേഷൻ നടന്നിട്ട് അവിടെ ശരിക്ക് ബൾജിങ് അല്ലെങ്കിൽ നോട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും കുറച്ച് നൊഡ്യൂൾ ഫോർമേഷൻസ് ഉണ്ടാകും, ഒരുപാട് മുഴമുഴകളുണ്ടാവും. അതാണ് ശരിക്കും അതിൻ്റെ ഗ്രോത്തിന് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നോക്കിക്കോ, നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ RNA ഇൻ്റർഫറൻസ് ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. സംഭവം നോക്കുക, സപ്പോസ് ഇത് ടൊബാക്കോൻ്റെ റൂട്ട് സെല്ലാന്ന് കരുതിക്കും. നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ടൊബാക്കോൻ്റെ റൂട്ട് സെല്ലിനെ അതിൻ്റെ യങ് ഗ്രോയിങ് സ്റ്റേജിൽ തന്നെ നമ്മൾ ഈ റൂട്ട് സെല്ലിലേക്ക് ഈ DNA, ഈ നമ്മളെ ഈ ഒരു മെലോയിഡിഗൈന ഇൻകോഗ്നീഷ്യ എന്ന് പറയുന്ന ആൾ ഇതിൻ്റെ ഉള്ളിലേക്ക് അറ്റാക്ക് ചെയ്യുമ്പോൾ അയാൾ റിലീസ് ചെയ്യുന്ന ഒരു DNA ഉണ്ടല്ലോ, ഗ്രോത്തിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള DNA. ആ DNAയുടെ cDNA ഓഫ് ഗ്രോത്ത്, ഒരു DNA ഗ്രോത്തിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള cDNA എടുക്കുക. cDNA നമ്മൾ ഇഞ്ചെക്ട് ചെയ്യാം. cDNA നമ്മൾ എന്ത് ചെയ്തു? ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു cDNA. ഈ cDNA ഇയാളുടെ ബോഡിയിലേക്ക് എത്തുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് ഇറ്റ് അണ്ടർഗോസ് ദി ഫസ്റ്റ് പ്രോസസ്, ദാറ്റ് ഈസ് ട്രാൻസ്ക്രിപ്ഷൻ നടന്നിട്ട് ഇറ്റ് പ്രൊഡ്യൂസസ് 2 RNA അല്ലേ. എന്തായാലും 2 RNA പ്രൊഡ്യൂസ് ചെയ്യും. എന്തൊക്കെയാണ് ഈ 2 RNA എന്ന് പറയുന്നത്? ഈ 2 RNAയിൽ ഒന്നാമത്തെ ആളാണ് സെൻസ് RNA. രണ്ടാമത്തെ ആളാണ് ആര്? ആൻറ്റി-സെൻസ് RNA. സെൻസിൻ്റെ ഓപ്പോസിറ്റ് ആൻറ്റി-സെൻസ് RNA. 2 RNA പ്രൊഡ്യൂസ് ചെയ്തു. ഇനി ഇമ്പോർട്ടൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ബോത്ത് ദി സെൻസ് RNA ആൻഡ് ആൻറ്റി-സെൻസ് RNA ആർ ആക്ച്വലി കോംപ്ലിമെൻ്ററി ടു ഈച്ച് അതർ. വാട്ട് ഈസ് കോംപ്ലിമെൻ്ററി? ജസ്റ്റ് ഓപ്പോസിറ്റ് അല്ലേ. രണ്ടിനും നേരത്തെ പറഞ്ഞ പോലെ ഒരു ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും, ഹൈഡ്രജൻ ബോണ്ട്സ്. നോക്കിയേ, സെൻസ് RNAയും ആൻറ്റി-സെൻസ് RNAയും കൂടി ചേർന്നിട്ട് ഇറ്റ് ഫോംസ് എ ഡബിൾ സ്ട്രാൻഡഡ് DSRNA എന്ന് പറയും. ഡബിൾ സ്ട്രാൻഡഡ് DSRNAയുടെ ഫോർമേഷൻസ് ഉണ്ടാക്കും. ഡബിൾ സ്ട്രാൻഡഡ് DSRNA. അപ്പോൾ ഇത് ഏർലി സ്റ്റേജിൽ തന്നെ ഈ ഒരു പെർട്ടിക്കുലർ ബോഡിയിൽ ഡബിൾ സ്റ്റാൻഡേർഡ് DSRNA ഉണ്ട്. ഇനി ഇതിൻ്റെ ലേറ്റ് ഗ്രോത്തിൻ്റെ സമയത്ത് ഈ നമ്മളെ നിമറ്റോഡ് ഇങ്ങനെ വരികയാണ് കേട്ടോ. ഇപ്പോൾ നിമറ്റോഡ് വന്നിട്ട് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പെർട്ടിക്കുലർ ആയിട്ടുള്ള ടൊബാക്കോ പ്ലാന്റ്സിൻ്റെ റൂട്ടിനെ അങ്ങ് ഇൻഫെക്റ്റ് ചെയ്യും. ആ ഇൻഫെക്റ്റ് ചെയ്യുന്ന സമയത്ത് നോക്കുക, നിമറ്റോഡ് ഇവിടെ റിലീസ് ചെയ്തത് ഈ ഗ്രോത്തിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള DNA ഇതിലേക്ക് കൊടുക്കും. ഈ DNA അണ്ടർഗോസ് ദി ഫസ്റ്റ് പ്രോസസ് ട്രാൻസ്ക്രിപ്ഷൻ നടന്നിട്ട് എന്തായിട്ട് മാറും? ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു RNA. RNA വിൽ ബി അഗെയിൻ കൺവേർട്ടഡ് ഇൻ ടു എന്തായിട്ട് മാറും? mRNA ആയിട്ട് മാറും. ഇനി നമുക്കറിയാം mRNA എങ്ങാനും എന്തായിട്ട് നടന്നാൽ ട്രാൻസ്ലേഷൻ നടന്നിട്ട് പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഇയാളുടെ ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള റൂട്ട് നോട്ട് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ട്രാൻസ്ലേഷനെ പ്രിവെൻറ്റ് ചെയ്യും. എങ്ങനെ നോക്കി കഴിഞ്ഞാൽ ദിസ് ഡബിൾ സ്ട്രാൻഡഡ് RNA ഈസ് ആക്ച്വലി കോംപ്ലിമെൻ്ററി ടു ദി mRNA റെസ്പോൺസിബിൾ ഫോർ ദി ഗ്രോത്ത് ഓഫ് നിമറ്റോഡ്. ഇങ്ങനെ നോക്കുക, ഈ ഡബിൾ സ്ട്രാൻഡഡ് RNA ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ബൈൻഡ്സ് വിത്ത് mRNA. കോംപ്ലിമെൻ്ററി അല്ലേ? ബൈൻഡ് ചെയ്തൂടെ? ബൈൻഡ് ചെയ്യും. ആരായിട്ട് ബൈൻഡ് ചെയ്യും? mRNAയുമായിട്ട് ഡബിൾ സ്റ്റാൻഡേർഡ് RNA ബൈൻഡ് ചെയ്യും. അങ്ങനെ ബൈൻഡ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് പ്രിവെൻറ്റ്സ് ദി പ്രോസസ് ഓഫ് ട്രാൻസ്ലേഷൻ ഒന്ന് പ്രിവെൻറ്റ് ചെയ്തു. അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? സൈലൻസിങ്. mRNA പോയോ? പ്രോട്ടീൻ ആയില്ലല്ലോ. സൈലൻസ് ചെയ്ത ആളെ അല്ലേ നമ്മൾ പറയും മിണ്ടാണ്ട്, നമ്മൾ എല്ലാ ആൾക്കാരും വർത്തമാനം പറയുമ്പോൾ മിണ്ടാണ്ടൊക്കെ എങ്ങനെ അറിയും അല്ലേ? സെയിം പ്രോസസ്സ് ഇയാൾ നമ്മൾ എന്ത് ചെയ്തു? സൈലൻസിങ് ചെയ്തു. ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? RNA ഇൻ്റർഫറൻസ്. അപ്പോൾ ഈ പ്രോസസ്സ് പലർക്കും ഡൗട്ട് ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു സെയിം ടെക്നിക്കാണ് കേട്ടോ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഫ്ലേവർ സാവർ ടൊമാറ്റോ എന്ന് പറയുന്നത്. ഫ്ലേവർ സാവർ ടൊമാറ്റോ എന്ന് പറയുന്നത് എന്താ? ശരിക്കും സാധാരണ ടൊമാറ്റോ ഒക്കെ പെട്ടെന്ന് നമുക്കറിയാം പെരിഷബിൾ പ്രോഡക്റ്റാണ്, പെട്ടെന്ന് ചീഞ്ഞു പോകും അല്ലേ? ഈ ടൊമാറ്റോയുടെ പുറത്തുണ്ടാകുന്ന തൊലിയില്ല, അതിങ്ങനെ പെട്ടെന്ന് എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു നെങ്ങുന്നുണ്ടാവും എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചീഞ്ഞു പോകും. അത് സാധാരണ പോളിഗാലക്ട്രോണൈസ് എന്ന് പറയുന്ന ഒരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാണ്. ഇതേ RNA ഇൻ്റർഫറൻസ് ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് പോളിഗാലക്ട്രോണൈസിൻ്റെ പ്രൊഡക്ഷൻസ് കുറച്ചിട്ട് നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ടെക്നിക്സ് ഒക്കെ നമുക്കുണ്ട്. ലീവ് ഇറ്റ്, നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു കേസ് പറഞ്ഞു. ഇനി ഞാൻ ഇതിൽ ഒറ്റ കാര്യം കൂടി പറയുകയാണ്. ഇൻസുലിൻ്റെ ഒരു കേസാണ് മക്കളെ. മെഡിസിൻ്റെ അപ്ലിക്കേഷനാണ് ഇൻസുലിൻ. നിങ്ങൾക്ക് എക്സാമിന് മോസ്റ്റ്ലി ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു കേസാണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചിരുന്നു? ഇൻസുലിൻ നമ്മൾ ആർക്കാണ് കൊടുക്കുന്നത്? ഡയബറ്റിക് പേഷ്യൻസിന് അല്ലേ?
അപ്പോൾ ആദ്യത്തെ കാലങ്ങളിൽ ഡയബറ്റിക് പേഷ്യൻസ് ഇൻസുലിൻ കൊടുത്തുകൊണ്ടിരുന്നത് സ്ലോട്ടറിങ് ആനിമൽസിൽ നിന്ന്, അറവുശാലയിലുള്ള മൃഗങ്ങളിൽ നിന്നിട്ട്, പാൻക്രിയാസിൽ നിന്നിട്ട് ഇൻസുലിൻ എടുക്കും, എന്നിട്ട് ഇവർക്ക് കൊടുക്കും. നമുക്കറിയാം അങ്ങനെ ഒരു ഇൻസുലിൻ കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഇസ് ആൻ ആൻറ്റിജൻ ടു ദ പെർട്ടിക്കുലർ ഹോസ്റ്റ് ബോഡി ആൻഡ് ഡെഫിനറ്റ്ലി ലീഡ്സ് ടു എനി കൈൻഡ് ഓഫ് അലർജിക് പ്രോബ്ലംസ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലംസ് ഉള്ളതുകൊണ്ടാണ് സയൻറ്റിസ്റ്റ് തോട്ട് ദാറ്റ് വൈ കാൻ വി ഡെവലപ്പ് ദ ഹ്യൂമൻ ഇൻസുലിൻ ഇൻ ദ ബോഡി ഓഫ് ബൈ യൂസിങ് സർട്ടൻ മൈക്രോ ഓർഗാനിസം. ഹ്യൂമൻ ഇൻസുലിൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള DNA ഐസൊലേറ്റ് ചെയ്തിട്ട് എന്തുകൊണ്ട് ബാക്ടീരിയക്ക് കൊടുത്തിട്ട് നമുക്ക് എന്തുണ്ടാക്കിക്കൂടാ, ഇവിടെ നമുക്ക് ഇൻസുലിൻ ഉണ്ടാക്കിക്കൂടാ. ആ ഒരു തോട്ട് 1983 ജൂലൈ 5 ഒരു അമേരിക്കൻ കമ്പനി ആയിട്ടുള്ള എലി ലില്ലി എന്ന് പറയുന്ന, എന്താ പേര്, ഭയങ്കര ഈസിയാണ്, എലി ലില്ലി എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കമ്പനിയാണ് ഫസ്റ്റ് ഹ്യൂമൻ ഇൻസുലിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് ഹ്യൂമുലിൻ. വാട്ട് ഇസ് ഇറ്റ്? ഹ്യൂമുലിൻ. അപ്പോൾ ഹ്യൂമൻ ഇൻസുലിൻ എന്താ വിളിക്കുന്നത്? ഹ്യൂമുലിൻ എന്നാണ് വിളിക്കുന്നത്. എങ്ങനെ സംഭവം നോക്കാം. അവർക്ക് പ്രധാന പ്രശ്നം, ഇവർ നോക്കിയപ്പോൾ അവർ കണ്ടിരുന്ന പ്രധാന പ്രശ്നം, നമ്മുടെ ബോഡിയിൽ ഇൻസുലിൻ ഉണ്ടാക്കുന്നത് ബീറ്റാ സെൽസ് ഓഫ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൻ്റെ ബീറ്റാ സെല്ലാണ് ശരിക്കും നമ്മുടെ ബോഡിയിൽ ഇൻസുലിൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർ നോക്കിയപ്പോൾ കണ്ടുന്ന പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസുലിൻ ശരിക്ക് 2 സ്റ്റേജ് ഉണ്ട്. ഇൻസുലിന് 2 സ്റ്റേജ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് പ്രോ ഇൻസുലിനും മറ്റൊന്നെന്ന് പറയുന്നത് മെച്ചുവേർഡ് ഇൻസുലിനും ആയിരുന്നു. മെച്ചുവേർഡ് ഇൻസുലിൻ നോക്കിക്കോ. പ്രോ ഇൻസുലിൻ എന്താ നോക്കാം. ഒരു പ്രോ ഇൻസുലിൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രോ ഇൻസുലിനിൽ മെയിനായിട്ട് 3 പോളിപെപ്റ്റൈഡ് ചെയിൻസ് ഉണ്ട്. ഇത് ഒരു പോളിപെപ്റ്റൈഡ് ചെയിൻ, ദിസ് ഇസ് നോൺ ആസ് ചെയിൻ എ എന്ന് പറയുന്ന ഒരു പോളിപെപ്റ്റൈഡ് ചെയിൻ എ. ഇതാണ് മറ്റൊന്ന്, ഇതിനെ വിളിക്കുന്ന പേരാണ് ചെയിൻ ബി എന്ന് പറയുന്ന ഒരു പോളിപെപ്റ്റൈഡ് ചെയിൻസ്. ക്ലിയർ അല്ലേ? ഈ ചെയിൻ എ, ചെയിൻ ബി എന്ന് പറയുന്ന പോളിപെപ്റ്റൈഡ് ചെയിൻസിനെ പരസ്പരം കണക്ട് ചെയ്തുകൊണ്ടുള്ള മൂന്നാമത്തെ പോളിപെപ്റ്റൈഡ് ചെയിൻസ് ആണ് ആക്ച്വലി ചെയിൻ സി എന്ന് പറയുന്നത്. വാട്ട് ഇസ് ദിസ്? ദിസ് ഇസ് നോൺ ആസ് വാട്ട്? ചെയിൻ സി എന്ന് പറയുന്ന 3rd പോളിപെപ്റ്റൈഡ് ചെയിൻസ്. ഇയാളുടെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ചെയിൻ സി ബ്രിങ്സ് ടുഗദർ ബോത്ത് ചെയിൻ എ ആൻഡ് ചെയിൻ ബി. ചെയിൻ എനെയും ചെയിൻ ബിനെയും ബ്രിങ്സ് ടുഗദർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ നോക്കണം മക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് ഇത് ബ്രിങ്സ് ടുഗദർ ചെയ്യുന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ചെയിൻ സിയുടെ ഫംഗ്ഷൻ എന്താ? ബ്രിങ്സ് ടുഗദർ ബോത്ത് ചെയിൻ എ ആൻഡ് ചെയിൻ ബി. അങ്ങനെ നടക്കുകയാണെങ്കിൽ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് അങ്ങ് കുറയും. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയാന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഒരു ചെയിൻ എ വിൽ ബി ദർ അല്ലേ, അതിൻ്റെ അടുത്ത് എന്തുണ്ടായിരിക്കും? ചെയിൻ ബി എന്ന് പറയുന്ന 2 ആൾക്കാർ ഇവിടെ ഫോം ചെയ്യും അല്ലേ. ചെയിൻ എയും ചെയിൻ ബി എന്തായി മാറി? അടുത്തടുത്ത് വന്നു. അത് ചെയ്യിപ്പിക്കുന്ന ആളാണ് ചെയിൻ സി എന്ന് പറയുന്നത്. അങ്ങനെ അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ നോക്കുക, ഒരു ഡൈസൾഫൈഡ് ബോണ്ട് ഉണ്ടാകും. ഡൈസൾഫൈഡ് ബോണ്ട്, 2 സൾഫർ കണ്ടോ നിങ്ങൾ? ഡൈസൾഫൈഡ് ബോണ്ട് ഉണ്ടാകും. ഡൈസൾഫൈഡ് bond ഉണ്ടാകും. You can see here 2 sulfur bonds, right? This is a disulfide bond. So this is basically chain A, this is basically chain B. So you can see here ചെയിൻ സി ഇവിടെ പ്രസൻ്റ് ആണ്. ഇവിടെ ചെയിൻ സി പ്രസൻ്റ് ആണോ? ചെയിൻ സി ആബ്സെൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഫോമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെച്ചുവേർഡ് ഇൻസുലിൻ. മെച്ചുവേർഡ് ഇൻസുലിൻ എന്ന് പറയും. ഇതാണ് മെച്ചുവേർഡ് ഇൻസുലിൻ, ഇതോ പ്രോ ഇൻസുലിൻ ആണ്. അപ്പോൾ ഈ ആളാണ് ശരിക്കും ആക്റ്റീവ്. അപ്പോൾ സയൻറ്റിസ്റ്റുകൾ ആദ്യം തോട്ട് ചെയ്തിരുന്നത് ഷാൽ വി യൂസ് ദി ചെയിൻ സി? നോ, വി ഡോണ്ട് വാണ്ട് ചെയിൻ സി. നമുക്ക് എന്ത് മതി? ചെയിൻ എയും ബിയും മാത്രം മതി. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ കൊളായ്, എസ്കറേഷ്യ കൊളായ് എന്ന് പറയുന്ന 2 ബാക്ടീരിയത്തിനെ അങ്ങ് കൺസിഡർ ചെയ്തു. നോക്കിക്കോ, ഈ കൊളായി എന്ന് പറയുന്ന 2 ബാക്ടീരിയത്തിനെ അങ്ങ് കൺസിഡർ ചെയ്തു. ദിസ് ഈസ് ദി ഈക്കൊളായി 1, ദിസ് ഈസ് ദി ഈക്കൊളായി 2 എന്ന് പറയുന്ന 2 ബാക്ടീരിയത്തിനെ. എന്നിട്ട് ബൈ യൂസിങ് റെസ്ട്രിക്ഷൻ എൻസൈംസ് ആൻഡ് ബൈ ദ പ്രോസസ് ഓഫ് ജനറ്റിക് എഞ്ചിനീയറിംഗ് ഇവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയിൻ എക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പെർട്ടിക്കുലർ ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ചെയിൻ എയുടെ DNA ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു. DNA അതിൻ്റെ ഒരു ജീനോട് ആഡ് ചെയ്ത് കൊടുത്തു. ഇവിടെ ചെയിൻ ബിക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ജീൻ ആഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇയാൾ നമുക്കറിയാം എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഇയാൾ ചെയിൻ എ എന്ന് പറയുന്ന ആളെ പ്രൊഡ്യൂസ് ചെയ്യും. ഇയാൾ എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യും? ഇയാൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചെയിൻ ബിനെയും പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ. എന്നിട്ട് ഇവരെന്ത് ചെയ്തു കഴിഞ്ഞാൽ ബൈ ആർട്ടിഫിഷ്യലി അവരെന്ത് ചെയ്തു? ചെയിൻ എയുടെയും ചെയിൻ ബിൻ്റെയും ഇടയിൽ ഡൈസൾഫൈഡ് ബോണ്ടിൻ്റെ ലിങ്കേജ് ഇതിൻ്റെ ഇടയിലായിട്ട് കൊടുത്തു. ഡൈസൾഫൈഡ് ബോണ്ടിൻ്റെ ലിങ്കേജ് ഇതിൻ്റെ ഇടയിലായിട്ട് കൊടുത്തു. അപ്പോൾ ഇതാണ് ശരിക്കും ഒരു മെച്ചുവേർഡ് ഇൻസുലിൻ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദി ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ദ അപ്ലിക്കേഷൻ ഓഫ് ബയോടെക്നോളജി ഇൻ ദ ഫീൽഡ് ഓഫ് മെഡിസിൻ. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ ഇതോടെ നമുക്ക് അവസാനിപ്പിക്കാം. ഇനി നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ആ ഒരു എഡിനോസിൻ ഡിഅമിനേസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻസ് അല്ലേ. എഡിനോസിൻ ഡിഅമിനേസ് എന്ന് പറയുന്നത് ഒരു എൻസൈമാണ്. ആ എൻസൈം ഇല്ലാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡിസീസാണ് സ്കിഡ് എന്ന് പറയുന്നത്. എന്താ ഡിസീസ്? സ്കിഡ് എന്ന് പറഞ്ഞാൽ സിവിയർ കമ്പൈൻഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. എന്താ? വൺസ് അഗൈൻ, സിവിയർ കമ്പൈൻഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. ഇതൊരു ഡിസീസ് കേട്ടോ മക്കളെ. സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഒരുപാട് വരുന്ന എല്ലാ ഡിസീസും വന്ന് കയറി നിറങ്ങി അങ്ങ് പോകും. എല്ലാ ഡിസീസും നമുക്ക് ഉണ്ടാവും ഈ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ. അത് നിങ്ങൾ നന്നായിട്ട് വായിച്ചു വെക്കുക. ഈസി ആയിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ നമുക്ക് അടുത്ത പോർഷൻസിലേക്ക് പോകാം. ഒരു ബ്രേക്ക് എടുക്കുന്നു ചെറുതായിട്ട്.
5:45 അല്ലേ? നമുക്ക് എപ്പോൾ നിർത്തണം? നമുക്കറിയാം അതിൻ്റെ ഒരു ബ്രീഡിങ്ങും അതുപോലെ പ്ലാന്റ്സിൻ്റെ ബ്രീഡിങ്ങും പ്ലാന്റ് ബ്രീഡിങ്ങുമാണ് നമുക്ക് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതിൽ ആനിമൽ ബ്രീഡിങ് നോക്കിയാൽ വളരെ ബ്രേസ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എന്താ ശരിക്കും ഒരു ബ്രീഡ് എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് എ ബ്രീഡ്? അപ്പോൾ ബ്രീഡ് എന്ന് പറയുമ്പോൾ നിങ്ങളറിയും ശരിക്കും ഒരു മെയിൽ ഫീമെയിൽസിനെ ക്രോസ് ചെയ്യുന്നതിനാണ്, അത് മെയ്റ്റിങ്ങിനെയാണ് ബ്രീഡ് എന്ന് പറയുന്നത്. ബ്രീഡ് ഈസ് ആക്ച്വലി a group of animals which are related by their descents and having a common similarities in their shape, size, കോൺഫിഗറേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരുപോലെയുള്ള സൈസുകളായിരിക്കും, കളറുകൾ സെയിം ആയിരിക്കും. അങ്ങനെ സിമിലാരിറ്റീസ് ഉണ്ടെങ്കിൽ അവരുടെ തലമുറകളായിട്ട് സിമിലാരിറ്റീസിൽ ഒരു സ്പെഷ്യൽ ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത് ശരിക്കും ഒരു ബ്രീഡ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നമ്മളിപ്പോൾ പശുവിനെ കാറ്റിൽസിനെ നോക്കുകയാണെങ്കിൽ നോക്കിക്കോ, HF എന്ന് പറയുന്ന ഹോൾസ്റ്റൺ ഫ്രീസൺ കണ്ടിട്ടില്ലേ? ഏതാ HF എന്ന് പറയുന്നത്? നമ്മളിപ്പോൾ ഈ മിൽമയുടെ പാലിൻ്റെ പാക്കറ്റിലൊക്കെ പുറത്തുള്ള അല്ലേ ഒരു വെള്ളയും കറുപ്പുള്ള പശു, അതാണ് HF എന്ന് പറയുന്നത്. അതൊരു ബ്രീഡാണ്. അതുപോലെ അതെല്ലാം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ എല്ലാം ഒരേ കളറായിരിക്കും. ജേഴ്സി നോക്ക്, ജേഴ്സി മറ്റൊരു ബ്രീഡാണ് അല്ലേ? ജേഴ്സി എന്ന് പറയുന്നത് ശരിക്കും ഇന്ത്യൻ വെറൈറ്റി ആണോ? അല്ല, അത് ശരിക്കും ഇംഗ്ലണ്ടിൽ അവിടുത്തെ ഒരു ഐലൻഡിൻ്റെ പേരാണ് ജേഴ്സി ഐലൻഡ്. ആ ജേഴ്സി ഐലൻഡിൽ കാണുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് നമ്മുടെ കാറ്റിൽസാണ്. ഏറ്റവും കൂടുതൽ മിൽക്കിൽ ഫാറ്റ് കണ്ടൻറ്റ് കൂടുതലുള്ള ഒരാളാണ് ആര്? ജേഴ്സി എന്ന് പറയുന്നത്. ഇനി അടുത്ത് വരുന്ന നമ്മുടെ ഇൻഡിജീനിയസ് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാടൊക്കെ ഇന്ത്യൻ മറ്റൊരു വെറൈറ്റി നമ്മുടെ പാകിസ്ഥാൻ, ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യയിൽ കാണുന്ന റെഡ് സിന്ധി എന്ന് പറയുന്നൊരു വെറൈറ്റി. അപ്പോൾ ഇതൊക്കെ ഓരോ ബ്രീഡുകളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ആനിമൽ ബ്രീഡിങ്. വാട്ട് ഈസ് ആനിമൽ ബ്രീഡിങ്? ദ ബ്രീഡിങ് ഓഫ് ദ ടു എലൈറ്റഡ് ഇൻഡിവിജ്വൽ അല്ലേ, ഒരു മെയിലിനെയും ഫീമെയിലിനെയും ക്രോസ് ചെയ്യുന്നതിനാണ് നമ്മൾ ബ്രീഡിങ് എന്ന് പറയുന്നത്. നോക്കിക്കോ, ഇവിടെ ആനിമൽ ബ്രീഡിങ്ങിൽ നമുക്ക് മെയിനായിട്ട് 2 ടൈപ്പാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ഒന്നാമത്തെ ആളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻബ്രീഡിങ്. ഒന്നാമത്തെ ആളാണ് എന്ത്? ഇൻബ്രീഡിങ്. രണ്ടാമത്തെ ആളാണ് എന്ത്? ഔട്ട് ബ്രീഡിങ് അല്ലേ? ഇൻബ്രീഡിങ് ആൻഡ് ഔട്ട് ബ്രീഡിങ്. നോക്കിക്കോ, ഞാൻ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് പറയാം, ശ്രദ്ധിച്ചിരുന്നു. ഇൻബ്രീഡിംഗ് എന്ന് പറയുന്നത് ദ ബ്രീഡിംഗ് ഓഫ് 2 ഇൻഡിവിജ്വൽ വിച്ച് ആർ ബിലോങ്സ് ടു ദ സെയിം ബ്രീഡ് എന്ന് പറഞ്ഞാൽ ഒരേ ബ്രീഡിൽ പെട്ടിരിക്കുന്ന 2 ഇൻഡിവിജ്വലിനെ ക്രോസ് ചെയ്യുന്നു ആൻഡ് വിച്ച് ഇസ് ഹാവിങ് എ കോമൺ ആൻസിസ്റ്റേഴ്സ് ബിറ്റ്വീൻ 4 to 6 ജനറേഷൻ. രണ്ടാളെ നമ്മൾ ഒരു മെയിലും ഫീമെയിലും എടുക്കുകയാണെങ്കിൽ അതിന് 4 മുതൽ 6 ജനറേഷൻസ് ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ അതിന് ഉപ്പൻ്റെ ഉപ്പ അല്ലെങ്കിൽ വാപ്പൻ്റെ വാപ്പ അതിൻ്റെ വലിയാപ്പ അങ്ങനെ പോവുകയാണെങ്കിൽ അവസാനം അവർ ഒരു 4 മുതൽ 6 ജനറേഷൻ ബാക്കിലോട്ട് പോകുമ്പോൾ കോമൺ ആയിട്ടുള്ള ഒരു പാരൻ്റ് ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് inbreeding. The breeding of the 2 individuals, I mean a male and female having a common ancestors between 4 to 6 generation. അപ്പോൾ ഒരേ ബ്രീഡിൽ പെട്ട 4 to 6 ജനറേഷനിൽ കോമൺ ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ ഇൻബ്രീഡിങ്ങിൽ ചെയ്യുന്നത്. ഈ ഇൻബ്രീഡിങ് നമ്മൾ സാധാരണ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരേ പെർട്ടിക്കുലർ ബ്രീഡിൽ ഹോമോസൈഗോസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഹൈ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിൻ്റെ ഹോമോസൈഗോസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻബ്രീഡിങ് നടത്തുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ബ്രീഡിൽ അതിൻ്റെ കുറച്ചും കൂടി പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻബ്രീഡിങ് നടത്തുന്നത്. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഒരു 10 ജനറേഷൻ 9 to 10 ജനറേഷൻസ് ഒക്കെ നമ്മൾ ഇൻബ്രീഡിങ് നടത്തി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഇൻബ്രീഡിങ് ഡിപ്രഷൻ. ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് ഇൻബ്രീഡിങ് ഡിപ്രഷൻ? ദ ഇൻബ്രീഡിങ് ഡിപ്രഷൻ ഇസ് ആക്ച്വലി എ കണ്ടീഷൻസ് വേർ എ continuous inbreeding may leads to reduce in the fertility leads to reduction in the fertility and productivity. That is actually known as what? Inbreeding depressions. അപ്പോൾ നമുക്ക് ആ ഇൻബ്രീഡിങ് ഡിപ്രഷൻസ് ഉണ്ടായാൽ അതിനെ ഓവർകം ചെയ്യാനുള്ള മെത്തേഡൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക ഇൻബ്രീഡിംഗ് എന്ന് പറയുന്നത്. ഇനി ഔട്ട് ബ്രീഡിങ്.
ഔട്ട് ബ്രീഡിങ്ങിൽ ഒന്നാമത്തതാണ് ഔട്ട് ക്രോസ്, ഒന്നാമത്താണ് എന്ത് ഔട്ട് ക്രോസ്, രണ്ടാമത്തതാണ് എന്ത് ക്രോസ് ബ്രീഡിങ്, സെക്കൻഡ് വൺ ഈസ് ആക്ച്വലി ക്രോസ് ബ്രീഡിങ്. ഇനി മൂന്നാമത്തെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് ഇൻ്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ. ഇൻ്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്ന 3 ടേംസുകളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് എന്താ ഔട്ട് ക്രോസ് എന്ന് പറഞ്ഞാൽ? ഔട്ട് ക്രോസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബ്രീഡിംഗ് ഓഫ് 2 ഇൻഡിവിജ്വൽ ബിലോങ്ങിങ് ടു ദ സെയിം ബ്രീഡ്. ദിസ് ഈസ് ഓൾസോ ഇൻഡിവിജ്വൽസ് ബിലോങ് ടു ദ സെയിം breed having a common ancestors between 4 to 6 generation. But outcross is actually breeding of 2 individuals belonging to the same breed having no common ancestors between 4 to 6 generation. 4 മുതൽ 6 ജനറേഷൻ പിന്നോട്ട് പോയി നോക്കുമ്പം കോമൺ ആയിട്ടുള്ള ഒരാൾ ഇല്ലെങ്കിൽ അതാണ് ശരിക്കും ഔട്ട് ക്രോസ് എന്ന് പറയുന്നത്. ഇനി എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റ് നമ്മൾ ഔട്ട് ക്രോസിങ്ങിൻ്റെ പ്രോഡക്റ്റ് നമ്മൾ വിളിക്കുന്ന പേര് ഔട്ട് ക്രോസ്. ഔട്ട് ക്രോസിങ് കഴിഞ്ഞ് കിട്ടുന്ന പ്രോഡക്റ്റിനെ വിളിക്കുന്ന പേരാണ് ഔട്ട് ക്രോസ് എന്ന് പറയുന്നത്. ഇതിന് എന്തുകൊണ്ട് ഔട്ട് ക്രോസിങ് ചെയ്യുന്നത് എക്സാമിന് ചോദിക്കും. വൈ സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ വൈ സയൻറ്റിസ്റ്റ് പ്രിഫർ, ഇൻ വിച്ച് കേസ് വി പ്രിഫർ ഔട്ട് ക്രോസിങ്? ഏത് കേസാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഒരു ആവറേജ് പ്രൊഡക്ടിവിറ്റിയും അതുപോലെ ആവറേജ് മീറ്റ് പ്രൊഡക്ഷൻസ് ഉള്ള ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള കാറ്റിലാണെങ്കിൽ ദർ യു മസ്റ്റ് ഗോ ഫോർ ഔട്ട് ക്രോസിങ്. ഔട്ട് ക്രോസിങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ബെറ്റർ ഫെർട്ടിലിറ്റിയും ബെറ്റർ പ്രൊഡക്ടിവിറ്റിയും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പോയിന്റ് ഞാൻ പറയാൻ പോകുന്നത്, നോട്ട് ചെയ്തു. എ സിംഗിൾ ഔട്ട് ക്രോസിംഗ് ക്യാൻ ഓവർകം ദ ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, കണ്ടിന്യൂസ് ആയിട്ട് ഒരു 9 മുതൽ 10 ജനറേഷൻസിൽ നമ്മൾ ഇൻബ്രീഡിംഗ് നടത്തുന്ന സമയത്ത് ഫെർട്ടിലിറ്റിയും പ്രൊഡക്ടിവിറ്റിയും കുറയും. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാം. എങ്ങനെ? ഒരു സിംഗിൾ ഔട്ട് ക്രോസിംഗ് നടത്തിയാൽ മതി, അതിനെ ഓവർകം ചെയ്യാം. സോ ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എ സിംഗിൾ ഔട്ട് ക്രോസിംഗ് ക്യാൻ ഓവർകം ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ. വെരി ഇമ്പോർട്ടൻറ്റ്. ക്രോസ് ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ 2 ബ്രീഡ്. ഞാനതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണ്, സാധാരണ നമ്മളിവിടെ കാണുന്ന, നമ്മൾ പശുവിനെ എടുക്കുക. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഒരു പശുവാണെങ്കിൽ ഒരു രാവിലെയും വൈകുന്നേരമൊക്കെ നമ്മൾ അതിൻ്റെ മിൽക്കിങ് ചെയ്ത് നമുക്ക് ഒരു പക്ഷേ 6 മുതൽ ഒരു 7 ലിറ്റർ ഓഫ് മിൽക്ക് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്, അല്ലേ? പക്ഷേ നമ്മൾ ഫോറിൻ വെറൈറ്റീസ് ആയിട്ടുള്ള ഹോൾസ്റ്റൻ ഫ്രീസൺ എന്ന് പറയുന്ന ഏത് വെറൈറ്റി എന്ന് പറയുന്നത്, HF എന്ന് പറയുന്ന വെറൈറ്റി ഡച്ചിൽ, അതായത് നോർത്ത് നമ്മുടെ ഹോളണ്ടിൽ കാണുന്ന വെറൈറ്റിയാണ് ശരിക്കും എന്ത് ഹോൾസ്റ്റൻ ഫ്രീസൺ HF എന്ന് പറയുന്നത്. ഇയാൾ ഏകദേശം ഒരു ദിവസം ചുരുങ്ങിയത് ഒരു 25 മുതൽ 30 ലിറ്റർ മിൽക്ക്. ആ ഡിഫറൻസ് നോക്കിയേ, 6 മുതൽ 7 ലിറ്റർ നമുക്ക് 25 മുതൽ 30 ലിറ്ററാണ് ആ HFന് കിട്ടുന്നത്. ജേഴ്സി എന്ന് പറയുന്ന ഒരു കൗ ആണെങ്കിൽ ഏകദേശം ഒരു 15 മുതൽ 20 ലിറ്റർ ഓഫ് മിൽക്ക് ജേഴ്സിയിൽ നിന്ന് നമുക്ക് കിട്ടും. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ HF അല്ലെങ്കിൽ ഹോൾസ്റ്റൻ ഫ്രീസറിൻ്റെ ശരിക്കും ഒരു പ്രോട്ടീൻ കണ്ടൻറ്റ്, ആ മിൽക്കിലെ ഫാറ്റ് കണ്ടൻറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറവാണ് കമ്പാരിറ്റീവ്ലി. ഒരു 3.5% അതിൻ്റെ ഫാറ്റ് കണ്ടൻറ്റ് എന്ന് പറയുന്നത്. വേറെ വെൻ യു കൺസിഡർ ജേഴ്സിയിൽ ഒരു ഫാറ്റ് കണ്ടന്റ് എന്ന് പറയുന്നത് അറൗണ്ട് 4.9%, ഓർ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു 5%, അല്ലേ? വളരെ കൂടുതലാണ്, നല്ല കട്ടിയുള്ള പാലായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇനി ഇവിടെ ശ്രദ്ധിച്ചിരുന്നോ, ഇതൊരു ബ്രീഡാണ്, ഇത് മറ്റൊരു ബ്രീഡാണ്. ഈ 2 ബ്രീഡിനെ ക്രോസ് ചെയ്യുക, ക്രോസ് ബ്രീഡിങ്. 2 ബ്രീഡിനെ ക്രോസ് ചെയ്ത് കിട്ടുന്ന ഒരു വെറൈറ്റി, അതായത് HFനെയും ജേഴ്സിനെയും ക്രോസ് ചെയ്ത് കിട്ടുന്ന ഒരു വെറൈറ്റിയുടെ ഇമ്പോർട്ടൻസ് നമുക്കറിയണം. ഇത് മാക്സിമം 30 ലിറ്റർ ആണെങ്കിൽ 35 മുതൽ 40 ലിറ്റർ മിൽക്കാണ് ഒരു ദിവസം കിട്ടുന്നത്. മാത്രമല്ല ഇതിൻ്റെ ഏകദേശം പ്രോട്ടീൻ കണ്ടൻറ്റ് അല്ലെങ്കിൽ ഫാറ്റ് കണ്ടൻറ്റ് എന്ന് പറയുന്നത് 4.5%-നേക്കാളും കൂടുതലായിരിക്കും, അല്ലേ? എന്താണ് സംഭവം? 2 ക്രോസ് ചെയ്താൽ മതി. അപ്പോൾ എന്തിനാണ് നമ്മൾ ക്രോസ് ബ്രീഡിംഗ് നടത്തുന്നത്? ഇൻ ഓർഡർ ടു ബ്രിങ് ദ ഡിസൈറബിൾ ക്യാരക്ടേഴ്സ് പ്രസൻറ്റ് ഇൻ ദ 2 പെർട്ടിക്കുലർ ബ്രീഡ് ഇൻ ടു എ, അല്ലേ? 2 പെർട്ടിക്കുലർ ബ്രീഡ് ഇൻ ടു എ പെർട്ടിക്കുലർ സിംഗിൾ ബ്രീഡ്. ഈ 2 ബ്രീഡിലുള്ള ഡിസൈറബിൾ ക്യാരക്ടേഴ്സിനെ ഒരു സിംഗിൾ ആയിട്ടുള്ള ആളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ക്രോസ് ബ്രീഡിംഗ് നടത്തുന്നത്. ഇതിന് വളരെ എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് ചോദിക്കുന്ന ഒന്നാണ് ഏത്, നമ്മുടെ പഞ്ചാബ് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി നടത്തിയിരിക്കുന്ന ഒരു എക്സ്പെരിമെൻ്റ്, അല്ലേ? ബിക്കാനേരി എന്നൊക്കെ ഷീപ്പാണ്. ബിക്കാനേരി ശ്രദ്ധിച്ചിരുന്നു? ബിക്കാനേരി എന്ന് പറഞ്ഞാൽ രാജസ്ഥാനിലെ ഒരു സ്ഥലമാണ് കേട്ടോ, ബിക്കാനേർ എന്ന് പറഞ്ഞാൽ. അവിടെ കാണുന്ന ബിക്കാനേരി ഈവ്സിനെയും ആൻഡ് മരീനോ റാംസ്. ഈ റാംസ് എന്ന് പറയുന്നത് മെയിലാണ്. റാംസിന് അറിയാലോ എന്താണെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ മുട്ടനാടിനൊക്കെ വിളിക്കുന്ന പേരാണ് റാംസ്. ഈ റാംസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിപ്പം നന്നായിട്ട് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറൊക്കെ വായിക്കുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പം കേട്ടിട്ടുണ്ടാവും പരസ്യങ്ങൾ ന്യൂസിൽ ഇങ്ങനെ, ദ കാർ ഈസ് റാംഡ് ഇൻ ടു ദ മാസ്. എന്താ അതിൻ്റെ അർത്ഥം? കാർ ആൾക്കാരിൻ്റെ കൂട്ടത്തിലേക്ക് അങ്ങ് എന്താ പറയുന്നത്, റാം എന്ന് പറഞ്ഞാൽ എന്താ, ഇടിച്ചു കയറി, അല്ലേ? അപ്പോൾ ഇത് മെയിലായിട്ടുള്ള ആൾ, ഫീമെയിൽ ആയിട്ടുള്ള ആൾ. ബിക്കാനേരി ഈവ്സിനെയും മരീനോ റാംസിനെയും ക്രോസ് ചെയ്ത് കിട്ടുന്ന ആൾ, അതാണ് ഹിസാർഡെയിൽ എന്ന് പറയുന്നത്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇസ് എൻ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ക്രോസ് ബ്രീഡിംഗ്. എനിവേ ദാറ്റ്സ് ഡൺ. ക്രോസ് ബ്രീഡിംഗ് കഴിഞ്ഞു. അടുത്താണ് ഇൻഡോ സ്പെസിഫിക്, അല്ലേ? ഇൻഡോ സ്പെസിഫിക് 2 സ്പീഷ്യസിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ആളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇൻഡോ സ്പെസിഫിക് ബ്രീഡിംഗ് നമ്മൾ നടത്തുന്നത്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ നമുക്കറിയാലോ, ഹോസ്, കുതിര, അതുപോലെ ഡോങ്കിനെ നമ്മൾ ക്രോസ് ചെയ്തപ്പോൾ നമുക്കറിയാം ഹോസിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് റണ്ണിങ് ചെയ്യാനുള്ള കപ്പാസിറ്റി, ദ ഫസ്റ്റ് മൂവ്മെൻറ്റ്. ഡോങ്കി ആണെങ്കിലോ ക്യാരീസ് മോർ വെയിറ്റ്. ഇതിന് 2നെയും ഇപ്പോൾ ഈ കഴുതകൾക്കാണെങ്കിൽ ശരിക്കും നമുക്കറിയാം അഫ്ഗാനിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഇപ്പോഴും ഭയങ്കര മലകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഇപ്പോഴും ഈ
ലോഡ് സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കഴുതുകളാണ്, ഡോങ്കീസിനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുകൾ നമ്മൾ ഫിലിംസൊക്കെ കണ്ടിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഡോങ്കി എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുള്ളൂ, അതിന് ഫാസ്റ്റ് മൂവ്മെൻറ്റ്സ് കൊടുക്കുക, അതുപോലെ ഉണ്ടാകുന്ന ആൾക്ക് കൂടുതൽ വെയിറ്റ് ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി. അപ്പോൾ നമ്മൾ അങ്ങനെ ക്രോസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ പ്രോഡക്റ്റാണ് എന്ത്, മ്യൂൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ഇൻഡർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ. മക്കളെ, ഇനി നിങ്ങൾക്ക് ഇതിൽ ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ ശ്രദ്ധിച്ചിരുന്നു? ഇത് വെരി ഇമ്പോർട്ടൻറ്റ്, അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവം അതാണ് ശരിക്കും ആർട്ടിഫിഷ്യലായിട്ടുള്ള ബ്രീഡിങ് എന്ന് പറഞ്ഞാൽ കൺട്രോൾഡ് ബ്രീഡിങ് എന്ന് പറയുന്ന ടെക്നിക്സ് അല്ലേ. കൺട്രോൾഡ് ബ്രീഡിങ്ങിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടതാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. ഈ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ എലൈറ്റ് ആയിട്ടുള്ള ഒരു ബുള്ളിൽ നിന്നിട്ട് അതിൻ്റെ സെമൻ ക്യാരി ചെയ്തിട്ട് ഫീമെയിൽസിലേക്ക് നമ്മൾ അതിൻ്റെ റീപ്രൊഡക്റ്റീവ് ട്രാക്കിലേക്ക് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ ചാൻസ് ഓഫ് പിന്നെ എക്സ്പ്രസിങ് ദിസ് ക്യാരക്ടർ വിൽ ബി മോർ ഹൈ അല്ലേ, റാദർ ദാൻ ദാറ്റ് ഓഫ് ദ നോർമൽ കൊയിറ്റസ്. അപ്പോൾ അങ്ങനെ കൂടുതൽ ചാൻസ് ഇവിടെ കൂടുതലാണ് ഇതിൽ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ്റെ കേസിൽ. നോക്കിക്കോ, ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ടല്ലോ, നമ്മുടെ ഹരിയാനയിലുണ്ട് ഒരു പെർട്ടിക്കുലർ ആയിട്ട് ഒരു ബുള്ളുണ്ട്, അതിൻ്റെ പേരാണ് ശരിക്കും യുവരാജ് എന്ന് പറയും. ഏകദേശം 7 കോടിയോളം ഫോറിനേഴ്സ് വില പറഞ്ഞ ഒരു ബുള്ളാണത്. പക്ഷേ അയാൾ ഇത് കൊടുത്തിട്ടില്ല. അയാൾ ചെയ്യുന്നൊരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബുള്ളിൻ്റെ സെമെൻസിന് ഫോറിൻ രാജ്യങ്ങളിൽ നിന്നിട്ട് വരെ ഭയങ്കര എന്ത് വരുന്നുണ്ട്, ഭയങ്കരമായിട്ട് അതിനൊരു മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അയാൾ എന്ത് ചെയ്യും, ഇതിൻ്റെ സെമെൻസ് ഫോറിൻ രാജ്യങ്ങളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. നമുക്കറിയാം -196 ഡിഗ്രി സെൽഷ്യസിൽ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു വയബിലിറ്റി ക്യാൻ ബി കെപ്റ്റ് അല്ലേ, വയബിലിറ്റി നമുക്ക് ഒരുപാട് ലോങ് ഡ്യൂറേഷൻസ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, എനിവേ ദാറ്റ്സ് ഇറ്റ്, യു മസ്റ്റ് നോ ഇറ്റ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന് പറയുന്നത് അത് അങ്ങനെയാണ് കഴിഞ്ഞു. അതിൽ അടുത്ത നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് MOET എന്ന് പറയുന്ന മക്കളെ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് മോസ്റ്റ്ലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് MOET. വാട്ട് ഈസ് MOET? മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രയോ ട്രാൻസ്ഫർ ടെക്നോളജി. വാട്ട് ഇസ് ഇറ്റ്? മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രയോ ട്രാൻസ്ഫർ ടെക്നോളജി എന്ന് പറയുന്നതാണ് MOET എന്ന് പറയുന്നത്. ഇതിന് ഇമ്പോർട്ടൻസ് എന്താണെന്ന് പഠിച്ചോ. ഇപ്പോൾ നിങ്ങൾ എക്സാമിന് ചോദിക്കുന്നത് ഇഫ് എ പേഴ്സൺ വാണ്ട്സ് ടു ഗെറ്റ് എ ഹേർട്ട് a very shorter period, then what kind of practices he should have selected എന്നായിരിക്കും. ഏത് സെലക്റ്റഡാ? MOET. അപ്പോൾ എന്തിനാ MOET യൂസ് ചെയ്ത് നോക്കുക? ഹേർഡിൻ്റെ പ്രിപ്പറേഷൻസിന് വേണ്ടിയിട്ട്. ഹേർഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കൂട്ടം അല്ലേ. നമ്മളിപ്പോൾ ഒരു ഫാം ഇന്ന് തുടങ്ങുകയാണ്, വിത്തിൻ ഒരു 2 ഇയേഴ്സിനുള്ളിൽ നമുക്ക് ഒരുപാട് പശുക്കൾ അതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല മെത്തേഡാണ് MOET, മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജി. എന്താ സംഭവം നോക്കുക, നമ്മൾ ഒരു എലൈറ്റഡ് ആയിട്ടുള്ള കൗവിനെ സെലക്ട് ചെയ്യും. എലൈറ്റഡ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള, വളരെ മിൽക്ക് കിട്ടുന്ന ഒരു കൗവിനെ നമ്മൾ സെലക്ട് ചെയ്യും ആസ് എ മദർ. ഇതിനെ നമ്മൾ മദറായിട്ട് സെലക്ട് ചെയ്തു, ഫീമെയിലായിട്ട് അല്ലെങ്കിൽ മദറായിട്ട് നമ്മളിവിടെ സെലക്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ മദറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നല്ല എലൈറ്റഡ് ആയിട്ടുള്ള ഒരു ബുള്ളിൽ നിന്നിട്ട് നമ്മൾ സെമൻ കളക്ട് ചെയ്തു. മദറിലേക്ക് എന്ത് ചെയ്യും, നമ്മൾ എലക്റ്റഡ് ആയിട്ടുള്ള ബുള്ളിൽ നമ്മൾ സെമൻ, ഇപ്പോൾ പുറത്ത് നമ്മൾ സെമൻ വരുത്തിച്ചു. ഇനി ഈ കൗവിന് നമ്മൾ എന്ത് ചെയ്യും, ഈ കൗവിലേക്ക് വി ആർ അഡ്മിനിസ്റ്റേർഡ് വിത്ത് FSH ലൈക്ക് ഹോർമോൺസ്. ഏതാണ് ഹോർമോൺസ് എന്ന് പറയുന്നത്? FSH ലൈക്ക് ഹോർമോൺ. എന്താ FSH എന്ന് പറഞ്ഞാൽ? ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറഞ്ഞാൽ ഈ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ഡ്യൂറേഷൻസിൽ ഒരു എഗ്ഗ് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ പെർട്ടിക്കുലർ കൗ നൗ വിൽ സ്റ്റാർട്ട് പ്രൊഡ്യൂസിങ് 6 to 8 eggs. 6 മുതൽ 8 എഗ്ഗ് ഒരു സിംഗിൾ ഓവുലേഷൻ്റെ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യും. സാധാരണ ഒരു പ്രസവത്തിൽ ഒരു കുട്ടി ഉണ്ടാവും, ഒരു ഓവുലേഷൻ നടക്കുന്നുള്ളൂ. അത് ചിലപ്പം ട്വിൻസ് ആകുന്നത് വേറെ. പക്ഷേ അങ്ങനെയുള്ള കേസിൽ ഒരു എഗ്ഗ് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നിടത്ത് 6 മുതൽ 8 എഗ്ഗ് മൾട്ടിപ്പിൾ ഓവുലേഷൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യും ബൈ അഡ്മിനിസ്ട്രേഷൻ വിത്ത് FSH എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഓവുലേഷൻ നടക്കാവുന്ന സമയത്ത്, അല്ലെങ്കിൽ 6 മുതൽ 8 എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്ത് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് വി വിൽ ഇൻട്രൊഡ്യൂസ് എന്ത് ചെയ്യും, ഈ സെമനെ നമ്മൾ അതിൻ്റെ റീപ്രൊഡക്റ്റീവ് ട്രാക്കിലേക്ക് നമ്മളങ്ങ് അപ്ലൈ ചെയ്യും. ആരുടെ? ഈ ഒരു ഫീമെയിൽ കൗവിൻ്റെ റീപ്രൊഡക്റ്റീവ് ട്രാക്കിലേക്ക് നമ്മൾ സെമന് കൊടുക്കും. ഈ സെമൻ ചെന്നിട്ട് 6 മുതൽ 8 എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6 മുതൽ 8 സൈഗോട്ട് കിട്ടും. നമുക്കറിയാം അല്ലേ, മെയിൽ ഗ്യാമേറ്റും ഫീമെയിൽ ഗ്യാമേറ്റും ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് സൈഗോട്ട്. അപ്പോൾ 6 മുതൽ 8 സൈഗോട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടാവും. ഈ 6 മുതൽ 8 സൈഗോട്ട് അപ്പോൾ നമുക്ക് 6 എഗ്ഗ് ആണെങ്കിൽ 6 മുതൽ 8 സൈഗോട്ട് നമുക്ക് കിട്ടി അല്ലേ. ഈ 6 മുതൽ 8 സൈഗോട്ട്, ഓരോ സൈഗോട്ടും നമുക്കറിയാം ഇറ്റ് വിൽ അണ്ടർഗോസ് മൾട്ടിപ്പിൾ ഡിവിഷൻ. എന്താ ഡിവിഷൻ? മൈറ്റോസിസ് നടന്നിട്ട് സെല്ലുകൾ ഒരുപാട് നമ്പറായിട്ട് മാറും അല്ലേ. അപ്പോൾ 6 മുതൽ 8 സെല്ലുകൾ ഡിവിഷൻ ചെയ്തിട്ട് ഓരോ സെല്ലുകളും 8 to 32 സെൽഡ് കണ്ടീഷൻസ് ആയിട്ട് മാറുന്ന സമയത്ത് 6 മുതൽ 8 സൈഗോട്ട് ഉണ്ട്, അതിൽ ഓരോ സൈഗോട്ടുകളും 8 മുതൽ 32 സെൽഡ് കണ്ടീഷൻസ് ആകുമ്പം ആ സൈഗോട്ടിനെ നോൺ സർജിക്കലായിട്ട് നമ്മൾ റിമൂവ് ചെയ്യുക. എന്താ നോൺ സർജിക്കലായിട്ട് റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, നോൺ സർജിക്കലായിട്ട് ഈ 6 മുതൽ 8 സൈഗോട്ടിനെ 8 to 32 സെൽഡ് കണ്ടീഷൻസിൽ നമ്മൾ എന്ത് ചെയ്തു? പുറത്തേക്ക് എടുത്തു. എന്നിട്ട് നമ്മൾ ഈ സൈഗോട്ടിനെ വി വിൽ ഇൻട്രൊഡ്യൂസ് ഇൻ ടു സറോഗേറ്റീവ് മദേഴ്സ്. ആരിലേക്കാ?
സറോഗേറ്റീവ് മദേഴ്സ്. എന്താ സറോഗേറ്റീവ് മദേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട് വാടക ഗർഭം എന്നൊക്കെ പറയും. അതാണ് സറോഗേറ്റീവ് മദേഴ്സ്. അപ്പോൾ നമ്മൾ ഈ കൗ എലൈറ്റഡ് കൗ അല്ലേ, നമ്മൾ ഈ കൗവിൽ നിന്ന് എടുത്തിരിക്കുന്ന 8 മുതൽ 32 സ്റ്റേജിലുള്ള 6 മുതൽ 8 സൈഗോട്ട് ഉണ്ടാകും. ആ സൈഗോട്ടിനെ നമ്മൾ ഒരു 8 വേറെ ഒരു പശുവിനെ എടുത്തിട്ട് അല്ലെങ്കിൽ വേറെ സറോഗേറ്റീവ് വാടക അമ്മമാരാ, 8 പശുക്കളെ നിരത്തി വെച്ചിട്ടുണ്ട് വാടക അമ്മമാരാ. എന്നിട്ട് അവർക്ക് ഓരോന്നിനും ഒരാൾക്ക് ഒരു സൈഗോട്ട്, മറ്റൊരാൾക്ക് മറ്റൊരു സൈഗോട്ട്, മറ്റൊരാൾക്ക് മറ്റൊരു സൈഗോട്ട്. അപ്പോൾ ഒരു ഡ്യൂറേഷൻ അല്ലെങ്കിൽ ഒരു ഓവുലേഷൻ പീരീഡിൽ തന്നെ ഇവിടെ നിങ്ങൾ ഒരു ഓയിസ്റ്റർ സൈക്കിൾ നടക്കുന്ന സമയത്ത് തന്നെ ഇവിടെ എത്ര ഉണ്ടായിട്ട് മാറിയിട്ടുണ്ട്? 8 എഗ്ഗുകളെ 8 സൈഗോട്ടായി 8 സൈഗോട്ടിനെ ഓരോ മദറിലേക്കും കൊടുത്തിട്ടുണ്ട്. 8 ആൾക്കാർ പ്രൊഡ്യൂസ് ചെയ്തില്ലേ ഒറ്റ സമയം കൊണ്ട്. ഒരാളുണ്ടാകേണ്ടടുത്ത് 8 ആളുണ്ടായി അല്ലേ. ഇനി അടുത്ത സമയം ഇതന്നെ ഈ കൗവിനെ നമുക്ക് മദർ കൗവിനെ നമ്മളെല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. ആ മദർ കൗവിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? FSH കൊടുക്കും. വീണ്ടും 6 to 8 എഗ് പ്രൊഡ്യൂസ് ചെയ്യും. അതിന് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ നടത്തും. വീണ്ടും അതിനെ സൈഗോട്ടിനെ നമ്മൾ ഇതേപോലെ സറോഗേറ്റീവ് മദർസിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഷോർട്ടർ പീരീഡിൽ നമുക്കൊരു ഹേർഡ് പ്രിപ്പയർ ചെയ്യാം. ഹേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ലാർജർ നമ്പർ ഓഫ് ആൾക്കാരെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഹേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇനി നിങ്ങൾ ഇതിൻ്റെ പ്ലാൻ ബ്രീഡിങ്ങിൻ്റെ സ്റ്റെപ്സുകളൊക്കെ ഒന്ന് എടുത്തു നോക്കണം. നമുക്ക് സമയത്തിൻ്റെ ഒരു പരിധി ഉള്ളത് കൊണ്ട് തന്നെ അടുത്ത ഞാനൊരു എൻവിറോൺമെൻറ്റൽ ഇഷ്യൂസ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ച് 2-3 കാര്യങ്ങൾ പറയണമെന്ന് ആലോചിച്ചിരുന്നു. ഒരു പോയിന്റ് ഞാൻ എന്തായാലും പറഞ്ഞുതരാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസ് എഫക്റ്റ് എന്ന് പറയുന്നത് എൻവിറോൺമെൻറ്റൽ ഇഷ്യൂസ്. ഓക്കെ, വാട്ട് ഈസ് പൊല്യൂഷൻ? Pollution is any undesirable changes happening into the physical, chemical and biological characteristics of what? Land, air, water and soil is not known as what? Pollution എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കുക, ഞാൻ പറഞ്ഞ ഈ ഒരു ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഗ്ലോബൽ വാർമിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രീൻ ഹൗസ് ഗ്യാസ് എഫക്റ്റും ഗ്ലോബൽ വാർമിങ്ങും. ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് 4 കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേന്, CFC, N2O ഇതാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസുകൾ. ഇതിൽ കാർബൺ ഡൈ ഓക്സൈഡാണ് ഏറ്റവും കൂടുതൽ 60% കാണുന്നത്. CH4 എന്ന് പറയുന്നത് കാണുന്നത് 20%, CFC 14%, N2O 6% ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻസ് ഉള്ളത്. ഇങ്ങനെ ഈ 4 ആൾക്കാർ കൂടി ചേർന്നിട്ടാണ് ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ എഫക്റ്റ് നമുക്ക് നോക്കാം. ഇത് സപ്പോസ് നമ്മുടെ എർത്തിൻ്റെ ഒരു സർഫസ് എന്ന് കരുതുക, ഭൂമിയാണിത്. ഈ ഭൂമിയുടെ ജസ്റ്റ് കുറച്ച് മുകളിലായിട്ട് ട്രോപ്പോസ്ഫിയർ ലെയറിൻ്റെ മുകളിലായിട്ട് എന്തുണ്ടായിരിക്കും? ഭൂമിയുടെ ഔട്ടർ എയറിലായിട്ട് നോക്കുക നമ്മുടെ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ ഇവിടെ ഉണ്ടായിരിക്കും. ഇതാണ് ഇവിടെ ഈ കാർബൺ ഡൈ ഓക്സൈഡും CH4ഉം CFCയും N2Oയും കൂടി ചേർന്നിട്ടുള്ള ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ലെയറാണിത്. ഓക്കെ, ഇനി സപ്പോസ് ഇവിടെ നമ്മുടെ സൺ ഇവിടെ ഉണ്ട്. ഈ സണ്ണിൽ നിന്നിട്ട് നമുക്ക് ടെമ്പറേച്ചർ അല്ലെങ്കിൽ മീൻസ് അതിൻ്റെ സണ്ണിൻ്റെ സോഴ്സ് ഓഫ് ലൈറ്റ് അടിയിലോട്ട് പോകുന്നുകൊണ്ടിരിക്കാം. ഈ സോഴ്സ് ഓഫ് ലൈറ്റിൻ്റെ 100% സൺലൈറ്റ് ഉണ്ടെന്ന് കരുതുക. ആ 100%-ൽ ആദ്യത്തെ ഒരു ഭാഗം ഇവിടെ ഉണ്ടാകുന്ന പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ എയറുകൾ എന്ത് ചെയ്യും? അവർ അബ്സോർബ് ചെയ്യും. ബാക്കി 75% അല്ലേ. പിന്നെയും ഒരു 4 ഭാഗം നമ്മളിവിടെ ഉണ്ടാകുന്ന മേഘങ്ങളിലൊക്കെ തട്ടിത്തെറിച്ച് തിരിച്ചങ്ങോട്ട് തന്നെ പോകും. ഈ സൺലൈറ്റുകളൊക്കെ മേഘങ്ങളിലൊക്കെ തട്ടിത്തെറിച്ച് തിരിച്ചങ്ങോട്ട് തന്നെ പോകും. ബാക്കിയുള്ള ആൾക്കാർ എത്രയാണ് ബാക്കിയുള്ള മക്കളെ? 50% അല്ലേ. ഈ 50% ശരിക്കും ഭൂമിയുടെ സർഫസിൽ 50% മാത്രം ആൾക്കാരെ എത്തുന്നുള്ളൂ. ഈ എത്തുന്ന 50% ആൾക്കാരിൽ നിന്നിട്ട് കുറച്ച് ആൾക്കാർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചത് വീണ്ടും അറ്റ്മോസ്ഫിയറിലേക്ക് തന്നെ ഇവിടെ തട്ടിയിട്ട് ഭൂമിയുടെ സർഫസിൽ തട്ടിയിട്ട് വീണ്ടും അറ്റ്മോസ്ഫിയറിലേക്ക് തിരിച്ചു പോകും. ഏകദേശം ഈ 50%-ൻ്റെ വീണ്ടും ഒരു പകുതിയോളം എന്ന് പറഞ്ഞാൽ ഒരു ഇപ്പോൾ 75% നമുക്ക് ലോസായി. ബാക്കിയുള്ള ഒരു 1/4% ആൾക്കാർ ഇവർ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിൽ അങ്ങ് ചൂടാക്കും. നമ്മളിവിടെ എങ്ങനെയാണ് ചൂടുണ്ടാകുന്നത് എന്നുള്ളത്, ഭൂമിയുടെ അറ്റ്മോസ്ഫിയർ അങ്ങ് ചൂടാക്കിയിട്ട് ആ ചൂട് തിരിച്ചിട്ട് നോക്കുക. ഇറ്റ് ഈസ് റീ-എമിറ്റിംഗ് ആസ് നമ്മുടെ IR ഫോമായിട്ട് തിരിച്ച് റീഎമിറ്റ് ചെയ്യും. ഓക്കെ, ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ആയിട്ട്. ഈ ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് നേരെ തിരിച്ചു പോയിട്ട് നമ്മൾ ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ ഈ ഒരു ലെയറിൽ തട്ടി തിരിച്ച് വീണ്ടും ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിലേക്ക് വീണ്ടും ഇവിടുന്ന് തിരിച്ച് IR ആയിട്ട് പോകുന്നു, വീണ്ടും തിരിച്ച് ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുന്നു. എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോസസ്സ് വഴിയാണ് നമ്മുടെ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിൽ ടെമ്പറേച്ചർ കൂടുന്നത് അല്ലെങ്കിൽ നമ്മളിവിടെ ചൂടുണ്ടാകുന്നത്. ഇപ്പോൾ ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എങ്ങാനും ഇവിടെ ഇല്ലെങ്കിൽ അവസ്ഥ എന്താ പറയുമെങ്കിൽ, ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ ഇവിടെ ഇല്ലെങ്കിൽ നമ്മുടെ ഭൂമിയുടെ ആവറേജ് ടെമ്പറേച്ചർ -18°C വരണമായിരുന്നു. ഭൂമിയുടെ ആവറേജ് -18°C വരണമായിരുന്നു. പക്ഷേ ഇപ്പം ഭൂമിയുടെ ആവറേജ് -15°C +15°C ആണ് ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ട് മാത്രമാണ്? ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് എഫക്റ്റ് കൊണ്ട് മാത്രമാണ്. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് ഗ്ലോബൽ വാർമിങ്സിലേക്ക് ലീഡ് ചെയ്യുന്നുള്ള കാര്യം. ഇത് ഗ്ലോബൽ വാർമിങ്സിലേക്ക് എങ്ങനെ ലീഡ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും CH4ൻ്റെയും CFCൻ്റെയും N2Oൻ്റെയും അളവ് കൂടിക്കഴിഞ്ഞാൽ ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ തിക്നെസ് കൂടിക്കഴിഞ്ഞാൽ ഒരാൾ പോലും പുറത്തോട്ട് പോലും ഇവിടുന്ന് ഈ പോകുന്ന ആൾക്കാരൊക്കെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നിട്ട് കൂടുതൽ ടെമ്പറേച്ചർ ഇവിടെ കൂടിക്കഴിഞ്ഞാൽ നമ്മളിവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും. നമ്മുടെ പോളാർ ഐസുകൾ മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. അതിന് എക്സാമ്പിളാണ് ഇപ്പോൾ റീസെൻ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഇന്തോനേഷ്യയുടെ തലസ്ഥാനമായിട്ടുള്ള ജക്കാർത്തയൊക്കെ വെരി റീസെൻ്റ് ആയിട്ട് എന്തായിട്ട് മാറും? വെള്ളത്തിൻ്റെ അടിയിലായിട്ട് പോകുമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഒറ്റ എഫക്റ്റ് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ നോക്കുക.
ഓസോൺ ഡിപ്ലീഷൻസിന് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുക. അതാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. ഞാൻ പറഞ്ഞത് ഇതിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ആദ്യം നിങ്ങൾ പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റർ, സ്ക്രബ്, അതുപോലെ തന്നെ 2-3 കേസ് സ്റ്റഡി ഉണ്ട്. ഡൽഹി കേസ് സ്റ്റഡീസ് ഉണ്ട്. സിമിലറായിട്ട് നമ്മുടെ ആർക്കാട്ട ആ ഒരു സംഭവം ഉണ്ട്, അത് പഠിച്ചു വെക്കുക. ബാംഗ്ലൂരിൽ നമ്മുടെ അഹമ്മദ് ഖാൻ നടത്തിയിരിക്കുന്ന ഒരു റോഡ് ടാറിങ്സിന് അല്ലേ, പ്ലാസ്റ്റിക് റോഡ് ടാറിങ്സിന്, അതൊന്ന് പഠിച്ചു വെക്കുക. അതുപോലെ ഇവിടുന്ന് ഇനി വരുന്ന മറ്റ് ലാസ്റ്റിലേക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, നിങ്ങൾ പലരും നോട്ട് ചെയ്യാതെ പോകുന്ന സംഭവമാണ്. അമൃത ദേവി ബിഷ്ണോയ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ അവാർഡ്, അതൊന്ന് പഠിച്ചു വെക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ ചോദിക്കാവുന്ന ഒന്നാണ് ചിപ്കോ മൂവ്മെൻറ്റ്സ് 1974 ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഞാൻ ഒരു 2-3 ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഡേറ്റുകൾ ഏതൊക്കെയൊന്ന് പറഞ്ഞുതരാം. ശരിക്ക് എൻവിറോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ഇൻ ദ ഇയർ ഓഫ് 1986, എയർ പ്രിവെൻഷൻസ് ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് ഇൻ 1981, ആൻഡ് ദ ലാസ്റ്റ് വൺ വാട്ടർ പ്രിവെൻഷൻസ് ആൻഡ് പൊല്യൂഷൻ ഓഫ് ആക്ട് ഇൻ 1974. സോ വിത്ത് ദിസ് വി ഗോണ ടു കംപ്ലീറ്റ് സെക്ഷൻസ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആയിട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു കോൺടാക്ട് നമ്പറൊക്കെ ഇവിടെ ലീവ് ചെയ്യുന്നതായിരിക്കും. സോ ഇഫ് എനി ഡൗട്ട്സ് ഈസ് ദർ, ഓഫ് എനി കോൺസെപ്റ്റ്സ്, ഇഫ് യു ഹാവ് ഡൗട്ട്സ്, യു മസ്റ്റ് ആസ്ക് മീ, യു മസ്റ്റ് എൻക്വയർ മീ, ഐ വിൽ ക്ലിയർ വിത്ത് ദാറ്റ്. ആൻഡ് ബാക്കിയുള്ള ഈ ക്ലാസ് കുറച്ച് ഫാസ്റ്റ് ആണെങ്കിൽ, സമയം കുറവാണല്ലോ, ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ നമ്മൾ തീർക്കുകയാണ്. അപ്പോൾ ആ ഒരു പോർഷൻസ് നിങ്ങൾ റിവൈസ് ചെയ്ത് വീണ്ടും കണ്ടിട്ട് കൺസെപ്റ്റ് ക്ലിയർ ആക്കി മാറ്റും. ഓക്കെ അല്ലേ? ഓക്കെ, സൈനിങ് ഓഫ്. താങ്ക് യു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ള പ്രിയരെ, ഇന്ന് നമ്മൾ SLC +1 കഴിഞ്ഞു. +2വിൻ്റെ ബോട്ടണി മേഖലയിലാണ് ഇന്ന് ക്ലാസ് നടന്നിട്ടുള്ളത്. മുഹമ്മദ് ഫവാസ് സർ വളരെ മനോഹരമായ രീതിയിലാണ് അനല്പസമയം കൊണ്ട് ക്ലാസ്സുകൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. പരിധിക്കും പരിമിതികൾക്കും ഉള്ളിൽ നിന്നുകൊണ്ടാണ് സാറ് വളരെ മനോഹരമായ രീതിയിൽ ഈ ക്ലാസ്സിനെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച് തന്നിട്ടുള്ളത്. ഒരു മുഷിപ്പുമില്ലാതെ. പിന്നെ നമുക്കറിയാം സമയത്തിന് വളരെ പ്രയാസങ്ങളുണ്ടാവും. ഇത് പ്ലാന്റുമായി ബന്ധപ്പെട്ടിട്ടില്ല. ഒരുപാട് മേഖലയെ കുറിച്ചിട്ടുള്ള ക്ലാസ്സുകൾ ഇതിൽ കൃത്യമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാനുണ്ട്. പക്ഷേ നമ്മുടെ സമയത്തിൻ്റെ ഒരു പ്രയാസം അതിൽ ഉടനീളം ഉണ്ടാകും. പക്ഷേ എന്നാലും അതിനുള്ളിൽ നിന്നുകൊണ്ട് പ്രിയപ്പെട്ട മുഹമ്മദ് ഫവാസ് സർ മനോഹരമായ രീതിയിൽ ഇവിടെ ക്ലാസ് എടുത്തു തന്നിട്ടുണ്ട്. ഇത്രയും മനോഹരമായ രീതിയിൽ ക്ലാസ് എടുത്തു തന്നിട്ടുള്ള മുഹമ്മദ് ഫവാസ് സാറിനും ഇത് സാഗൂതമായി ശ്രവിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന ഓരോ ദിവസങ്ങളും MSF മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ സ്റ്റഡി അറ്റ് ഹോം പ്രോഗ്രാമിന് വളരെ വലിയ രീതിയിൽ സ്വീകാര്യതയും പ്രിയതയും കൂടി മുന്നോട്ടേക്ക് പോവുകയാണ്. നാളെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് സോളജിയാണ്. സയൻസിലെ +2വിലെ സോളജിയാണ് ക്ലാസ്. നഹാസാറാണ് ക്ലാസ് എടുക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികളും ക്ലാസ്സുകൾ ശ്രവിക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾ അതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്കൂളുകളിലെയും മറ്റു കുട്ടികളിലേക്കൊക്കെ ഇതിൻ്റെ ലിങ്കുകൾ അയച്ചു കൊടുത്ത് നിങ്ങൾ മുന്നോട്ടേക്ക് പോകണം. നേരത്തെ ഫവാസ് സാർ ഇവിടെ സൂചിപ്പിച്ചു, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഏതെങ്കിലും മേഖലയിൽ വീണ്ടും നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും ആശങ്കപ്പെടേണ്ടതില്ല. സാറുടെ നമ്പർ ഇതിൽ കൊടുക്കും, നിങ്ങൾ അതിലേക്ക് വിളിക്കാം. ഒരിക്കൽ കൂടി എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ഈ ക്ലാസ് കൊണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകൾക്കും, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, ഈ ക്ലാസ് ഇത്രയും മനോഹരമായ രീതിയിൽ ഇവിടെ എടുത്തു തന്നിട്ടുള്ള പ്രിയപ്പെട്ട മുഹമ്മദ് ഫവാസ് സാറിനും ക്ലാസ്സിന് ആമുഖം പറയാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട ജില്ലാ മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി KM ഗഫൂർ സാഹിബിന് ഉൾപ്പെടെയുള്ള ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഇത് മനോഹരമായ രീതിയിൽ ഇവിടെ ഒപ്പിയെടുത്ത് നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന റോളക്സ് സ്റ്റുഡിയോ ഉൾപ്പെടെയുള്ള ജില്ലാ ജനറൽ സെക്രട്ടറി കബീർ മുതുപറമ്പ് ഉൾപ്പെടെയുള്ള എല്ലാ ആളുകൾക്കും സംഘടനാ ഭാരവാഹികൾക്കും മലപ്പുറം ജില്ലാ MSF കമ്മിറ്റിയുടെ കൃതജ്ഞത അറിയിക്കുന്നു. നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്നായി പഠിക്കുക. വിഷ് ഓൾ ദ ബെസ്റ്റ്.